ഇട്ടിട്ടുണ്ട്. ഇന്നലെ ഇട്ടപ്പോ ഞാനത് കോപ്പി എടുത്ത് കൈ വെക്കണോന്ന് പറഞ്ഞിരുന്നു. ഉണ്ടോ? യെസ് മാം. ഓക്കെ, എല്ലാരും ഒന്ന് എത്തിക്കോട്ടെ. 20 പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാരും വരുവായിരിക്കും അല്ലേ? 20 പേരില്ലേ നമ്മള്? എന്തൊന്നും മിണ്ടാത്ത മക്കള്? ചെയ്തു കഴിഞ്ഞില്ലേ? കഴിഞ്ഞു മാം. കഴിഞ്ഞു ചെയ്തു മാം. ചെയ്തു കഴിഞ്ഞു. 2 മണി കഴിഞ്ഞ ഒരു 3 മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. എല്ലാരും എത്തിക്കോട്ടെ. ഓക്കെ, ഈ പേപ്പർ ഒന്ന് എടുത്ത് കയ്യിൽ വെച്ചോളുവേ. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് ഒന്ന് എടുത്തോളുക. എന്നിട്ട് നോക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 0 മുതൽ 4 വരെ കിട്ടുകയുള്ളൂ. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് 10 സ്കോർ ആണ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് റോ സ്കോർ ആണ്. ഓർത്തിരിക്കുക കേട്ടോ. നിങ്ങൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്തപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് റോ സ്കോർ ആണ്. അതേസമയം നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് സ്റ്റെൻ സ്കോർ ആണ്. സ്റ്റെൻ സ്കോർ എന്ന് പറയുമ്പോൾ 1 മുതൽ 10 വരെ ഉണ്ട്. നിങ്ങൾക്ക് റോ സ്കോറേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് 0 മുതൽ 4 വരെ വരികയുള്ളൂ. അപ്പം മിഡിലില് 5, 6 എന്ന് എഴുതിയിരിക്കുന്നിടത്ത് നമ്മൾ 2 എന്ന് എഴുതണം. ഞാൻ അങ്ങനെ ഒരു പേപ്പർ കൂടെ നിങ്ങൾക്ക് അന്ന് ഇട്ട് തന്നായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഒന്നുകൂടെ ഇട്ട് തരാം കേട്ടോ. കാരണം ഒരാൾ ചെയ്ത് കഴിഞ്ഞതും കൂടി ഒന്ന് ഇട്ട് തരാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഇപ്പൊ നിങ്ങൾ പഠിച്ചോളൂ. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് 5, 6 എന്നുള്ളിടത്ത് നമ്മൾ 2 എന്ന് എഴുതണം. 5, 6 എന്നുള്ളിടത്ത് 2 എന്ന് എഴുതുക. അതായത് ഈ 2 എന്ന് പറയുന്നത് ആവറേജ് ആണ്. 7, 8, 9, 10 എന്ന സ്ഥലത്ത് 2-ന് മുകളിലേക്ക് 4 വരെയുള്ളത്, അതായത് 2.1 മുതൽ 4 വരെ. 1 മുതൽ 4 വരെ സ്കോർ കാണിച്ചിരിക്കുന്നിടത്ത് 2-ന് താഴേക്ക്, അതായത് 0 മുതൽ എവിടം വരെ വരും? 1.99 വരെയൊക്കെ അല്ലെ? അങ്ങനെ, അതായത് 2-ന് താഴേക്കുള്ള എല്ലാം 1 മുതൽ 4 വരെയുള്ളിടത്ത് വരും. 2-ന് മുകളിലോട്ടുള്ളത് 7, 8, 9, 10 എന്ന് പറഞ്ഞ സ്ഥലത്തും വരും. ഓക്കെ, 5-ന്റെ 6-ന്റെ സ്ഥാനത്ത് 2, ദെൻ അത് റോ സ്കോർ ആണ്. കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ മയക്കി വെച്ചിട്ടില്ല. ഞാൻ കേൾക്കുന്നുണ്ടെന്ന് വിചാരിച്ചാണ് എടുത്തു പോകുന്നത്. ഓക്കെ,
ഇനി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്കോർ എടുക്കുക. ഒന്നാമത്തേതിന് അതില് 2-ൽ താഴെയാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ ഫാക്ടേഴ്സിൽ വരുന്നത് നിങ്ങൾ റിസർവ്ഡ് ആണ്, ഡിറ്റാച്ച്ഡ് ആണ്. കാണുന്നുണ്ടോ? 2-ന് മുകളിലേക്കാണെങ്കിൽ ഔട്ട് ഗോയിങ് ആണ്. കിട്ടിയോ? അപ്പൊ ആ ഒരു ട്രേറ്റ് വരേണ്ടത് 2-ന് മുകളിലേക്കാണ്. ഓക്കെ, എ എന്നൊരു ഫാക്ടറിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് 2-ന് മുകളിലേക്കോ ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. മുകളിലേക്ക് കിട്ടുന്നത് നല്ലതാണെന്നോ താഴേക്ക് കിട്ടുന്നത് മോശമാണെന്നോ ഒന്നും ഇല്ല. പക്ഷെ ഈ ഒരു ട്രേറ്റ് അനുസരിച്ച് നമുക്ക് കിട്ടേണ്ടത് 2-ന് മുകളിലേക്കാണ്. 2-ന്റെ താഴേക്ക് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ബി ആണ്. രണ്ടാമത്തേതിന്റെ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് ബി ആണ്. നിങ്ങൾ എപ്പോഴും നോക്കുമ്പം ആവറേജിന്റെ അവിടെ വെച്ച് നോക്കണം. 2-ന് താഴേക്കാണ് ബിക്ക് കിട്ടിയതെങ്കിൽ ലെസ് ഇന്റലിജന്റ് ആണ്. 2-ന് മുകളിലേക്കാണ് രണ്ടാമത്തേതിന് കിട്ടിയതെങ്കിൽ മോർ ഇന്റലിജന്റ് ആണ്. അപ്പൊ സാധാരണഗതിയിൽ നിങ്ങളിപ്പോ സൈക്കോളജി സ്റ്റുഡൻസും കൂടിയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ടത് 2-ന് മുകളിലേക്കാണ്, മോർ ഇന്റലിജന്റ് ആണ് കിട്ടേണ്ടത്. ഓക്കെ, ഇനി മൂന്നാമത്തേത് വരുന്നത് 2-ന് താഴേക്കാണെങ്കിൽ അഫക്റ്റഡ് ബൈ ഫീലിങ്സ്, ഇമോഷണലി ലെസ് സ്റ്റേബിൾ എന്നാണ് പറയുന്നത്. അപ്പം മൂന്നാമത്തേതിന് ഇമോഷണലി സ്റ്റേബിൾ ആണ് കിട്ടേണ്ടത്. അപ്പൊ 2-ന് മുകളിലേക്കാണ് വരേണ്ടത്. അപ്പൊ 1, 2, 3 നമ്മളിപ്പോ നോക്കിയപ്പോ 2-ന് മുകളിലേക്കായിരുന്നു വരേണ്ടത്. ഇനി നമുക്ക് നോക്കാം നാലാമത്തേത് നോക്കുമ്പോ ഹംബിൾ, മൈൽഡ്, ഈസിലി ലെഡ് കാണുന്നുണ്ടല്ലോ. അതായത് സബ്മിസീവ് ആണ് കാണുന്നത് താഴേക്ക്. മുകളിലേക്ക് കാണുന്ന അസർട്ടീവ്, അഗ്രസീവ് ഒക്കെയാണ്. അപ്പൊ നമ്മൾ ഡോമിനൻസ് ആയിട്ട് നിൽക്കുന്ന ക്യാരക്ടറെ. അപ്പം ഈയില്, അതായത് നാലാമത്തേതിൽ വരേണ്ടത് 2-ന് താഴേക്കോ ആണ്. 2-ന് മുകളിലേക്ക് പോകാൻ പാടില്ല, അഗ്രസീവ് ബിഹേവിയർ ആകാൻ പാടില്ല. ഡോമിനൻസ് ആയിട്ടാണ് നിൽക്കുന്ന ബിഹേവിയർ ആണ് കേട്ടോ. അഗ്രസീവ് ആവാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ അത് 2-ന് കുറച്ച് താഴെയോ ആയിട്ട് വരണം. ഇനി അടുത്തത് അഞ്ചാമത്തതാണ് എഫ് ആണ്. എഫില് വന്നിട്ട് 2-ന് മുകളിലേക്കാണെങ്കിൽ ഹാപ്പി, ഗോ ലക്കി, എന്തൂസിയാസ്റ്റിക് എന്നുള്ളതാണ്. അപ്പൊ അവിടെ വരേണ്ടത്, താഴേക്കാണെങ്കിൽ സീരിയസ് ആണ്. അപ്പം ഇതില് വരേണ്ടത് 2-ന് മുകളിലേക്കോ ആണ് വരേണ്ടത്. അടുത്തത് ആറാമത്തത് ജിയില് വന്നിട്ട് 2-ന് താഴേക്കാണെങ്കിൽ വീക്കർ സൂപ്പർ ഈഗോ സ്ട്രെങ്തും 2-ന് മുകളിലേക്കാണെങ്കിൽ സ്ട്രോങ്ങർ സൂപ്പർ ഈഗോ സ്ട്രെങ്തുമാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് വരേണ്ടത് ആവറേജിലാണ് വരേണ്ടത്. ആവറേജ് എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പം ഇത്രയും നേരം കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജി ഫാക്ടർ അവിടെ ജിയുടേത് വന്നപ്പം എന്താണ്, അത് ആവറേജിൽ നിൽക്കണം. ഓക്കെ, ദെൻ എച്ച് താഴേക്കാണ് വരുന്നതെങ്കിൽ, അതായത് 2-ൽ താഴെയാണെങ്കിൽ ഷൈ ആയിരിക്കും, സെൻസിറ്റീവ് ആയിരിക്കും. എച്ച് 2-ന് മുകളിലേക്കാണെങ്കിൽ സോഷ്യലി ബോൾഡ് ആയിരിക്കും. അപ്പം എച്ചിന്റെ ആ ഒരു ഫാക്ടർ വരേണ്ടത് 2-ന് മുകളിലേക്കോ ആണ്. ഏഴാമത്തേതാണ് കേട്ടോ എച്ച് വരുന്നത്. ഏഴാമത്തത് വരേണ്ടത് 2-ന് കുറച്ച് മുകളിലോട്ടോ. ദെൻ ഐ താഴേക്കാണെങ്കിൽ ടഫ് മൈൻഡഡ് ആണ്. ദെൻ മുകളിലേക്കാണെങ്കിൽ ടെൻഡർ മൈൻഡഡ് ആണ്, സെൻസിറ്റീവ് ആണ്, ഓവർ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പം ഐ വരേണ്ടത് 2-നും 3-നും ഒത്തിരി, 2-നോട് അനുബന്ധിച്ച് 3 പോവണ്ട കേട്ടോ. ഓവർ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല. അപ്പൊ 2-നും കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് 2-ന് താഴെ നിന്നാ മതി. ഐ 2-ന് താഴെയോ നിന്നാ മതി കേട്ടോ. അടുത്തത് എല്ല്. അക്ഷരം കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ല് 2-ന് താഴെയാണെങ്കിൽ ട്രസ്റ്റിംഗ് ആണ്, 2-ന് മുകളിലേക്കാണെങ്കിൽ സസ്പീഷ്യസ് ആണ്. അപ്പം 2-ന് താഴെയോ നിന്നാ മതി എൽ എന്ന് പറയുന്ന അത്. എത്രാമത്തെ വരുന്നതിനോട് നോക്കിക്കോളൂ.
9ാമത്തെ നമ്പറിലാണ് വരുന്നത് കേട്ടോ എല്ല്. അപ്പം അത് രണ്ടോ രണ്ടിന് താഴോട്ടോ. സസ്പീഷ്യസ് എന്ന് പറയുമ്പം ഹാർഡ് ടു ഫോൾ എന്നാണെങ്കിൽ പോലും നമ്മുടെ ആ എറിക് തിയറിയും കൂടെ നമ്മൾ നോക്കണം. ആരെയും വിശ്വസിക്കാത്ത ആള്, അപ്പൊ അതൊരു വലിയ പ്രശ്നമായിട്ട് വരും. അതുകൊണ്ട് അത് 4ലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിട്ട് വരും. അപ്പൊ 2, 2.5 ഇനി താഴോട്ട് നിൽക്കാം കേട്ടോ. ഒത്തിരി താഴേക്കും വരാൻ പാടില്ല. ദെൻ അടുത്തത് എം. അത് പ്രാക്ടിക്കലാണ്. 2ന് താഴെയാണെങ്കിൽ, 2ന് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഇമാജിനേറ്റീവ് ആണ്. അത് 2ഓ 2ന് താഴെയോ നിൽക്കണം. 10ാമത്തെയാണ് കേട്ടോ എം വന്നിരിക്കുന്നത്. എം 10ാമത്തേതിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് 2ഓ 2ന് താഴെയോ നിൽക്കണം. ദെൻ 11ാമത്തെ ഐറ്റമായിട്ട് വരുന്നത് എൻ ആണ്. എൻ 2ന് മുകളിലേക്കാണെങ്കിൽ സോഷ്യലി അവെയർ ആണ്, പോളിഷ്ഡ് ആണ്. 2ന് താഴേക്കാണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ജെന്യുവിൻ ആണ്, ബട്ട് സോഷ്യലി ക്ലംസി എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് വരണം, ഒത്തിരി പോളിഷ്ഡ് ആയിട്ടുള്ള ആളും ആകരുത് ബിഹേവിയറിൽ. അപ്പൊ 2നും 3നും ഇടയ്ക്ക് നിൽക്കത്തക്ക രീതിയിൽ വേണം എന്ന് വരാൻ. നെക്സ്റ്റ് ഓ ആണ് വരുന്നത്. ഓ വന്നിട്ട് 2ന് മുകളിലേക്കാണെങ്കിൽ ആള് അപ്രിഹെൻസീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇൻസെക്യൂർ ആണ്, വറീഡ് ആണ്. ദാറ്റ് മീൻസ് ഡിപ്രഷനിലേക്ക് പോകാനുള്ള ഒരു ക്യാരക്ടർ അവിടെ കാണുന്നുണ്ട്. അപ്പൊ എവിടെ നിൽക്കണം, 2ഓ 2ന് താഴെയോ വേണം നിൽക്കാൻ വേണ്ടിയിട്ട്. ഓ എന്ന ആ ഒരു ഫാക്ടറിൽ എത്രാമത്തെ നമ്പറാണ്, 12ാമത്തെ നമ്പർ കേട്ടോ. 12ാമത്തെ നമ്പറിൽ വരുമ്പോ എങ്ങനെ വരണം, 2ഓ 2ന് താഴെയോ നിൽക്കണം. ദെൻ Q1 വന്നിട്ട് 2ന് താഴെയാണെങ്കിൽ ട്രഡീഷണൽ ഐഡിയാസ് ആണ്, 2ന് മുകളിലാണെങ്കിൽ എക്സ്പെരിമെന്റ് ആണ്, ലിബറൽ ആണ്, ഫ്രീ തിങ്കിങ് ആണ്. ഇവിടെ ക്യാരക്ടർ നോക്കുമ്പോൾ Q1 നോക്കുമ്പോൾ 2ന് മുകളിലേക്ക് എന്നാൽ 4ൽ എത്തുകയും വേണ്ട. 4ലേക്കൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും എത്തിയും വേണ്ടെന്ന് ഞാൻ പറയണില്ല, നിങ്ങൾ നോക്കിക്കോളുക. ലിവിങ് ടുഗദർ ഒക്കെ നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും കേട്ടോ. അത് നിങ്ങൾ തീരുമാനിക്കുക. ദെൻ നെക്സ്റ്റ് Q2 ഗ്രൂപ്പ് ഡിപ്പെൻഡന്റ് 2ന് താഴേക്ക് വന്നാല്, 2ന് മുകളിലേക്ക് വന്നാല് സെൽഫ് സഫിഷ്യന്റ് ആണ്. അപ്പൊ 2ന് മുകളിലേക്ക് വരണം. ദെൻ Q3യില് 2ന് മുകളിലേക്ക് വരികയാണെങ്കിൽ കൺട്രോൾഡ് ആണ്, എക്സൈറ്റിംഗ് വിൽ പവർ ഉണ്ട്, സോഷ്യലി പ്രിസൈസ് ആണ്, ആ രീതിയിലുള്ളതാണ്. ഹൈ സ്ട്രെങ്ത് ആണ്, സെൽഫ് സെറ്റിൽമെന്റ് ആണ്. അപ്പൊ Q3 എങ്ങനെ വരണം, 2ന് മുകളിലേക്ക് വരണം. ദെൻ 2ന് താഴേക്ക് വരരുത്, അൺഡിസിപ്ലിൻഡ് ആണ്, സെൽഫ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതുകൊണ്ട് Q3 2ഓ 2ന് മുകളിലേക്കോ പോകണം. ദെൻ Q4 വന്നു, ഏറ്റവും ലാസ്റ്റ് 16th ഐറ്റം ആയിരിക്കും അവിടെ വന്നിരിക്കുന്നത്. അത് 2ന് താഴേക്ക് വേണം വരാൻ, 2ന് മുകളിലേക്ക് പോകാൻ പാടില്ല. 2ന് മുകളിലേക്ക് പോയാൽ ടെൻസ്ഡ് ആണ്, ഫ്രസ്ട്രേറ്റഡ് ആണ്, അത് വരാൻ പാടില്ല. അപ്പൊ 2ന് താഴെ വേണം നിൽക്കാൻ. ഈ 2 എന്ന് പറയുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റുന്നതാണ്. നമ്മൾ പറയല്ലേ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ എന്നൊക്കെ പറഞ്ഞ പോലെ, അത് ഏത് സൈഡിലേക്ക് വേണേലും വിടാവുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അതാണ് ഈ ആവറേജ് ആയിട്ട് നിൽക്കുന്നത്. നമുക്ക് 0 മുതൽ 4 വരെയാണ് നമ്മുടെ റോ സ്കോർ തന്നിരിക്കുന്നത്. ആ റോ സ്കോറിനെ മിഡിലിൽ വന്നിരിക്കുന്നതാണ് 2. അപ്പൊ നമുക്ക് 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് തന്നിട്ട് അത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് റോ സ്കോർ തന്നിരിക്കുന്നത് 0 മുതൽ 4 വരെയാണ്. അപ്പൊ ഈ 0 മുതൽ 4 വരെയിലെ മിഡിൽ ആവറേജിൽ നിൽക്കുന്നത് 2 ആണ്. അപ്പൊ നമുക്ക് ഹൈ സ്കോർ ഡിസ്ക്രിപ്ഷനും തന്നിട്ടുണ്ട്, ലോ സ്കോർ ഡിസ്ക്രിപ്ഷനും തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയത് നിങ്ങൾക്ക് വരച്ചു നോക്കാം. വരച്ചിട്ട് നിങ്ങൾ ഇത് വരയ്ക്കുമ്പം, ഇത് എടുത്തിട്ട് വരയ്ക്കുമ്പോൾ ആദ്യം 0 മുതൽ 2 വരുമ്പോ ആവറേജ് ആണ്, നടുക്ക് ABCD എഴുതിയിരിക്കുന്നിടത്ത് 2 ആണ് വരുന്നത്. അവിടെ ഒരു ഷെയ്ഡ് കൊടുത്തിട്ട് അത് അതിന്റെ മുകളിൽ 2 ആക്കുക. 2ന് മുകളിലേക്ക് 3ഉം 4ഉം ഒക്കെ അതിനിടയ്ക്ക് എന്തൊക്കെ പോയിന്റുകൾ വരുന്നുണ്ടോ അതൊക്കെ ഹൈ സ്കോറിലേക്ക് വരും. അപ്പൊ ലോ സ്കോറും വരും, ഹൈ സ്കോറും വരും. അപ്പൊ മുകളിൽ ടൈറ്റിൽ കൊടുക്കേണ്ടത് റോ സ്കോർ എന്ന് തന്നെ കൊടുക്കണം, സ്റ്റെൻ സ്കോർ അല്ല, റോ സ്കോർ എന്ന് തന്നെ നിങ്ങൾ എഴുതുമ്പോൾ. എന്നിട്ട് നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ചെയ്തത് നിങ്ങളുടേത് മാത്രമാണ്, പക്ഷെ നിങ്ങൾ ഇതൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. വീട്ടില് 16 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള ഒരാൾക്ക് ഇത് ചെയ്യിപ്പിക്കണം. അതിനകത്തെ ക്വസ്റ്റ്യനെയർ അതിനകത്താണുള്ളത്. അതിനകത്ത് പോയിട്ട് നിങ്ങൾ അവരെ കൊണ്ട് ഇരുത്തി ചെയ്യിപ്പിച്ചിട്ട് അവരുടെ സ്കോർ എടുത്തിട്ട് അത് ഇന്റർപ്രറ്റ് ചെയ്ത്
എഴുതണം നിങ്ങൾ എഴുതുമ്പോൾ. ഓക്കെ, ഞാൻ പറഞ്ഞതൊക്കെ കേട്ടില്ലേ? യെസ് പറയൂ. മാം കേട്ടു. ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. ചോദിച്ചോളൂ മോളെ. അതാണ് ഈ വരയ്ക്കണം എന്ന് പറഞ്ഞല്ലോ. ഇത് പ്രിന്റ് അത് എടുത്താൽ മതി. പ്രിന്റ് എടുക്കുമ്പോൾ പക്ഷെ പ്രിന്റ് എടുക്കാൻ കൊടുക്കുമ്പോൾ 1 2 3 4 5 എന്നുള്ളത് വൈറ്റ്നർ കൊണ്ട് മായ്ക്കുക. ഇതെല്ലാം ഈ നമ്പേഴ്സ് എല്ലാം വൈറ്റ്നർ കൊണ്ട് മായ്ക്കുക. എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് 10 സ്കോർ എന്നുള്ള ഈ ഒരു കോളത്തിലുള്ളതെല്ലാം വൈറ്റ്നർ കൊണ്ട് മായ്ക്കുക. എന്നിട്ട് നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? 0 മുതൽ 4 വരെ റോ സ്കോർ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ടൈറ്റിലില് റോ സ്കോർ എന്ന് എഴുതണം. എന്നിട്ട് 0 മുതൽ 2 വരെ 1.99 വരെ അല്ലേ, അവിടെ ലോ സ്കോറിന്റെ അവിടെ എഴുതണം. ദെൻ 2 മുകളിലേക്ക് 4 വരെ ഹൈ സ്കോർ എന്നുള്ളിടത്തും എഴുതണം. അത് നിങ്ങൾ വേണം ചെയ്യാൻ. ഈ പേപ്പർ നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുക്കാം, ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്. ദെൻ ഡിസ്ക്രിപ്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ആരെ കൊണ്ടാണോ ചെയ്യിപ്പിക്കുന്നത് അവരെ കൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ മാർക്ക് ഇതിൽ പോയിന്റ് ചെയ്തിട്ട് ഈ പേപ്പർ തന്നെ, ഈ സ്കോറിംഗ് ഷീറ്റ് തന്നെ നിങ്ങൾ വെക്കുന്നതിനകത്ത് വെക്കാം. പക്ഷെ ഡിസ്ക്രിപ്ഷനിൽ എഴുതേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഇതിനകത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇതിനകത്തെല്ലാം കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് 16 ഫാക്ടേഴ്സ് എന്ന്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ തന്നെ എഴുതണം. സ്റ്റെൻ സ്കോറിലേക്ക് ഒരിക്കലും മാറ്റാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. റോ സ്കോർ വെച്ച് തന്നെ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് ഓഫ്ലൈനിൽ ചെയ്യിക്കുമ്പോൾ സ്റ്റെൻ സ്കോർ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷീറ്റ്. ഇതേ ഷീറ്റ് തന്നെ നമ്മൾ റോ സ്കോറിൽ എടുക്കുമ്പോൾ മിഡിലിൽ 2 വരുന്നു, 5ന്റെയും 6ന്റെയും സ്ഥാനത്ത് 2 വരുന്നു. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. മാഡം, ഇത് ഒരു സംശയമുള്ളത്, ഇപ്പൊ എന്റെ സ്കോർ ഇപ്പോ എക്ക് അഗൻസ്റ്റ് 1 ആണെങ്കിൽ എവിടെ 1 2 3 4 എന്നുള്ളതിൽ എവിടെ പോയി മാർക്ക് ചെയ്യണം? അതിനെ നിങ്ങൾ 1 മുതൽ ഈ ഒരു സ്പേസിനെ നിങ്ങൾ 1 മുതൽ 2 വരെ ആക്കിയെടുക്കണം. അത് നിങ്ങളാണ് ആക്കിയെടുക്കേണ്ടത്. 0 then 0.5 1 1.5 ആക്കാൻ മേലെ അങ്ങനെ ഡിവൈഡ് ബൈ 4 ചെയ്യണം. യെസ്, അതുപോലെ തന്നെ മുകളിലേക്കുള്ളതും അതുപോലെ ചെയ്യുക. 5നെയും 6നെയും നമ്മൾ 2 ആക്കി വെച്ചു. ഓക്കെ, എന്നിട്ട് അത് വരയ്ക്കാം കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണോ കിട്ടിയിരിക്കുന്നത് 1 2ലേക്ക് 2 3ലേക്ക് ഇങ്ങനെ വരച്ചു വെച്ച് കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവർ ഏതൊക്കെ ക്യാരക്ടറാണ് ഹൈയിൽ നിൽക്കുന്നത്, ഏതൊക്കെ ക്യാരക്ടറാണ് ലോയിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഇതിൽ നോക്കി നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ഈ ഒരൊറ്റ ഷീറ്റ് കൊണ്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഹയർ സൈഡില് 2 to 4 വരെയാണോ പോണത്? യെസ്, 2 കഴിഞ്ഞിട്ട് 2.5 3 3.5 then 4. ഓക്കെ, അതിൽ നമുക്ക് റോ സ്കോറിൽ 4 വരെയാണ് ഹൈയസ്റ്റ് കിട്ടുള്ളൂ, അതിന് മുകളിലേക്ക് കിട്ടൂല. അതിന് മുകളിലേക്ക് കിട്ടില്ല. മോൻ ചെയ്ത് നോക്കിയായിരുന്നല്ലോ, അതിന്റെ മുകളിലേക്ക് റോ സ്കോർ ഇല്ല നമുക്ക്. ശരി. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഷീറ്റ് എടുത്ത് വെക്കുകയാണേ. ചെയ്യണം കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വോയിസ് മെസ്സേജിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞു തരുവേ. ഇനി അവിടെ കൊണ്ട് അവസാനിച്ചിട്ടില്ല. ഇനി പേഴ്സണാലിറ്റി എന്താണ്, ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി ഉണ്ട്. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകാം, കേട്ടോളൂ. പേഴ്സണാലിറ്റി ആദ്യം വന്നിട്ട് പേഴ്സണാലിറ്റിയുടെ എന്താണ് ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി ഉണ്ട്. കുറേയധികം പേഴ്സണാലിറ്റി ഉണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ എന്താണെന്ന് അറിയണം. എന്നിട്ട് വേണം നമുക്ക് 16 PFയിൽ എത്താൻ വേണ്ടിയിട്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച്, ആർഷഭാരത സംസ്കാരം നമ്മൾ പറയലേ, അതനുസരിച്ച് നമ്മൾ പേഴ്സണാലിറ്റിയെ ഡിവൈഡ് ചെയ്തത് പഞ്ചഭൂതങ്ങളെ ആസ്പദമാക്കി, വായു ജലം അങ്ങനെ പറഞ്ഞിട്ട് പഞ്ചഭൂതങ്ങളെ ആസ്പദമാക്കിയിട്ടായിരുന്നു. പിന്നെ അതിനെ ആസ്പദമാക്കി വാത പിത്ത കഫ ഈ 3 എണ്ണത്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ പേഴ്സണാലിറ്റിയെ അന്ന് ഡിവൈഡ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് അതേ സമയത്ത് തന്നെ ഗ്രീക്ക് ഫിലോസഫിയില് അവര് ചെയ്തിരുന്നത്, ഇപ്പം ഗാലനാണേലും ദെൻ ക്രഷ്മർ ആണേലും ഷെൽഡൻ ആണേലും അവര് ഡിവൈഡ് ചെയ്ത് വേറൊരു രീതിയിലായിരുന്നു. അവര് ചെയ്തിരുന്ന രീതി എന്ന് പറഞ്ഞു കഴിയുമ്പം എന്താ പറയാ, ഹിപ്പോക്രാറ്റസിന്റെ കാലത്ത് നമ്മുടെ ശരീരത്തിലുള്ള ഫ്ലൂയിഡിനെ ബേസ് ചെയ്തിട്ട് ചെയ്തിരുന്നു. ഫ്ലൂയിഡ് എന്ന് പറയുമ്പം എന്താ പറയാ, ബ്ലഡ്, രക്തം അല്ലെ, ദെൻ യെല്ലോ ബൈൽ,
ദെൻ കഫം, എന്താ പറയാ, എന്താണെങ്കിലും ബ്ലാക്ക് ബെയിൽ, ഫ്ലഫ് എന്ന് പറയല്ലേ നമ്മൾ, അങ്ങനെ ആ രീതിയിൽ 4 ഫ്ലൂയിഡിനെ ബേസ് ചെയ്തിട്ട് അവര് പേഴ്സണാലിറ്റി അന്ന് അവർ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ബ്ലഡ് ആണ് ശരീരത്തിൽ കൂടുതലുള്ളതെങ്കിൽ വളരെ സജീവമായിട്ടുള്ള ആളായിരിക്കും. അതേസമയത്ത് യെല്ലോ ബെയിൽ ആണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളായിരിക്കും, ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. ദെൻ കഫമാണ് കൂടുതൽ വരുന്നതെങ്കിൽ, ചുമയും കഫം അങ്ങനെയുള്ളവരാണെങ്കിൽ എന്താ പറയാ, ഉദാസീനതയുള്ളവരായിരിക്കും. എല്ലാ കാര്യത്തിലും ഒരു മന്ദതയായിരിക്കും അവർക്ക് ചെയ്യാനേ. ദെൻ ബ്ലാക്ക് ബെയില് എവിടുന്ന് വരുന്നത്, കിഡ്നി. ഓക്കെ, അവിടെ അതാണ് എങ്കിൽ അശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കും. അവർക്ക് ഒരിക്കലും ശുഭാപ്തി വിശ്വാസം ഇല്ല, അവരൊക്കെ ഡിപ്രഷനിലേക്ക് പോകാൻ ചാൻസ് ഉള്ളവര് എന്ന രീതിയിൽ ആ രീതിയിൽ ഗാലന്, ദെൻ എന്താ പറയാ, ഹിപ്പോക്രാറ്റ്സ് അവരൊക്കെ പറഞ്ഞു. ദെൻ ക്രഷ്മറും ഷെൽഡനും ഒക്കെ ആണെങ്കിൽ ശരീരത്തിന്റെ പ്രകൃതി നോക്കിയിട്ട്, ദെൻ ഐസ്തനിക് ആണെങ്കിൽ എന്താ പറയും, ദുർബല ശരീരമാണെങ്കിൽ വിഷാദഭാവമായിരിക്കും, ഒരു കാര്യത്തിലും മുന്നോട്ട് വരില്ല, പുറകോട്ട് നിൽക്കും. ഇനി ലക്ഷം വണ്ണമൊക്കെ ഉള്ള, ഉയരം കുറഞ്ഞിട്ട് തടിച്ചിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ ഭയങ്കര സംസാരപ്രിയരായിരിക്കും, എവിടെയും കയറി ഇടപെടുന്നവരായിരിക്കും, എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കും. ദെൻ എന്താ പറയാ, അത്ലറ്റിക് ആയിട്ടുള്ള ശരീരപ്രകൃതി ഉള്ളവരാണെങ്കിൽ ഏതൊരു പ്രോബ്ലത്തിനെയും സോൾവ് ചെയ്യുന്നവരും എന്തിനേയും ഫേസ് ചെയ്യുന്നവരായിരിക്കും, എന്തിനും മുന്നോട്ട് വരുന്നവരായിരിക്കും. അങ്ങനെ ആ രീതിയിൽ ടൈപ്പ് പേഴ്സണാലിറ്റി, ഇത് പറഞ്ഞത് ടൈപ്പ് പേഴ്സണാലിറ്റി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും സൈക്കോ അനലിറ്റിക് തിയറി, സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് പറയുന്നുണ്ട്. ഇത് കോൺഷ്യസ് മൈൻഡ്, പ്രീ കോൺഷ്യസ് മൈൻഡ് ഓർ സബ് കോൺഷ്യസ് മൈൻഡ്, ദെൻ അൺകോൺഷ്യസ് മൈൻഡ്. അപ്പൊ ഈ രീതിയിൽ തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് പറയുന്നുണ്ട്. ദെൻ തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ പറയുന്നുണ്ട്. തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചറിൽ ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ദെൻ അതുകൂടാതെ കുറച്ചുകൂടി പേഴ്സണാലിറ്റിയിൽ കഥാരസിസും ലിബിഡോയും ഒക്കെ പറയുന്നുണ്ട്. ദെൻ അതോടൊപ്പം തന്നെ തിയറി ഓഫ് സൈക്കോസെക്സ്വൽ ഡെവലപ്മെന്റ് പറയുന്നുണ്ട് അദ്ദേഹം. ഓറൽ സ്റ്റേജ്, അനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റൻസി സ്റ്റേജ്, ദെൻ ജെൻറ്റൈൽ സ്റ്റേജ്, ഇത്രയൊക്കെ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നുണ്ട്. ആ കൂടത്തിൽ തന്നെ അദ്ദേഹം ഒഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും പറയുന്നുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തന്നെ ഫോളോവർ ആയിരുന്ന യുങ്, അദ്ദേഹം പറയുന്നത് കോൺഷ്യസ് ഈഗോ പറയുന്നുണ്ട്. ഇത് പേഴ്സണൽ അൺകോൺഷ്യസ് പറയുന്നുണ്ട്. ദെൻ ദ കളക്റ്റീവ് അൺകോൺഷ്യസ് പറയുന്നുണ്ട്. കളക്റ്റീവ് അൺകോൺഷ്യസിൽ വന്നിട്ട് ആർക്കിടൈപ്സ് അത് പറയുന്നുണ്ട്. ആർക്കിടൈപ്സിൽ ഇത് പെർസോണ, അനീമിയ, ആനിമസ്, ഇത് ഷാഡോ, ദ സെൽഫ്, ഇത്രയും കാര്യങ്ങൾ യുങ് പറയുന്നുണ്ട്. ദെൻ യുങ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കറിയാം, നിങ്ങൾ നന്നായി പഠിച്ച ചില പേഴ്സണാലിറ്റിയുടെ ഇതുണ്ട്, എറിക് എറിക്സന്റെ തിയറി. ഇതുകൂടി പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തതിൽ വരുമ്പോൾ നമുക്കത് പഠിക്കണം കേട്ടോ, ബോബോഡോൾ വരുമ്പോഴേ. എറിക് എറിക്സൺ ഒരു 8 സ്റ്റെപ്പ് പറയുന്നുണ്ട് നമ്മളോട്. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ഇൻഫാൻസിയിലുള്ളതാണ്, അതായത് ബർത്ത് മുതൽ 18 മാസം വരെ, 1.5 വയസ്സ് വരെ. ദെൻ സ്റ്റേജ് 2 പറയുന്നു ഓട്ടോണോമി വേഴ്സസ് ഷെയിം. അപ്പൊ ഷെയിം ആൻഡ് ഡൗട്ട് എന്ന് പറയുന്നുണ്ട്. ടോൾഡർഹുഡ് ആണത്. 18 മാസം മുതൽ 3 വയസ്സ് വരെ, അതായത് 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെ ഉള്ളത്. ദെൻ ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്, അത് പ്രീ സ്കൂൾ ഏജ് ആണ്. 3 വയസ്സ് മുതൽ 5 6 വയസ്സെന്ന് നമുക്ക് പറയാം. അത് പ്രീ സ്കൂൾ ഏജ് ഏതാണെങ്കിലും ഈ സമയത്താണ് നമ്മൾ അവരെ ക്രിട്ടിസൈസ് ചെയ്യുമോ, അവർ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഏജ് ആണ്. ഇമിറ്റേറ്റ് വേഴ്സ് സ്ട്രെസ് ചെയ്ത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോബോഡോളിലേക്ക് ലിങ്ക് വരും ഇതിനകത്ത്. ഇത് നമുക്ക് പേഴ്സണാലിറ്റിയിൽ വന്നു, ദെൻ അടുത്തത് നമുക്ക് ബോബോഡോളിലേക്കും പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്, അപ്പൊ അവിടെ ഒരു ഇനിഷ്യേറ്റീവില് ആണ് ഇവര് ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ പഠിക്കുന്നത്. ഈ ഒരു 2 സ്റ്റേജിലാണ്, സ്റ്റേജ് 2-ലും സ്റ്റേജ് 3-ലും. ദെൻ അടുത്തതിനകത്ത് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് വരുന്നത് 6 to 12-ലാണ്. അപ്പൊ ഇത്രയും ഒരു കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് എറിക് എറിക്സന്റെ കുട്ടികളിലേക്ക് വരുമ്പോഴേ. അവിടെ നിന്ന് പിന്നെ അതിന് ബാക്കി ഡെവലപ്മെന്റിന്റെ ഒരു ബാക്കി മാത്രമേ, എത്രയൊക്കെ നടന്നാൽ അതിന്റെ ബാക്കി അവിടെ നടക്കുന്നുള്ളൂ. അപ്പൊ 5ാമത്തെ സ്റ്റേജില് ഐഡന്റിറ്റി വേഴ്സ് റോൾ കൺഫ്യൂഷൻ വരുന്നുണ്ട്. ദെൻ 6ാമത്തെ സ്റ്റേജില് ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ വരുന്നുണ്ട്.
ദെൻ 7 ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. അപ്പോഴത്തേക്കും ഒരു 60 വയസ്സ് വരെയാണ്. 60 കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇന്റഗ്രേറ്റീവ് വേഴ്സസ് ഡിസ്പെയർ. ഈ 60 കഴിഞ്ഞുള്ള ഒരു ഏജ് ഉണ്ടല്ലോ നമുക്ക് ഓൾഡ് ഏജിൽ ചെയ്യാൻ വരുന്നത്, അപ്പോഴും ഓർത്തിരിക്കാം. ഈ 60 കഴിഞ്ഞിട്ടുള്ള ഇന്റഗ്രേറ്റീവ് വേഴ്സസ് ഡിസ്പെയറിൽ വന്നിട്ട് ഇത് നമുക്ക് ഓൾഡ് ഏജ് ചെയ്യുമ്പോഴാണ് വേണ്ടത് കേട്ടോ. ഞാൻ എങ്ങനെ ഇങ്ങോട്ട് ലിങ്കിൽ പോവാന്നേ ഉള്ളേ. അപ്പൊ ആ ഒരു ഏജിൽ വരുമ്പം ഇനി എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നവരുണ്ട്. എന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, ഇനി മരണം കാത്തിരിക്കുക, നിരാശയിലേക്ക് പോവുക. ഈ നിരാശയിലേക്ക് പോകുന്നവർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരും ജീവിക്കില്ല, മറ്റുള്ളവരെയും ജീവിക്കാൻ അനുവദിക്കുകയില്ല. അതേ സമയത്ത് അവര് റീപ്രൊഡക്റ്റീവ് ആണെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളവരുണ്ടാകും. അപ്പൊ ആ 2 രീതിയിൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ടൈപ്പ് കം ട്രേറ്റ് പേഴ്സണാലിറ്റി. ടൈപ്പ് കം ട്രേറ്റ് പേഴ്സണാലിറ്റി എന്നും പറഞ്ഞ ഒന്നുണ്ട്. അതിൽ വരുന്നത് ഐസക്കിന്റെ പേഴ്സണാലിറ്റിയാണ് വരുന്നത്. ഐസക്കിന്റെ പേഴ്സണാലിറ്റിയില് ഐസക്കിന്റെ പേഴ്സണാലിറ്റി ക്വസ്റ്റ്യനെയർ ഉണ്ട്. അതിനകത്ത് നിങ്ങൾ ഓഫ്ലൈൻ ഒക്കെ ആയിരുന്നെങ്കിൽ നിങ്ങൾക്കത് പഠിക്കാനുണ്ടായിരുന്നു. അതിനകത്ത് ചിലത് ഒരു 100 ക്വസ്റ്റ്യൻ ഉള്ളതുണ്ട്, 90 ക്വസ്റ്റ്യൻ ഉള്ളതുണ്ട്. ഏറ്റവും പുതിയ വെർഷൻ 90 ക്വസ്റ്റ്യനോ മറ്റുമാണെന്ന് തോന്നുന്നുള്ളത്. അതിനകത്ത് ഒരു വ്യക്തിയുടെ എക്സ്ട്രോ വേർഷനും ഇൻട്രോ വേർഷനും ദെൻ ന്യൂറോട്ടിക് ആണോ സൈക്കോട്ടിക് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ടൈപ്പ് കം ട്രേറ്റ് പേഴ്സണാലിറ്റി. ട്രേറ്റിൽ എത്തിയിട്ടില്ല എന്നാൽ ടൈപ്പ് കം ട്രേറ്റ് പേഴ്സണാലിറ്റി എന്നാണ് ഐസക്കിന്റെ പേഴ്സണാലിറ്റിയിൽ അറിയപ്പെടുന്നത്. അതിനകത്താണ് ഈ ടെസ്റ്റുകൾ ചെയ്യാനുള്ളത് കേട്ടോ, ഐസക്കിന്റെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട് കാറ്റൽസ് ട്രേറ്റ് തിയറി. കാറ്റലിന്റെ ട്രേറ്റ് തിയറി വന്നിട്ടാണ് നമ്മൾ 16 PF പോയത്. കാറ്റലും ആൽപോർട്ടും ഏകദേശം ഒരേപോലെ തിയറി പറഞ്ഞതാണ്. അതിനകത്ത് എന്താ പറയാ, ആൽപോർട്ട് പറയുന്നുണ്ട് കാർഡിനൽ ട്രേറ്റ്സ്. കാർഡിനൽ ട്രേറ്റ്സ് എന്ന് പറയുമ്പം നമ്മള് ഏറ്റവും കൂടുതലായിട്ട് ഒരു വ്യക്തിയിൽ ഏതാണോ കാണുന്നത്, ഇപ്പം ഗാന്ധിജി നോൺ വയലൻസ് എന്ന് നമ്മൾ ഓർത്തിരിക്കുന്ന പോലെ. ദെൻ സെൻട്രൽ ട്രേറ്റ്സ് പറയുന്നുണ്ട്, ആൽപോർട്ടിന്റെ ആണ് ആദ്യം പറയുന്നത്. ദെൻ സെൻട്രൽ ട്രേറ്റ്സ് എന്ന് പറയുന്നുണ്ട്, അതിനോടനുബന്ധിച്ച് നമുക്ക് വേറെ കുറച്ച് സ്വഭാവ ഗുണങ്ങളും കൂടി കാണുന്നുണ്ടാകും. ഒരു ട്രേറ്റ് ഏറ്റവും കൂടുതലായിട്ട് ആ വ്യക്തിയെ അറിയാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. അപ്പം അതിനോടനുബന്ധിച്ച് വരുന്നതാണ് ഹോണസ്റ്റി, കൈൻഡ്നെസ്, അങ്ങനെ ഒരു 5-6 ബിഹേവിയർ കൂടെ ചിലപ്പോൾ ഇതിനോടനുബന്ധിച്ച് വരും. ദെൻ സെക്കൻഡറി ട്രേറ്റ്സ്, ഇതൊരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ മാത്രമായിട്ടാണ് കണ്ടുവരുന്നത്. ഇനി ആൽപോർട്ടിന്റെ കഴിഞ്ഞാൽ കാറ്റലിലേക്ക് നമുക്ക് വരാവേ. കാറ്റിൽ പക്ഷെ 3ആയിട്ടല്ല 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അവിടെ കോമൺ ട്രേറ്റ്സ് ഉണ്ട്, പോപ്പുലേഷനിൽ വൈഡ് ആയിട്ട് കാണുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓണസ്റ്റി, അഗ്രഷൻ, കോർപ്പറേഷൻ എക്സെട്ര, അത് കോമൺ ട്രേഡ്സിൽ വരുവേ. ദെൻ യൂണിക് ട്രേഡ്സ്, സം ട്രേഡ്സ് യൂണിക് ആയിട്ട് കാണുന്ന ടെമ്പറമെന്റൽ ട്രേഡ്സ്, ഇമോഷണൽ റിയാക്ഷൻസ്, ഇതൊക്കെയാണ് അതിനുള്ള എക്സാമ്പിൾസ്. ദെൻ സർഫേസ് ട്രേഡ്സ്. സർഫേസ് ട്രേഡ്സ് എന്ന് പറയുമ്പോൾ ക്യൂരിയോസിറ്റി, ഡിപ്പെൻഡബിലിറ്റി, ടാക്ട്ഫുൾനെസ് പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇതാണ് സർഫേസ് ട്രേഡ്സ്. ദെൻ സോഴ്സ് ട്രേഡ്സ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡോമിനൻസ്, സബ്മിഷൻ, ഇമോഷണാലിറ്റി എക്സെട്ര. അപ്പം ഈ കാറ്റലിന്റെ ട്രേറ്റ് തിയറി എന്താണ് എന്നുള്ളത് പറയണം. കാറ്റലും ആൽപോർട്ടും എപ്പോഴും ഒരുമിച്ച് നിൽക്കുന്നവരാണെന്നുള്ളത് ഓർക്കുക. ഒരേപോലെയാണ് അവരുടെ ഒരാൾ 3ആയിട്ട് തരംതിരിച്ചു, ഒരാൾ 4ആയിട്ട് തരംതിരിച്ചു, ഒരേപോലെ. ദെൻ ഇനി നമ്മൾ എങ്ങോട്ട് എത്തണം, കാറ്റലിന്റെ 16 PF എത്തണം. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പൊ നമ്മൾ പേഴ്സണാലിറ്റി എന്താണെന്ന് എഴുതണം, പേഴ്സണാലിറ്റിയോടെ അനുബന്ധിച്ചുള്ള എഴുതണം. ഇനി ഒന്ന് നമുക്ക് നോക്കാം, ഇത് സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണ്, എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇതിനിടയ്ക്ക് വഴി മെസ്സേജ് ഇട്ടാൽ ഞാൻ കാണില്ലേ. ഇട്ട് തന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് 16 PF, ഒന്ന് നോക്കിക്കോളുവേ. അസസ്മെന്റ് ഓഫ് 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് എന്ന് നമ്മൾ ടൈറ്റിൽ എഴുതി. ടൈറ്റിൽ കഴിഞ്ഞ് നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതുന്നു. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പേഴ്സണാലിറ്റി എന്താണെന്ന് എഴുതണം, 16 PF എന്താണെന്ന് എഴുതണം, കാറ്റൽ പേഴ്സണാലിറ്റിയെ കുറിച്ച്, ട്രേറ്റ് പേഴ്സണാലിറ്റിയെ കുറിച്ച് കാറ്റൽ എന്താണ് പറഞ്ഞതെന്നുള്ളത് എഴുതണം. ഞാനിപ്പോ ക്ലാസ്സിൽ പറഞ്ഞു, നിങ്ങളൊന്നുകൂടെ ബുക്കിൽ നോക്കുക കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇത് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് എയിമാണ്. എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? ടു മെഷർ ദി റിലേറ്റീവ് സ്ട്രെങ്ത്സ് ഓഫ് 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഓഫ് ദി പാർട്ടിസിപ്പന്റ്. എഴുതി തന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യില്. ദെൻ 16
ഓക്കെ. ദെൻ മെത്തേഡില് നമ്മൾ പാർട്ടിസിപ്പൻസ് പ്രൊഫൈല്, എക്സ്പെരിമെന്റ്സ് പ്രൊഫൈല്, മെറ്റീരിയൽസ് നമുക്ക് PF ക്വസ്റ്റ്യൻ കിട്ടും. ദെൻ റെസ്പോൺസ് ഷീറ്റ് കിട്ടും. ഇതിനകത്താകുമ്പോൾ പ്രൊഫൈൽ ഷീറ്റ്, നോംസ്, സ്റ്റെൻസില്, സ്കോറിങ് എന്തൊക്കെയാണോ നമ്മൾ ഉപയോഗിച്ചത് അതെല്ലാം മെറ്റീരിയൽസിൽ എഴുതണം കേട്ടോ. ദെൻ പെൻസില്, സ്കെയില്, റേസർ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചോളൂ മക്കളെ. ദെൻ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റില് ബുക്ക്ലെറ്റ് വേണം. ഇത് ആരാണിത് ഡെവലപ്പ് ചെയ്തെന്നുള്ളത് വേണം കേട്ടോ. ഇരിക്കുന്നതിനകത്ത് മുഴുവൻ കാണുന്നില്ലല്ലോ. ഓക്കെ. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റ് കഴിഞ്ഞാല് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്രൊസീജിയർ. എങ്ങനെയാണ് നമ്മൾ അവരോട് ഇരിക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ ഒന്നും ഇതിനകത്ത് കാണുന്നില്ലല്ലോ. ഞാൻ ഇട്ട് തന്നതിനകത്ത് എന്തുകൊണ്ടാ കാണാത്തതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്താ കാണാത്തതെന്ന് അവർ ഇട്ട് തന്നതിനകത്ത്. എനിവേ ഞാൻ പറഞ്ഞു പോകാം. അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്രിപ്പറേഷൻ വേണം അതിനകത്ത്. നമ്മൾ അവരോട് എല്ലാ സാധനങ്ങളും ഇവര് നമ്മളുടെ മുമ്പിൽ വരുമ്പോഴത്തേക്കും, ദാറ്റ് മീൻസ് നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യനെയർ അല്ല ഉള്ളത്, ഇത് റെഡിയാക്കി വെക്കണം. എന്നിട്ട് ഇതിനകത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം. ദെൻ അറ്റ്മോസ്ഫിയർ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കണം. സൈക്കോളജിക്കൽ ടെസ്റ്റിന്റെ എല്ലാം ഒരേപോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ അവരിത് ചെയ്യുന്നു. ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് നമ്മളുടെ കയ്യിൽ കിട്ടുന്നു. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വരച്ചു വെക്കുന്നു. വരച്ചു വെക്കേണ്ടതിന് പകരം നിങ്ങൾ ഇത് ഈ ഒരെണ്ണം വെച്ചാലും മതി. ഇങ്ങനെ ഇതുപോലെ ഒരെണ്ണം വെച്ചാലും മതി. ഒന്നുകിൽ നിങ്ങൾ വരച്ചു വെക്കുക, അല്ലെങ്കിൽ ഈ സാധനം സ്റ്റാഫ്ലർ ചെയ്ത് വെക്കുക. അതാണ് ടേബിൾ 1 ഷോസ് ദ റിസൾട്ട് ഓഫ് ദി പാർട്ടിസിപ്പന്റ്. ഇതിനകത്ത് വന്നു കഴിഞ്ഞു. ദെൻ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എടുത്തെഴുതാമേ റിസൾട്ട്. ദെൻ നെക്സ്റ്റ് റിസൾട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കഷനിലെ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ ഇമ്മീഡിയറ്റ് റിസൾട്ട് എഴുതും. റിസൾട്ട് എഴുതുമ്പം എഴുതുകയാണ് ആദ്യത്തെ ഒരു 3 എണ്ണത്തിനും, പിന്നെ ABC എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് ലെറ്റർ എഴുതാം. അപ്പം ABC HLM ഹൈ സ്കോർ കിട്ടി. ദെൻ അടുത്ത് FG INO ലോ സ്കോർ കിട്ടി. ബാക്കി റിമൈനിങ് ആവറേജിൽ നിൽക്കുന്നു. അത്രയും മാത്രം ആദ്യത്തെ ഒരു എന്തിലെഴുതും, പാരഗ്രാഫിൽ എഴുതും. രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്തെഴുതും, ഡിസ്കഷനെ അത് 16 PF എന്താണെന്നും ട്രേറ്റ് പേഴ്സണാലിറ്റി എന്താണെന്നും ട്രേറ്റ് എത്ര ട്രേറ്റ് ആയിട്ട് തരം തിരിച്ചിട്ടുണ്ടെന്നും കാറ്റലിന്റെ ട്രേറ്റ് തിയറിയും എഴുതണം. അതോടൊപ്പം തന്നെ 16 PF എല്ലാ ഫാക്ടേഴ്സും ഇന്നതാണെന്നുള്ളത് എഴുതും. മൂന്നാമത്തെ പാരഗ്രാഫിൽ നമ്മൾ ഈ ഒരു ഫാക്ടേഴ്സ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് ഹൈ ആണെങ്കിൽ ഹൈ എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്, അത് ഏതൊക്കെ ബിഹേവിയർ ആണ് മുമ്പോട്ട് നിൽക്കുന്നതെന്നും, ഇനി ലോ ഏതൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് എന്തെല്ലാം ക്യാരക്ടറാണ് ഇവർക്കുള്ളതെന്നും, ദെൻ മിഡിൽ ആവറേജിൽ നിൽക്കുന്നത് ഏതൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടൻസും നമ്മൾ എഴുതുന്നു. അപ്പൊ റിസൾട്ടായി, ഡിസ്കഷനായി, ദെൻ കൺക്ലൂഷനില് ജസ്റ്റ് ഈ ഫാക്ടേഴ്സ് ഒക്കെ മുന്നോട്ട് നിൽക്കുന്നു, ഈ ഫാക്ടേഴ്സ് ഒക്കെ ബിലോ ആവറേജിൽ നിൽക്കുന്നു. അപ്പൊ ലോ ഡിസ്ക്രിപ്ഷനിലും ഹൈ ഡിസ്ക്രിപ്ഷനിലും ഏതാണ് നിൽക്കുന്നത്, ബിലോ ആവറേജിലും ഹൈ അതിലും ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞ് നമ്മൾ നിർത്തുന്നു. ഓക്കെ. ദെൻ റെഫറൻസ് നോക്കി നമ്മൾ കോപ്പി ചെയ്ത് APA ഫോർമാറ്റിൽ എഴുതുന്നു. ഓക്കെ. ഓക്കെ എങ്കിലും പറയും മക്കളെ. ഓക്കെ മാം. ഓക്കെ. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നേ. പേഴ്സണാലിറ്റി തിയറി പിന്നെ മുകളിലോട്ടുണ്ട്, കാൾ റോജറിന്റെ ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ എത്തി നിൽക്കുന്നത് കാറ്റലിന്റെ ട്രേറ്റ് തിയറിയിലാണ് കേട്ടോ. ബോബോഡോള് കണ്ടിട്ടാണ് വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ബോബോഡോള് കണ്ടിട്ടല്ലേ മക്കള് വന്നത്? യെസ് മാം. എന്റെ ചക്കരയെ ചോദിക്കുന്നതിന് മറുപടി പറയാം. യെസ്. നിങ്ങളത് റെക്കോർഡ് ചെയ്യുന്നുണ്ടേ, അതാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്. എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നുള്ളത്. എനിവേ ബോബോഡോള് നിങ്ങൾ കണ്ടു എന്ന് ഉള്ള വിശ്വാസത്തിൽ ഞാൻ പറയാണ്. നമ്മള് ലേണിംഗ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ അല്ലെ. എന്തിനാ പഠിക്കുന്നത്? സൈക്കോളജി പഠിച്ചിട്ട് എന്തെങ്കിലും ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈക്കോളജി പഠിക്കുന്നത്. അപ്പൊ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ എന്നാണ്. അതില് ലേണിംഗ് തിയറീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അസോസിയേറ്റീവ് ലേണിംഗ്, അതിൽ വന്നിട്ട് ക്ലാസിക്കൽ കണ്ടീഷനിങ്,
സ്റ്റിമുലസ് റെസ്പോൺസ് റിലേഷൻഷിപ്പ്. സ്റ്റിമുലസ് റെസ്പോൺസ് റിലേഷൻഷിപ്പ് പാവ്ലോവിന്റെ പാവ്ലോവിന്റെ തിയറിയില് ഒരു സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ റെസ്പോൺസ് കിട്ടുന്നു എന്നാണ്. ആള് ചെയ്തിരിക്കുന്നത് നമ്മുടെ നായ്ക്കുട്ടിക്ക് മീറ്റ് കൊടുക്കുന്നു. മീറ്റ് കൊടുക്കുമ്പോൾ സലൈവ വരുന്നു. അൺകണ്ടീഷണൽ റെസ്പോൺസ് ആണ് അവിടെ വന്നിരിക്കുന്നത്. ഒരു സ്റ്റിമുലസ് കൊടുത്തു, അപ്പൊ റെസ്പോൺസ് വന്നു, അതായത് അൺകണ്ടീഷണലാണ്. അത് കഴിഞ്ഞ് ബെല്ലടിച്ചിട്ട് മീറ്റ് കൊടുക്കുന്നു, അപ്പൊ സലൈവ വരുന്നു, അത് കണ്ടീഷണൽ റെസ്പോൺസ് ആണ്. മീറ്റ് വെറുതെ കൊടുത്തപ്പോ സലൈവ വന്നത് അത് അൺകണ്ടീഷണൽ റെസ്പോൺസ് ആയിരുന്നു. ബെല്ലടിച്ചിട്ട് മീറ്റ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അവിടെ സലൈവ വരുന്നുണ്ടെങ്കിൽ എന്താണ് അത് അൺകണ്ടീഷണൽ. ബെല്ലിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ സലൈവ വരുന്നത് അൺകണ്ടീഷണൽ റെസ്പോൺസ് ആണ് അവിടെ. സോറി, കണ്ടീഷണൽ റെസ്പോൺസ് കേട്ടോ. ആദ്യത്തേത് അൺകണ്ടീഷണലും രണ്ടാമത്തേത് ബെല്ലിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ അത് കണ്ടീഷണൽ റെസ്പോൺസ് ആണ്. തിരിഞ്ഞു പോവരുതേ. ദെൻ പാവ്ലോവിന്റെ ഒപ്പാരന്റ് കണ്ടീഷനിങ് ആണ്. പാവ്ലോവിന്റെ ഒപ്പാരന്റ് കണ്ടീഷനിങ്ങില് റെസ്പോൺസ് സ്റ്റിമുലസ് റിലേഷൻഷിപ്പ് ആണ്. ആദ്യത്തേതില് സ്റ്റിമുലസ് റെസ്പോൺസ് റിലേഷൻഷിപ്പ് ആയിരുന്നു. അപ്പൊ ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് എങ്ങനെ ഒരു സ്റ്റിമുലസ് കൊടുത്ത് റെസ്പോൺസ് കിട്ടുകയാണ്. അത് ആനിമൽസിൽ മാത്രമല്ല, അത് ലേണിംഗ് തിയറിയാണ്. അപ്പൊ ലേണിംഗ് തിയറി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മക്കളിലാണ്. അപ്പൊ രാവിലെ കുട്ടി എണീറ്റ് വരുമ്പോ അമ്മ പറയാണ്, മോന് ഞാൻ 5 സ്റ്റാർ മിഠായി തരും എന്ത് ചെയ്താല്, ബെഡ്ഷീറ്റ് മടക്കി വെക്കുകയാണെങ്കിൽ. ഒരു ബിഹേവിയർ, ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ് വരികയാണ്. ഇത് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇത് തരുന്നു. അപ്പൊ ആ ഒരു ബിഹേവിയറൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി പാവ്ലോവിന്റെ തിയറിയിൽ അത്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് സ്കിന്നറുടെ തിയറിയിലാണെങ്കിൽ സ്കിന്നർ പറയുന്നത് റെസ്പോൺസിനനുസരിച്ച് സ്റ്റിമുലസ് മാറുന്നു. അവിടുത്തെ റെസ്പോൺസ് നല്ല റെസ്പോൺസ് ആണെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നു. റീഇൻഫോഴ്സ്മെന്റ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് ഇദ്ദേഹം പറയുന്നത് ഒരു ഉദാഹരണം ഇതിനകത്ത് വന്നിരിക്കുന്നത്, ഒരു പ്രാസംഗികൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം അദ്ദേഹം പ്രസംഗിക്കുന്നത് ഗവൺമെന്റ് നികുതി വാങ്ങുന്നത് വളരെ നല്ല കാര്യമാണ്, എല്ലാവരിൽ നിന്നും നികുതി ഈടാക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറയുന്നു. ഇത് കേട്ടിരിക്കുന്ന പൊതുജനം, അതായത് ഓഡിയൻസ്, അവര് പുറകിൽ നിന്ന് സാവകാശം കസേരയിൽ എണീറ്റ് പോകാൻ തുടങ്ങി. അപ്പൊ ഓഡിയൻസ് എണീറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ പ്രാസംഗികന് മനസ്സിലായി തന്റെ പ്രാസംഗിക ശൈലി ശരിയാവാത്തത് കൊണ്ടാണ് എന്ന്. അദ്ദേഹം എന്ത് ചെയ്തു, ആ പ്രസംഗത്തിന്റെ റെസ്പോൺസിനനുസരിച്ച് സ്റ്റിമുലസിനെ മാറ്റി, തന്റെ പ്രസംഗ ശൈലി ഒന്ന് മാറ്റി. ഗവൺമെന്റ് ജനങ്ങളിൽ നിന്ന് വാങ്ങുന്ന നികുതി പിരിച്ചെടുക്കുന്ന നികുതിയൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. നല്ല റോഡ് പണിയാനും പാലം പണിയാനും അങ്ങനെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്, റെസ്പോൺസിനനുസരിച്ച് ആള് സ്റ്റിമുലസ് മാറ്റി. ഒപ്പാരന്റ് കണ്ടീഷനിങ്, അവിടെ ഒരു കണ്ടീഷനിങ് വന്നു. അപ്പൊ മാറിയപ്പോ എന്ത് സംഭവിച്ചു, എഴുന്നേറ്റ് പോയ ആൾക്കാര് തിരിച്ചു വന്നിരിക്കാൻ തുടങ്ങി. അപ്പൊ അസോസിയേറ്റീവ് ലേണിംഗിലാണ് ഇത് വരുന്നത്. അപ്പൊ നമുക്കറിയാം ക്ലാസിക്കൽ കണ്ടീഷനിങ്, പാവ്ലോവിന്റെയും ഒപ്പാരന്റ് കണ്ടീഷനിങ്, സ്കിന്നറുടെയും. അതോടൊപ്പം തന്നെ ബിഹേവിയറിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ആരായിരുന്നു പിതാവ്, അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നത്, ബിഹേവിയറിസ്റ്റിന്റെ പിതാവായിരുന്ന അമേരിക്കൻ സൈക്കോളജിസ്റ്റിന്റെ പേര് ഒന്ന് പറഞ്ഞേ മക്കളെ. ഞാനത് ബുക്ക് തുറന്ന് നോക്കണം, എല്ലാം കൂടെ ഓർത്തിരിക്കല ചില സമയത്ത്. ജെ.ബി. വാട്സൺ, അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയ ജെ.ബി. വാട്സൺ തന്റെ തന്നെ കുട്ടിയിലാണ് എക്സ്പെരിമെന്റ് നടത്തിയത്. ഇവരൊക്കെ ആനിമൽസിലാണ് നടത്തിയതെങ്കിൽ ജെ.ബി. വാട്സൺ തന്റെ മകൻ 11 മാസമായ കുട്ടിയിലാണ് എക്സ്പെരിമെന്റ് നടത്തുമ്പം ഈ കുട്ടി എന്നും ഒരു മുയലിന്റെ കൂടെ, വെളുത്ത ഫറുള്ളതെന്നാണ് പറയുന്നത്, കണ്ടുപോയി, മുയലിന്റെ കൂടെ, ലിങ്ക് പോയാ പറയണേ, എന്താ പറയാ, മുയലിന്റെ കൂടെ എന്നും കളിക്കുന്നത് കാണുമായിരുന്നു. അങ്ങനെ കളിക്കുന്നത് കാണുന്ന കാണുന്ന ഈ വാട്സൺ എന്ത് ചെയ്തു, 11 മാസമായ കുട്ടിയാണ്, എല്ലാ ദിവസവും ഈ മുയലിന്റെ കൂടെ ഇരുന്ന് കളിക്കും.
അപ്പൊ അങ്ങനെ കളിക്കുന്നത് കണ്ട വാട്സൺ എന്ത് ചെയ്തു, പിന്നീട് മുയല് കുട്ടിയുടെ അടുത്തേക്ക് വരുമ്പോൾ വലിയൊരു സൗണ്ട് ഉണ്ടാക്കും. ഈ സൗണ്ട് കേട്ട് കഴിഞ്ഞ കൊച്ചിന് മുയലിനെ പേടിയായി. മുയലിനെ മാത്രമല്ല കുട്ടിക്ക് പേടിയായ, വെളുത്ത ഫറുള്ള എല്ലാത്തിനെയും കുട്ടിക്ക് പേടിയാവാൻ തുടങ്ങി. എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ, ഈവൻ സാന്താക്ലോസ് അപ്പൂപ്പനെ പോലും പേടിയാവാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്നാണ്, കേൾക്കുന്നുണ്ടെങ്കിൽ യെസ് പറഞ്ഞേ. ഹലോ. കാരണം എന്താന്ന് വെച്ചാൽ വൈഫൈ ആണേ, കറണ്ട് പോയപ്പോ ഞാൻ വിചാരിച്ചത് പോയിന്ന്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ. അപ്പം ആ ഒരു കുട്ടിക്ക് ലേണിങ്ങില് ഇത് നഷ്ടമാകുന്ന പേടി വരികയാണ് ചെയ്തത്. വെളുത്ത ഫറുള്ള മുയലിനെ പേടിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് വെളുത്തതായിട്ട് കാണുന്ന എന്തിനേയും പേടിക്കാൻ, ഈവൻ സാന്താക്ലോസ് അപ്പൂപ്പനെ പോലും. അപ്പൊ എന്താ അതിൽ നിന്ന് അദ്ദേഹം പറയുന്നത്, വാട്സൺ പറയുന്നത്, നിങ്ങൾ എന്റെ കയ്യിൽ ഒരു കുട്ടിയെ താ, ഞാൻ അതിനെ വേണമെങ്കിൽ ഒരു പോലീസുകാരനാക്കാം, ക്രിമിനൽ ആക്കാം, ഡോക്ടറാക്കാം, എഞ്ചിനീയർ ആക്കാം, എന്ത് വേണേലും ചെയ്യാമെന്നുള്ള ഒരു തിയറിയിലേക്ക് വന്നു. അപ്പം ബിഹേവിയറിസത്തില് ഇങ്ങനെ ഇവരുടെ തിയറികളാണ് വന്നത്. പിന്നെ നമുക്കറിയാം തോണ്ടേക്കിന്റെ ഉണ്ട്. ദെൻ അത് കഴിഞ്ഞു കഴിഞ്ഞാല് മാക്സ് വെർത്തിനുടെ ഒക്കെ ഇൻസൈറ്റ് തിയറികൾ വരുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞ് ഹയർ ലേണിംഗിലേക്ക് കോഗ്നിറ്റീവ് ലേണിംഗ് വന്നു. കോഗ്നിറ്റീവ് ലേണിംഗിൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഹയർ ലെവൽ ഓഫ് ലേണിംഗ് ആണ്. അതിൽ തിങ്കിങ്, നോയിങ്, ദെൻ അണ്ടർസ്റ്റാൻഡിങ്, ദെൻ ആന്റിസിപ്പേറ്റിംഗ്, പ്രഡിക്റ്റിംഗ്, അണ്ടർസ്റ്റാൻഡിങ്, ഇതെല്ലാമാണ് വന്നിരിക്കുന്നത് കോഗ്നിറ്റീവ് ലേണിംഗിൽ. ദെൻ അതോടൊപ്പം തന്നെ ലേറ്റന്റ് ലേണിംഗ് വന്നു. ലേറ്റന്റ് ലേണിംഗ് എന്ന് പറയുമ്പോൾ അത് റോട്ട് ലേണിംഗ് അല്ല, നല്ല ഇൻസൈറ്റ് ലേണിംഗിലെ ഡിസ്കവറി ലേണിംഗ് വരുമ്പോൾ ഇൻസൈറ്റ് ലേണിംഗിലേക്ക് വന്നു. ലേറ്റന്റ് ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മെയ്സിന്റെ ഒരു പസില് പഠിച്ചിട്ടുണ്ട് പണ്ട്, റാറ്റ് ആൻഡ് മെയ്സ്. അതിനകത്ത് ഈ വഴി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ് നമ്മള് പൂച്ചക്കുട്ടിക്ക് അതിന്റെ അമ്മയുടെ അടുത്തേക്ക് പോകാനുള്ള വഴി കാണിച്ചു കൊടുക്കുന്നത്. അതേപോലെ ഫുഡ് വെച്ചിട്ട് എലിയെ ആ ഫുഡിന്റെ അടുത്ത് എത്തിക്കാൻ. ഈ ഒരു ലേണിങ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവര് പഠിക്കുന്നുണ്ട്. പക്ഷെ റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടെങ്കിൽ അവരത് പുറത്തോട്ട് എടുക്കും. അപ്പൊ അവിടെ ലെറ്റന്റ് ആയിട്ടെന്ന് പറയുമ്പോൾ അവിടെ ലേണിംഗ് നടക്കുന്നുണ്ട്. ആ രീതിയിലുള്ള ലേണിങ്. ദെൻ പസിലൊക്കെ ചെയ്യുന്നത്, പസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാന്നുള്ളത്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ഡിസ്കവറി ലേണിംഗ് ആണ്. ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുമ്പോൾ അത് ഇൻസൈറ്റ് ലേണിംഗിലേക്ക് വരും. ഗസ്റ്റാൾട്ട് സൈക്കോളജിക്കാരുടേത്. മാക്സ് വെർത്ത് പ്ലസ് 3K എന്ന് ഓർത്തിരിക്കും. കർട്ട് ലെവിൻ, കോഫ്ക, കോഹ്ലർ, അവരുടെ ആയിട്ട് വരും ഇൻസൈറ്റ് ലേണിംഗിൽ. അതുമായി ബന്ധപ്പെട്ട് ഡിസ്കവറി ലേണിംഗ്, സഡൻ ഗ്രാസ്പിംഗ് ഓഫ് നോളജ്, ഡിസ്കവറി ലേണിംഗ്. ദെൻ ജെറോമസ് ബ്രൂണർ ആണ് ഡിസ്കവറി ലേണിംഗിനെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം പറയുന്നത് 0 to 1 years എനാക്റ്റീവ് ഒരു ഏജ് ആണ് പറയുന്നത്. ആ ഒരു എനാക്റ്റീവ് റെസ്പോൺസ് ആണ്, അതായത് ആക്ഷൻ ബേസ്ഡ് ആണ് കുട്ടികൾ പഠിക്കുന്ന ആ സമയത്ത് 0 to 1. ദെൻ 1 to 6 ഐക്കോണിക് ആണ് കണ്ടിട്ടുള്ളത്. ഐക്കോണിക് റെസ്പോൺസ് എന്ന് പറയും. ഇമേജ് ബേസ്ഡ്. ദെൻ 7 മുതൽ ബാക്കി അങ്ങോട്ട് സിംബോളിക്, ലാംഗ്വേജ് ബേസ്ഡ്. അപ്പം ജെറോമസ് ബ്രൂണറുടെ ഡിസ്കവറി ലേണിംഗ് ഉണ്ട്. ദെൻ ഇനി ഇങ്ങോട്ട് വന്നിട്ട് ഒബ്സർവേഷണൽ ലേണിംഗ് വരുന്നുണ്ട്. ലേണിംഗ് ബൈ ഒബ്സർവേഷൻ, വാച്ചിങ് ആൻഡ് ഇമിറ്റേറ്റിംഗ് എന്ന് പറയാം. ദെൻ ലേണിംഗ് ബൈ ഇമിറ്റേഷൻ. അപ്പൊ ആ രീതിയിലുള്ളത് അടുത്തത് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്നതാണ് ലേണിംഗ് ബൈ ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഇമിറ്റേഷൻ ആണ് എവിടെ വന്നത്, ആൽബർട്ട് ബന്ദൂരയിൽ വന്നിരിക്കുന്നത്. ആൽബർട്ട് ബന്ദൂരയാണ് നമുക്ക് ബോബഡോളിന്റെ എക്സ്പെരിമെന്റ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ ആൽബർട്ട് ബന്ദൂര ആരാണ് എന്ന് നോക്കാം. ഒരു അമേരിക്കൻ കനേഡിയൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. 1925 കാനഡയിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കണം. ബിരുദത്തിന് ശേഷം ഡോക്ടറേറ്റ് ചെയ്യുന്ന സമയത്താണ് ആള് ഈ ഒരു ബോബഡോളിന്റെ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. ദെൻ ഇദ്ദേഹം APA എന്ന് പറഞ്ഞാൽ അമേരിക്കൻ അസോസിയേഷൻ ഓഫ് സൈക്കോളജിയുടെ പ്രസിഡന്റ് ആയിട്ട് കുറെ നാൾ ഇരുന്നിരുന്നു. ഇദ്ദേഹത്തിന് ഇത് ചെയ്യാൻ പ്രേരകമായിട്ട്, ഇങ്ങനെ ഒരു ഇമിറ്റേഷൻ എന്നുള്ള ഒരു ഇത് ചെയ്യാൻ പ്രേരകമായിട്ട് വരുന്നത് എന്താണ്, ബോബഡോളിന്റെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഇയാളെ പ്രേരിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കാനഡയിലെ എന്താ പറയാ സുഗതോൺ പ്രൊവിൻഷ്യയിലെ ഒരു 14-കാരന് തന്റെ സഹപാഠിയെ വെടിവെച്ചു കൊന്നതിന് ശേഷം മൃതശരീരം വെട്ടി നുറുക്കി അടുപ്പത്ത് വെച്ച് വേവിക്കുകയും അതിന് പോലീസിന് പിടിയിലായി. അപ്പൊ അവൻ പറഞ്ഞ മറുപടി ഇതാണ്: മനുഷ്യ ശരീരത്തിലെ കൊഴുപ്പ് തിളപ്പിച്ച് കുടിച്ചാൽ പറക്കാനുള്ള കഴിവ് കിട്ടുമെന്ന് ഒരു ഇംഗ്ലീഷ് ഹൊറർ മൂവിയിൽ
ഈ കുട്ടി കണ്ടു. തൽഫലമായിട്ടാണ് അവൻ ഇങ്ങനെ ചെയ്തത് എന്നുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് ദൃശ്യമാധ്യമങ്ങൾ എത്രമാത്രം കുട്ടികളുടെ പെരുമാറ്റശീലങ്ങളെയും അതുപോലെ തന്നെ വസ്ത്രധാരണ രീതിയെയും സാമൂഹ്യ നിലപാടുകളെയും ഒക്കെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ അക്രമവാസന പോലെയുള്ള പല തെറ്റായ ശീലങ്ങളും സമൂഹ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈ വിധത്തിലാണെന്ന് ആൽബർട്ട് ബന്ദുര അഭിപ്രായപ്പെട്ടു. അപ്പൊ ദൃശ്യമാധ്യമങ്ങൾ മാത്രമല്ല, രക്ഷകർത്താക്കള്, ടീച്ചേഴ്സ്, മുതിർന്നവര്, ഇവരുടെയൊക്കെ പെരുമാറ്റ രീതികള് ഇളം തലമുറയെ അനുകരിക്കുകയോ അല്ലെങ്കിൽ അവലംബിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്, അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ബന്ദുര തെളിയിക്കുകയാണ്. ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഈ ഒരു ബോബോ ഡോളിന്റെ എക്സ്പെരിമെന്റ് കൊണ്ടുവരുന്നത്. ഈ ബോബോ ഡോളിന്റെ എക്സ്പെരിമെന്റ് കൊണ്ടുവരാനുണ്ടായ ഒരു സാഹചര്യം ജസ്റ്റ് പറഞ്ഞേ, ഓർത്തിരിക്കാൻ വേണ്ടി. അങ്ങനെയൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുള്ളൂ, അല്ലാതെ ഞാൻ എത്ര തിയറി പറഞ്ഞാലും നിങ്ങൾ ഓർത്തിരിക്കണമെന്നൊരു നിർബന്ധമില്ല. അപ്പം ഇങ്ങനെ ഇദ്ദേഹം ഈ ഒരു ഇത് കൊണ്ടിരുന്നു. അതായത് ആദ്യം ഇദ്ദേഹം ഇത് പരീക്ഷിക്കുന്നത് 1961 ഒരു 5 ഫുട്ട് ഉയരം, അതായത് നമുക്കൊക്കെ 5.3 5.4 എന്നൊക്കെ നമ്മൾ പറയല്ലേ, എത്ര അടി ഉയരം ഉള്ളത്, അതേപോലെ 5 ഫുട്ട് ഉയരമുള്ള ഒരു എയർഫിൽഡ് ബലൂൺ പോലെയുള്ളത്. അതായത് അങ്ങോട്ട് അടിച്ചാൽ ഇങ്ങോട്ട് വരും. അപ്പൊ ഒരു ഗ്രാവിറ്റിയും കൂടെ ഉണ്ട്, അത് നിൽക്കും. എത്ര അടിച്ചാലും അത് മറിഞ്ഞ് താഴെ വീണാൽ വീണ്ടും അതേപോലെ ഇങ്ങോട്ട് ഉയർന്നു വന്ന് നിൽക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു അതാണ് ബോബോ ഡോൾ. ഈ ബോബോ ഡോളിന് 1961 ഇത് ചെയ്യിപ്പിക്കുമ്പോൾ ഈ ബോബോ ഡോളിന്റെ ഈ ഒരു സ്റ്റാച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഈ ഒരു ബോബോ ഡോളിനെ അവിടെ വെച്ചിട്ട് 2 ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്, ആദ്യത്തേതില് 2 ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. ലൈവ് ആണ് ഇത്. അതിനകത്തൊരു മോഡൽ ആയിട്ട് നിൽക്കുന്നത് ഒരു അഡൾട്ടാണ്. ഈ അഡൾട്ട് ഈ ഒരു ബോബോ ഡോളിനെ ഹിറ്റ് ചെയ്യുന്നു വിത്ത് ഹാമർ, അല്ലെങ്കിൽ കൈകൊണ്ട് ഇടിക്കുന്നു, ചവിട്ടുന്നു, തൊഴിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, പിച്ചുന്നു, ഉപദ്രവിക്കുന്നു, പഞ്ച് ചെയ്യുന്നു, കൂട്ടത്തിൽ ഹാർഷ് വേർഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതൊരു 10 മിനിറ്റ് ആദ്യത്തെ ഗ്രൂപ്പ് ഓഫ് കിഡ്സ് കാണുന്നുണ്ട്. കിഡ്സ് എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് രണ്ടാമത്തെ മോഡൽ ഇതിൽ ചെയ്യുന്നത്, അവിടെയും ഒരു മോഡൽ അഡൽട്ട് നിപ്പുണ്ട്. ദെൻ അത് അവര് ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ അഡൽട്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ 10 മിനിറ്റ് കാണുന്നത്, ഈ അഡൽട്ട് അവിടെ ഇരുന്നിട്ട് ബിൽഡിംഗ് ബ്ലോക്ക് ഉണ്ടാക്കുന്നു, കളറിങ് ചെയ്യുന്നു, പെയിന്റിങ് ചെയ്യുന്നു. ഇതൊക്കെയാണ് രണ്ടാമത്തെ ഗ്രൂപ്പ്. ഈ ടോയ്സ് കളിക്കുമ്പോൾ ഇവരെ അവിടുന്ന് നിർബന്ധപൂർവ്വം വിളിച്ച് അവരുടെ കയ്യിൽ നിന്ന് ഇത് പിടിച്ചു വാങ്ങി. കിഡ്സ് ആണ്, ഇവരുടെ കയ്യിൽ നിന്ന് ഇത് പിടിച്ചു വാങ്ങി. ഇത് പിടിച്ചു വാങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഒരു അഗ്രഷൻ അറോസൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ് വരുവാണ്. അവര് വളരെ അട്രാക്റ്റീവ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും, അതായത് അത്രയും അവര് അതിനകത്തിരിക്കുന്ന സമയത്താണ് കുട്ടികളുടെ കയ്യിൽ നിന്ന് ഇത് പിടിച്ചു വാങ്ങിയിട്ട് ഇവരെ കൊണ്ടുപോരുന്നത്. ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നോക്കുകയാണ്, ഇവരെ വേറൊരു റൂമിലേക്ക് കൊണ്ടുവന്നു. അവിടെ എല്ലാ രീതിയിലുള്ള ടോയ്സും ഉണ്ട്, ഈ പറഞ്ഞ ബോബോ ഡോളും ഉണ്ട് അവിടെ. അപ്പം ആദ്യത്തെ ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ എന്താണെന്ന് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ അഗ്രഷൻ അവരെവിടെ തീർത്തു, ഈ ഒരു ബോബോ ഡോളിനെ അവരെ എടുക്കുകയും അതിനെ ഇടിക്കുകയും വെച്ചുകയും അങ്ങനെ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്ത് അവരുടെ ദേഷ്യം തീർക്കുന്നത് കണ്ടു. എന്നാൽ നോൺ അഗ്രസീവ് ആയിട്ടുള്ള ആ ഒരു മോഡലിനെ കണ്ട കുട്ടികള് അവരെന്ത് ചെയ്തു, അവര് നോക്കുമ്പം അവിടെ ബാക്കി സാധനങ്ങളെല്ലാം ബിൽഡിംഗ് ബ്ലോക്ക് ബിൽഡ് ചെയ്യാനുണ്ട്, പെയിന്റിങ്ങിനുണ്ട്, കളറിങ്ങിനുണ്ട്, അവര് പോയിട്ട് അതും ചെയ്തു. അപ്പൊ ആ ഇമിറ്റേഷൻ ആണ് അവിടെ പറയുന്നത്. എന്നിട്ട് ഇത് 1961 എന്നിട്ട് ആൽബർട്ട് ബന്ദുര പറയുന്നത്, വാച്ചിങ് അവർ പേരൻസ്, നമ്മൾ പേരൻസിനെ കണ്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ മുതിർന്നവരെ കണ്ടുകൊണ്ട് ഡെവലപ്മെന്റൽ സ്റ്റേജിൽ, ഇവിടെയാണ് നമ്മളുടെ ഡെവലപ്മെന്റൽ സ്റ്റേജ് വരുന്നത്. ഡെവലപ്മെന്റൽ സ്റ്റേജ് എന്ന് ഞാൻ നേരത്തെ ഓർത്തിരിക്കാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്. എറിക് റിക്സന്റെ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ ഒരു 6 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു 12 വയസ്സ് വരെ ഒക്കെയുള്ള കാലഘട്ടത്തിൽ അവർ ഇമിറ്റേറ്റ് ചെയ്യാനും ഒക്കെ പഠിക്കുന്ന ഒരു പ്രായമുണ്ട്. ആ പ്രായത്തില് ഇങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളത് പഠിക്കുകയാണെങ്കിൽ, ദെൻ വേറൊരാളുടെയും കൂടി ഉണ്ട് തിയറി, കോൾബർഗിന്റെ തിയറി. കോൾബർഗിന്റെ തിയറിയില് നമ്മളോട് 0 to 4 years കുട്ടികൾക്ക് മോറൽ ഡെവലപ്മെന്റ് ഒന്നും നടക്കണില്ല.
4 to 10 അവർക്ക് മോറൽ ഡെവലപ്മെന്റ് നടക്കുന്നത്. ഈ 4 to 10 അവർക്ക് മോറൽ ഡെവലപ്മെന്റ് നടക്കുന്നു എന്ന് പറയുമ്പം ഒന്നുകിൽ പനിഷ്മെന്റ് അല്ലെങ്കിൽ റിവാർഡ് കിട്ടുന്നത് കൊണ്ടാണ് അവരുടെ മോറൽ ഡെവലപ്മെന്റ് നടക്കുന്നത്. ഗോൾബർഗിന്റെ തിയറിയിൽ പറഞ്ഞിരിക്കുന്നതാണ് അപ് ടു 4 years അവിടെ ഒരു മോറൽ സ്റ്റേജും ഇല്ല, അവർക്കൊന്നും അറിയത്തില്ല അതേക്കുറിച്ച്. 4 വയസ്സിന് ശേഷം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അച്ഛൻ അടിക്കുന്നത് കൊണ്ട് കുട്ടി റിമോട്ട് എടുക്കണില്ല. അച്ഛൻ അടിക്കില്ലായിരുന്നെങ്കിൽ കുട്ടി റിമോട്ട് എടുത്തേനെ. അതുപോലെ ഓരോ കാര്യങ്ങളും. അപ്പൊ ആ മോറൽ ബിഹേവിയർ നമ്മൾ പഠിപ്പിക്കുകയാണ് നമ്മള്. അപ്പം റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടി ചില കാര്യങ്ങൾ ഇന്ന ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ എനിക്ക് അമ്മ ഇന്ന സാധനങ്ങൾ തരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ബെഡ്ഷീറ്റ് മടക്കി വെക്കുകയാണെങ്കിൽ മിഠായി കിട്ടുന്നു. അപ്പൊ അവിടെ ഒരു മോറൽ ബിഹേവിയർ അവിടെ പഠിച്ചു വരികയാണ്. അതേപോലെ തന്നെ ഇനി 10 മുതൽ 13 വയസ്സ് വരെയുള്ള ഒരു സമയത്തും കുട്ടി നല്ല ബിഹേവിയർ കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയന്റേഷന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോറൽ ബിഹേവിയർ കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുന്ന കൂട്ടത്തില് ഈ എറിക് എറിക്സന്റെ പേഴ്സണാലിറ്റി ഓക്കെ, ഇതിനിടയ്ക്ക് എമർജൻസി കോൾ വന്നാണ്. അപ്പൊ നെഗറ്റീവ് സിറ്റുവേഷൻസ് വന്നാൽ എങ്ങനെ കോപ്പ് ചെയ്യും എന്നുള്ളത്. ഇത് 1961 നടന്നത്. ഇനി 1963 ഇതിന്റെ മുമ്പോട്ടുള്ളത് വന്നിട്ടുണ്ട്. അതിനായിരുന്നു ഞാൻ ആദ്യം ആ തിയറികളൊക്കെ പറഞ്ഞത്. 1963 ആള് ചെയ്തപ്പം സെയിം പേഴ്സൺ ആൽബർട്ട് ബന്ദൂര വീണ്ടും എക്സ്പെരിമെന്റ് ചെയ്തു. അവിടെ അദ്ദേഹം ഒബ്സർവേഷൻ ലേണിംഗ് അല്ലെങ്കിൽ ഇമിറ്റേഷൻ ലേണിംഗിന്റെ കൂടെ സോഷ്യൽ കോഗ്നിറ്റീവ് ലേണിംഗ്, ആദ്യത്തേത് സോഷ്യൽ ലേണിംഗ് തിയറി വന്നു. ഇപ്പോഴും സോഷ്യൽ ലേണിംഗ് തിയറിയിൽ തന്നെയാണ് നിൽക്കുന്നത്. സോഷ്യൽ ലേണിംഗ് തിയറിയെ നമ്മൾ ഒരു പേര് കൂടി പറയുന്നുണ്ട്, ഒബ്സർവേഷൻ ലേണിംഗ് എന്നുകൂടി. അപ്പൊ 1963 ആൾ എന്ത് ചെയ്തു, ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ് കൂടി. ക്ലാസിക്കൽ കണ്ടീഷനിങ് ആരുടെ ആയിരുന്നു? പാവ്ലോവിന്റെ ആയിരുന്നു. അതും കൂടി ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തു രണ്ടാമത്തെ എക്സ്പെരിമെന്റില്. ആദ്യത്തിനകത്ത് ഒബ്സർവേഷൻ ലേണിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ രണ്ടാമത്തേതിനകത്ത് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും കൂടെ കൂടിയിട്ടുണ്ട്. ക്ലാസിക്കൽ കണ്ടീഷൻ നമുക്ക് അതിന്റെ എക്സ്പെരിമെന്റ് നോക്കാമേ. ആദ്യത്തേതിൽ ലൈവ് മോഡലാണ്, രണ്ടാമത്തേതില് വീഡിയോ മോഡലാണ്. വീഡിയോ മോഡലില് 3 ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പിന് വെറും വീഡിയോ മാത്രം, അവിടെ മോഡൽ ഒന്നുമില്ല, വീഡിയോ മാത്രമേ ഉള്ളൂ. കുട്ടികൾ വെറുതെ നിന്ന് വീഡിയോ കണ്ടു. ഓക്കെ. രണ്ടാമത്തെ ഗ്രൂപ്പില് ഒരു അഗ്രസീവ് മോഡൽ ഉണ്ടായിരുന്നു, അഡൽട്ട് തന്നെ അഗ്രസീവ് മോഡൽ, പക്ഷെ വീഡിയോയിലാണെന്ന് പറഞ്ഞ് ഈ ആള് ഈ ഒരു ബോബോ ഡോളിനെ ഉപദ്രവിക്കുമ്പോൾ ആൾക്ക് റിവാർഡ് കിട്ടുന്നുണ്ട്. ആ ചെയ്തത് നന്നായി എന്നുള്ളതാണ് റിവാർഡ് കിട്ടുന്നത്. മൂന്നാമത്തെ ഗ്രൂപ്പില് 3 ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെയാണ് പറയുന്നത്. മൂന്നാമത്തെ ഗ്രൂപ്പില് ഈ ബോബോ ഡോളിനെ ഉപദ്രവിക്കുന്ന വ്യക്തിയോട് വാണിംഗ് കൊടുക്കുന്നുണ്ട്, പനിഷ്മെന്റ് ഉണ്ട്. ഇനി നീ മേലിൽ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് പനിഷ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഇത് 3ഉമാണ് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇവരെ ഇൻഡിവിജ്വൽ ആയിട്ട് റൂമിലേക്ക് മാറ്റുകയാണ് ഇത് കഴിഞ്ഞിട്ട്. അപ്പം ആദ്യത്തെ സിമിലർ സിറ്റുവേഷൻ കൊടുക്കുകയാണ്. അപ്പൊ ആദ്യത്തെ വീഡിയോ കണ്ടവര് യാതൊരു വ്യത്യാസങ്ങളും ഇല്ല, അവരുടെ ലേണിംഗ് പ്രോസസ്സിലൊന്നുമില്ല, അവരത് കണ്ടു, അത്രമാത്രം. അതിനകത്തൊരു മോഡൽ ഇല്ലായിരുന്നു. രണ്ടാമത്തേത് റിവാർഡ് കിട്ടുന്നത് കണ്ട കുട്ടികള് അതേപോലെ തന്നെ ബിഹേവ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? അവർ അഗ്രസീവായിട്ട് ബോബോഡോളിനെ ഉപദ്രവിക്കുന്നു, പിച്ചുന്നു, ആ രീതിയിൽ ചെയ്യുന്നു. എന്നാൽ മൂന്നാമത്തേതില് അതവര് പഠിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ കോഗ്നിറ്റീവിലേക്ക് എന്ത് മനസ്സിലായി? കോൺസിക്വൻസസ് ഉണ്ട്. ഒരു ക്ലാസിക്കൽ കണ്ടീഷൻ അവിടെ വന്നു, അതുകൊണ്ട് ഡിസിഷൻ അവരെടുത്തു. അവരോട് അങ്ങനെ ചെയ്യാൻ നിർബന്ധിച്ചപ്പോൾ അവര് ചെയ്യുന്നുണ്ട്, ബോബോഡോളിനെ ഉപദ്രവിക്കുന്നുണ്ട്. സ്വയം അവര് ചെയ്യില്ല, കാരണം അവിടെ ഒരു ക്ലാസിക്കൽ കണ്ടീഷൻ വന്നു. അപ്പൊ ഉപദ്രവിക്കുക എന്നുള്ള അവരിൽ നിന്നത് മാറ്റിയെടുക്കാൻ പറ്റി. അപ്പം എന്താണ്, അവിടെ ഒരു ക്ലാസിക്കൽ കണ്ടീഷൻ വന്നു, ഡിസിഷൻ എടുക്കാൻ, അവരെ കൊണ്ട് തന്നെ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നു. അപ്പൊ അവിടെ ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ കൂടെ വന്നു. ഇത്രയുമാണ് 1961 63 വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ ബോബോഡോളിന്റെ എക്സ്പെരിമെന്റ് ഞാൻ കണ്ടു എന്ന് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് 1986 ആളുടെ ഏത് വന്നിരിക്കുന്നത്, സോഷ്യൽ കോഗ്നിറ്റീവ് ലേണിംഗ് തിയറി വന്നിരിക്കുന്നത് കേട്ടോ. അത് കുറച്ചുകൂടി എന്താ പറയാ,
സോഷ്യൽ ലേണിംഗ് തിയറി മാത്രമല്ല, ലിമിറ്റേഷൻ മാത്രമല്ല, സോഷ്യൽ കോഗ്നിറ്റീവിലേക്ക് പോയി, കോഗ്നിറ്റീവ് ലെവലിലേക്ക് പോയേ. ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് പറയാവേ. സോഷ്യൽ ലേണിംഗ് തിയറിയിൽ ആൽബർട്ട് ബന്ദുര പറയുന്നത്, കുട്ടികൾ ഇങ്ങനെ ഏതൊരു കാര്യവും നിരീക്ഷണത്തിലൂടെ അല്ലെങ്കിൽ അനുകരണത്തിലൂടെ സൂക്ഷ്മമായിട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ നമ്മൾ തിയറി ഓഫ് ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറയുന്നുണ്ട്. ഇനി തിയറി ഓഫ് ഒബ്സർവേഷൻ ലേണിംഗ് ചില അടിസ്ഥാന ഘടകങ്ങൾ ആള് പറയുന്നത്, നമ്മളൊരു മോഡലിങ് കൊടുക്കും, മോഡൽ കൊടുക്കും. ആ മോഡല് എപ്പോഴും കുട്ടികൾക്ക് അനുകരിക്കാൻ പറ്റുന്നതായിരിക്കണം. അനുകരിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാമൂഹ്യ ജീവിതത്തിൽ അനുവർത്തിക്കുന്നതിനും അതിന് പ്രേരകവുമായ ഒരു മാതൃക വേണം, മോഡൽ വേണം കൊടുക്കാൻ. ടിവിയിലാണെങ്കിലും സിനിമയിലാണെങ്കിലും അനുകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോഡല്. അപ്പം ഇപ്പം പലപ്പോഴും കുട്ടികൾ അനുകരിക്കുന്നത് ഏതാണെന്നറിയാമോ? മോട്ടോർ സൈക്കിളിൽ ചെത്തി നടക്കുന്നത് അവരുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവും. അത് പതിയുന്നതിന് കാരണം അവരതിൽ കൂടുതൽ ശ്രദ്ധ വെക്കുന്നു, അറ്റൻഷൻ. അപ്പം ആദ്യത്തേത് മോഡലിംഗ്, 2 അറ്റൻഷൻ. അപ്പൊ നിരീക്ഷണ വിധേയമാകുന്ന ഒരു സംഭവം അല്ലെങ്കിൽ പ്രതിഭാസം ശ്രദ്ധാപൂർവം അവർ നിരീക്ഷിക്കുകയാണ്. അങ്ങനെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുമ്പോഴാണ് എന്ത് വരുന്നത്? റിറ്റൻഷൻ വരുന്നത്, അത് നിലനിന്ന് പോകുന്നത്. ഇത് നിലനിൽക്കുന്നത് എന്തുകൊണ്ട്? ഈ മോഡലിംഗ് നമ്മുടെ മനസ്സിൽ നിലനിന്ന് പോകുന്നതിന്റെ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ഓർമ്മയിൽ കുറെ നിൽക്കുമ്പോൾ അത് നമ്മളുടെ അനുകരണമായിട്ട് വരും, സ്വഭാവമായിട്ട് മാറും, സാമൂഹ്യ ശീലമായിട്ട് വരും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പരസ്യങ്ങൾ കൊടുക്കുമ്പോൾ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ഈ പരസ്യം റിപ്പീറ്റ് ചെയ്തു വരുന്നതിന്റെ കാരണം ഇതാണ്. എന്താണ്? ഇത് ഓർമ്മയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധ വരുന്നുണ്ട്, പിന്നെ അത് അങ്ങ് നിലനിർത്തുകയാണ് അവിടെ കേട്ടോ, അതിനു വേണ്ടിയിട്ടാണ്. ദെൻ അടുത്തത് മോട്ടോർ റീപ്രൊഡക്ഷൻ ആണ്. അപ്പം മോഡലിംഗ് വന്നു, അറ്റൻഷൻ വന്നു, റീറ്റൻഷൻ വന്നു, മോട്ടോർ റീപ്രൊഡക്ഷൻ. മോട്ടോർ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. കുട്ടികള് മോട്ടോർ സൈക്കിളിൽ ചെത്തി നടക്കുന്നത് അവർക്ക് ഇഷ്ടമാണെന്ന്. അപ്പൊ അവരുടെ മനസ്സിൽ ആ രൂപം ചെറുപ്പം മുതലേ അത് അവർ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവരുടെ എന്താ പറയാ, ഫിസിക്കലായിട്ടുള്ള അപ്പിയറൻസ് മാറ്റാനും അതേ രീതിയിൽ ശാരീരിക ക്ഷമത നേടാനും വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കും. അങ്ങനെ അവര് ആ ഒരു ഇതിലേക്ക് വരും. അതുകൊണ്ടാണല്ലോ നമ്മൾ കണ്ടിരിക്കുന്നത്, ഒരു മലയുടെ മുകളിൽ നിന്ന് മറ്റൊരു മലയുടെ മുകളിലേക്ക് പരസ്യം കൊടുത്തിട്ട് ആ പരസ്യമൊക്കെ നിർത്തിച്ചതിന് കാരണം കുട്ടികൾ അതുപോലെ വേണമെങ്കിൽ ചെയ്തു നോക്കും. അവരൊന്നും ചിന്തിക്കുന്നില്ല, പക്ഷെ അവരെന്തുവെന്നോ അത് അവരുടെ മനസ്സിലേക്ക് അവരങ്ങ് ഇടുകയാണ്, തലച്ചോറിലേക്ക്. അപ്പൊ അങ്ങനെയും ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇനി അടുത്തത് വന്നിട്ട് മോട്ടിവേഷൻ അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ്. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പം ടി വിയിൽ കണ്ട അതേ, അല്ലെ സിനിമയിൽ കണ്ട അതേ ഷർട്ട് ഇടുമ്പോൾ ഇത് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, അപ്പൊ അത് വീണ്ടും ഇടാനുള്ള ഒരു റീഇൻഫോഴ്സ്മെന്റ് കിട്ടുന്നു. അപ്പം ഒരു 5 പോയിന്റ് ആണ് ഒബ്സർവേഷൻ ലേണിങ്ങിന് അടിസ്ഥാനമായിട്ട് വരുന്നത്. ഒന്ന് മോഡലിംഗ് നൽകുമ്പോൾ അത് അനുകരണീയമായ രീതിയിലുള്ളത്, അവർക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നതേ കൊടുക്കാവുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അറ്റൻഷൻ, ദെൻ റീറ്റൻഷൻ, മോട്ടോർ റീപ്രൊഡക്ഷൻ, ദെൻ മോട്ടിവേഷൻ ആൻഡ് റീഇൻഫോഴ്സ്മെന്റ്. നിങ്ങളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് 1986 ആള് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറിയും കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു വ്യക്തി തന്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ, എൻവയോൺമെന്റ് അല്ലെങ്കിൽ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ട് കേട്ടോ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഇതിന്റെയൊക്കെ ബേസിൽ മാറ്റങ്ങൾ വരുന്നു ബിഹേവിയറിൽ. അവിടെയാണ് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി വരുന്നത്. അവിടെ സെൽഫ് എഫിക്കസി കൂടുന്നു, സ്വയം പര്യാപ്തി കൂടുന്നു, ബിഹേവിയറൽ കപ്പാസിറ്റി വരുന്നു, നമ്മുടെ വാല്യൂസ്, ഔട്ട്കംസ്, ബിഹേവിയേഴ്സ്, ഇതിലെല്ലാം മാറ്റങ്ങൾ വരുന്നു, എക്സ്പെക്ടേഷൻസ് മാറ്റം വരുന്നു, ഒബ്സർവേഷൻ ലേണിംഗ് കൂടുന്നു, ആത്മനിയന്ത്രണം പാലിക്കാൻ പഠിക്കുന്നു. ഈ രീതിയിൽ സോഷ്യൽ കോഗ്നിറ്റീവിലേക്ക്, സോഷ്യൽ ലേണിംഗ് മാത്രമല്ല സോഷ്യൽ കോഗ്നിറ്റീവ് രണ്ടും ആൽബർട്ട് ബന്ദൂരയുടെ തന്നെയാണ്. ഒന്ന് 1981 83 ഒന്ന് 1986 ഡെവലപ്പ് ചെയ്തതെന്ന് മാത്രം. സോഷ്യൽ കോഗ്നിറ്റീവ് ലെവലിലേക്ക് മാറി, ചിന്തിച്ചിട്ട് ചെയ്യാനുള്ളതിലേക്ക് മാറി എന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ആൽബർട്ട് ബന്ദൂരയുടെ ബോബോ ഡോളിനെ ബേസ് ചെയ്തിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് ബോബോ ഡോളിന്റെ എക്സ്പെരിമെന്റ് കാണുക, എന്നിട്ട് അത് എഴുതണം. എന്തൊക്കെ എഴുതണം എന്നുള്ളത് നോക്കിക്കുക എന്റെ മക്കള്.
ഒരു സെക്കൻഡ് പറയട്ടെ. എടുത്തേ, നിങ്ങളും കൂടി ഒന്ന് എടുത്തേ. ഞാൻ അയച്ചു തന്നിട്ടുണ്ട് ബോബോഡോളിന്റെ. കേൾക്കുന്നുണ്ടോ ഞാൻ പറയണേ? ഉണ്ട് മാം. ഒരു യെസ് ഓർ നോ ഒക്കെ പറയേ. ഓക്കെ. ബോബോഡോളിന്റെ എക്സ്പെരിമെന്റ് എടുത്തേ, എന്നിട്ട് നമുക്ക് എന്തൊക്കെയാ ചെയ്യാനുള്ളതെന്ന് നോക്കിക്കാം മക്കളെ. Yes, visit the link, read study material and answer the questions. The difference between social learning theory and social cognitive theory, then application of social learning theory, then മൂന്ന് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദി, കണ്ടോ 3 ക്വസ്റ്റ്യൻസ് അത് കൊടുത്തിരിക്കുന്ന ഗൈഡ് ലൈൻസിലാണ്. ഗൈഡ് ലൈൻസ് ഫോർ ഓൺലൈൻ കണ്ടക്ഷൻ ഓഫ് പ്രാക്ടിക്കൽ ലേണർ ഇൻ MA സൈക്കോളജി ഫസ്റ്റ് ഇയർ എന്നും പറഞ്ഞ് MBCL 007 എന്നും പറഞ്ഞൊരു 3 പേജ് തന്നിട്ടുണ്ട്. 3 പേജിന്റെ 2 അപ്പുറം ഇപ്പുറം ഉണ്ട്, അപ്പോൾ ഒരു 6-7 പേജ് ഉണ്ടാവും. അതിനകത്ത് ആദ്യത്തേതിനകത്താണ് നിങ്ങളോട് സോഷ്യൽ ലേണിംഗ് തിയറിയും സോഷ്യൽ കോഗ്നിറ്റീവ് തിയറിയും ബോബോഡോൾ എക്സ്പെരിമെന്റ് കാണാൻ പറയുന്നത്. എന്നിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ് പറയുന്നത്. ഇവിടെ നമ്മൾ എഴുതുന്നു, ടൈറ്റിൽ എഴുതുന്നു ബോബോഡോൾ എക്സ്പെരിമെന്റ് എന്ന്. ദെൻ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ലേണിംഗ് എന്താണെന്നും ഒബ്സർവേഷണൽ ലേണിംഗ് എന്താണെന്നും ഏകദേശം ഞാനൊരു അതിലൂടെ കടന്നു പോന്നായിരുന്നു നിങ്ങളോട്, ബിഹേവിയറൽ മുതൽ. അതൊന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ എയിം ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോസസ് ഓഫ് സോഷ്യൽ ലേണിംഗ് ത്രൂ ഒബ്സർവേഷൻ ആൻഡ് ഇമിറ്റേഷൻ. ദെൻ പർപ്പസ് ഓഫ് ദി ടെസ്റ്റിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ലിങ്ക് കൊടുത്തിട്ട് 3 ക്വസ്റ്റ്യനും താഴെ കൊടുത്തിട്ടുണ്ട്. ദെൻ മെത്തേഡ് കൊടുത്തിട്ടുണ്ട്, പാർട്ടിസിപ്പൻസ് പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. ഏതായാലും എന്റെ മക്കള് കുട്ടികളെ ആരെയും ഈ ബോബോഡോളിന്റെ എക്സ്പെരിമെന്റ് കാണിച്ചിട്ട് ചെയ്ത് എഴുതണ്ട. കൂടെ ഇരിക്കുന്ന പാർട്ണറെ വേണേ കാണിച്ചു. കാരണം അതിന്റെ എന്താണ് മനസ്സിലാകുന്നതെന്ന് ചോദിക്കാന്. കുട്ടികളെ നമ്മൾ എപ്പോഴും മോഡൽ കാണിക്കുന്നത് നല്ലതായിട്ട് വേണ്ടേ കാണിക്കാന്, അത് കാണിക്കണ്ട. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റ് കാണുന്നുണ്ടോ? കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എഴുതാനുള്ളതെല്ലാവേ. മെത്തേഡ്, റെസ്പോൺസ് മെഷേഴ്സ് കൊടുത്തിട്ടുണ്ട്. 1963 ബോബോഡോൾ എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ട്. മെയിൻ ഫൈൻഡിങ്സ് കൊടുത്തിട്ടുണ്ട്. എഴുതാനുള്ളതെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ എഴുതേണ്ടത് ഈ 3 ക്വസ്റ്റ്യന്റെ ആൻസർ ഒരു 3 യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഒന്നും അല്ല കേട്ടോ, 3 പാരഗ്രാഫിൽ എഴുതണേ. ബാക്കിയൊക്കെ ഉണ്ട്. പിന്നെ റെഫറൻസ് APA ഫോർമാറ്റിലും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും ഞാൻ പറഞ്ഞു തരില്ല, അത് നിങ്ങൾ സ്വയം എഴുതണം. ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യൽ ലേണിംഗ് തിയറി ആൻഡ് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി, ദെൻ ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ ലേണിംഗ് തിയറി ഒക്കെ നിങ്ങളൊരു എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് എഴുതിക്കോളൂ കേട്ടോ. ഒരു 3 പാരഗ്രാഫ് ആൻസറേ. യെസ് പറ മാഡം. ഇതില് മാഡം ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ നമ്മൾ വേറൊരാൾക്ക് കാണിച്ചു കൊടുത്തിട്ട് അയാളുടെ ഒബ്സർവേഷൻ എഴുതാണോ വേണ്ടേ, അല്ലെ അയാളുടെ ഫൈൻഡിങ് എഴുതാണോ വേണ്ടേ? നിങ്ങൾ പരസ്പരം കണ്ടിട്ടായിരുന്നു എഴുതേണ്ടത്. പരസ്പരം കാണാൻ പറ്റിയല്ലോ. അല്ലാതെ വേറൊരാളെ കൊണ്ടുപോയി കാണിച്ചാൽ കുട്ടികളിൽ ഇങ്ങനെ ബിഹേവിയറൽ ചേഞ്ചസ് വരും എന്നുള്ളതാണ് വരേണ്ടത്. ഇനി നിങ്ങൾ തന്നെ അത് എഴുതിയാലും യാതൊരു പ്രശ്നവും. നിങ്ങൾ തന്നെ കണ്ടിട്ട് എഴുതിയാലും കുഴപ്പമില്ല, അതായിരിക്കും ബെറ്റർ. എന്നിട്ട് ഈ 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി മോനെ. ബാക്കിയൊക്കെ എഴുതാനുള്ളത് തന്നിട്ടുണ്ട്. ഈ 3 ക്വസ്റ്റ്യനും ഒരുമിച്ച് തന്നെ എഴുതിയാൽ പോരാ? അതായത് സെപ്പറേറ്റ് ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് എഴുതണ്ടല്ലോ. 3 പാരഗ്രാഫിൽ എഴുതിക്കോ. സെപ്പറേറ്റ് അല്ല, ഒരുമിച്ച് 3 പാരഗ്രാഫ് ഇട്ട് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടല്ല, അല്ലാതെ അതിന് ബേസ് ചെയ്തിട്ട് ഒരു 3 ക്വസ്റ്റ്യന്റെ ആൻസർ വരത്തക്ക രീതിയിൽ 3 പാരഗ്രാഫ്. ഒത്തിരി വലിയ പാരഗ്രാഫ് ഒന്നും വേണ്ട. മനസ്സിലായോ? മാം, ഓവറോൾ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എത്ര പേജ് വരണം? 3 പാരഗ്രാഫ്, അതിൽ കൂടുതലൊന്നും വേണ്ട. 3 പാരഗ്രാഫ്. അതൊരു A4 ഷീറ്റിൽ 3 പാരഗ്രാഫ് വരില്ലേ? A4 ഷീറ്റിലാണെങ്കിൽ. നിങ്ങൾ എഴുതുന്നതിനകത്താണെങ്കിൽ 1.5. ഓക്കെ മാം. 1.5 പേജ് വരും. അത്രേ ഉള്ളൂ. കഴിഞ്ഞേ? 2 എണ്ണം കഴിഞ്ഞു കേട്ടോ. എന്താ അടുത്തത്? വെള്ളം കുടിക്കുവോ ചായ കുടിക്കുവോ എന്തോ ചെയ്തു അതിനിടെ വഴി. അടുത്തത് ഓൾഡ് ഏജ്.
മാം ഈ പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് എവിടെ കിട്ടും? പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് അല്ല മോളെ വേണ്ടത്, പ്രാക്ടിക്കൽ റെക്കോർഡിന്റെ പേജസ് മതി, റെക്കോർഡ് ബുക്ക് വേണമെന്നില്ല. റെക്കോർഡ് ബുക്കിലൊക്കെ നിങ്ങൾ എഴുതാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ ഫെയർ ആയിട്ട് എഴുതി പോവുക, വൃത്തിയായിട്ട് സ്കാൻ ചെയ്ത് എടുത്തു വെച്ചാലും മതി നിങ്ങളുടെ കയ്യില്. 2-3 പ്രാവശ്യം എഴുതണമെന്നൊന്നും ഞാൻ പറയില്ല, ഒരു പ്രാവശ്യം എഴുതിയാലും മതി. പക്ഷെ സ്കാൻഡ് കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണമെന്ന് മാത്രം. എഴുതുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുറെ ഇതിനകത്തുനിന്ന് നോക്കി എഴുതാനാണ്. നോക്കി എഴുതുമ്പം ഏതെങ്കിലും പേജാണ് ഞാൻ മാറ്റാൻ പറയുന്നതെങ്കിൽ എനിക്ക് ഇട്ട് തരുമ്പം പേജാണ് മാറ്റാൻ പറയുന്നതെങ്കിൽ ആ പേജ് മാത്രം മാറ്റിയാൽ മതിയാവും. മൊത്തത്തിൽ മാറ്റണ്ടല്ലോ. ബുക്ക് ആവുമ്പോൾ നിങ്ങൾക്ക് തെറ്റി മാറ്റണമൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് നമ്മള് ഈ റെക്കോർഡ് ഷീറ്റ് ആണ് വാങ്ങുന്നത്. നിങ്ങളോട് റെക്കോർഡ് ഷീറ്റ് വാങ്ങാനാണ് പറഞ്ഞത്. നിങ്ങൾ എനിക്ക് വാട്സാപ്പിൽ അയച്ചു തരിക ഇത് എഴുതി കഴിഞ്ഞിട്ട്. അപ്പൊ ഏതെങ്കിലും പേജ് മാറ്റണമെങ്കിൽ അപ്പം മാറ്റിയാൽ മതിയല്ലോ, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ. എന്നിട്ട് ഈ റെക്കോർഡ് ഷീറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും എഴുതിയത്, ഫെയർ ആയിട്ട് എഴുതുക. അതിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഈ ഇഗ്നോയുടെ എംബ്ലോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു പേജും വെച്ച് നിങ്ങളുടെ പേരൊക്കെ എഴുതി വെച്ചിട്ട് നമുക്കത് അന്നേരം അവർ പറയും സ്പൈറൽ ബൈൻഡ് ആണോ അതോ ഇനി റെക്കോർഡ് ആക്കുന്നത് പോലെ. എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ റെക്കോർഡ് എന്നാ നോക്കിയത്? കാണുന്നില്ല, ബുക്ക് വേറെ എഴുതിയത്. ഇതേപോലെയൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ചെയ്യാം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് പ്രോജക്റ്റ് ആണ് കേട്ടോ. അപ്പം ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ. ഇനി അതല്ല സ്പൈറൽ ബൈൻഡ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. മനസ്സിലായോ? ഏറ്റവും അവസാനം കേട്ടോ. ഓക്കെ. ഈ 6 ആക്ടിവിറ്റീസ് ഒന്നിച്ചാണോ നമ്മള് ചെയ്യുന്നത് അതോ 6 എണ്ണവും ഒരുമിച്ചാണ് വെക്കേണ്ടത്. ഓക്കെ. അടുത്തത് ഒരു സെക്കൻഡ്. ഞാനൊരു ബുക്ക് എടുക്കുകയാണ് ഞാൻ വഴി. വീട്ടിലുള്ളവരോട് വല്ല ചായയും വെള്ളമൊക്കെ കൊണ്ടുവരാൻ പറയുന്നു, ഉറങ്ങിപ്പോരുതേ. ഓക്കെ. ഇനി വേണ്ടത് ഓൾഡ് ഏജിന്റെ ആണ്, ലാസ്റ്റ് ആണ് അല്ലേ? ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. നമ്മൾ ഈ ആൻസർ എഴുതാൻ പോകുന്നത് പ്രൊസീജിയർ എന്ന് പറയുന്ന ഹെഡിങ്ങിന്റെ ബിലോ ദ പ്രൊസീജിയർ ഹെഡിങ് 3 പാരഗ്രാഫ് ആയിട്ട് എഴുതണം അല്ലെ ആൻസർ? ഏറ്റവും ലാസ്റ്റ് അല്ലേ മോളെ അത് തന്നിരിക്കുന്നത്, അവിടെ കൊടുത്തേക്കുന്നത്. അതേപോലെ നിങ്ങള് ഓക്കെ ശരി, താങ്ക് യു. ഓക്കെ. ഞാൻ നോക്കട്ടെ. ഓൾഡ് ഏജ് കണ്ടോ? ഓൾഡ് ഏജ് എവിടെയാന്ന് കണ്ടോ? ഇന്റർവ്യൂ ആണ് ഓൾഡർ അഡൾട്ട്. ഇന്റർവ്യൂ ക്യാൻ ബി ഡൺ ടെലിഫോണിക്കലി ഓർ ഇൻ ഫേസ് ടു ഫേസ് മോഡ്. അങ്ങനെ എങ്ങനെയാണോ സിറ്റുവേഷൻ, അതിപ്പോ ഒരു COVID-19 ആയതുകൊണ്ടായിരിക്കുവേ. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ ആദ്യം എഴുതണം. ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്റർവ്യൂ എങ്ങനെയാണ്? സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഉണ്ട്, സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഉണ്ട്, ദെൻ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ദെൻ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യനെയർ എല്ലാം എഴുതി കയ്യിൽ പിടിച്ചു കറക്റ്റ് ആയിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കുന്നു, ആൻസർ എടുക്കുന്നു. ദെൻ സെമി സ്ട്രക്ചേർഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കാണുന്നില്ലല്ലോ. സെമി സ്ട്രക്ചേർഡ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ, കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് സിറ്റുവേഷൻസിനനുസരിച്ച് നമ്മൾ ഇപ്പൊ ലേഡീസ് ആണെങ്കിൽ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ മാറ്റം വരുന്നു, ജെന്റ്സ് ആണെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുന്നു. ദെൻ ആളുടെ ആ ബിഹേവിയറിലും അല്ലെങ്കിൽ അവരുടെ ആ ഒരു പാറ്റേണും അനുസരിച്ച് നമ്മൾ ക്വസ്റ്റ്യനിൽ മാറ്റങ്ങൾ വരുത്തുന്നു. അപ്പൊ ദെൻ അൺസ്ട്രക്ചേർഡ് ആണെങ്കിൽ എങ്ങനെ? സെമി സ്ട്രക്ചേർഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അൺസ്ട്രക്ചേർഡ് ആണെങ്കിൽ ജോൺ ബ്രിട്ടാസിനെ പോലെയൊക്കെ. ജോൺ ബ്രിട്ടാസിനെ അറിയോ? അവസരത്തിനൊത്ത് ചോദിക്കും കറക്റ്റ് ആയിട്ട്. നമ്മൾ അങ്ങനെയല്ല ചോദിക്കുന്നത്. ജോൺ ബ്രിട്ടാസ് ഒരാളെ കൊന്നു കൈ തരും. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സെമി സ്ട്രക്ചേർഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കൊണ്ടുപോയിട്ടുണ്ട്, അതിനനുസരിച്ചുള്ളത് നമ്മൾ ചോദിക്കുന്നു.
ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഓൾഡ് ഏജിനെ കുറിച്ച് എഴുതണം. ഓൾഡ് ഏജിനെ കുറിച്ച് നമ്മൾ എഴുതുമ്പോൾ എലിസബത്ത് ഹർലോക്കിന്റെ ഒരു ബുക്ക് ഉണ്ട്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ബുക്ക് എലിസബത്ത് ഹർലോക്കിന്റെ ഒരു ബുക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിക്കുന്നു. ഓക്കെ, ഡെവലപ്മെന്റൽ സൈക്കോളജി എ ലൈഫ് സ്പാൻ അപ്രോച്ച്, എലിസബത്ത് ബി ഹർലോക്ക് കേട്ടോ. അങ്ങനെ ഒരു ബുക്കുണ്ട് ലൈഫ് സ്പാൻ സൈക്കോളജിയുടെ. നിങ്ങൾ കഴിഞ്ഞ വർഷം എന്താ പറയാ ലൈഫ് സ്പാൻ സൈക്കോളജി പഠിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ബുക്കായിരുന്നു എലിസബത്ത് ഹർലോക്കിന്റെ. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്കുമാണ്, ഏറ്റവും നല്ല ബുക്കുമാണ് എലിസബത്ത് ഹർലോക്കിന്റെ. പേര് ഡെവലപ്മെന്റൽ സൈക്കോളജി എ ലൈഫ് സ്പാൻ അപ്രോച്ച് 5th എഡിഷൻ. അതാണ് നല്ല ബുക്ക് കേട്ടോ. ഓക്കെ, ഇതിനകത്തു നിന്നാണ് ഓൾഡ് ഏജിനെ കുറിച്ച് പറയുന്നത്. അതിൽ പറയുന്നത് വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ്. നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നിങ്ങൾ മിടുക്കരാണ്. വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് ദാറ്റ് മീൻസ് ഓൾഡ് ഏജില് അവരുടെ വർക്ക് ആറ്റിറ്റ്യൂഡ്, ദെൻ എങ്ങനെയാണ് അവരുടെ വർക്ക് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് ഒരു ഏജ് കഴിഞ്ഞ് കഴിയുമ്പോൾ. ഓൾഡ് ഏജ് എന്ന് പറയുന്നത് 70 വയസ്സാണ് കേട്ടോ. 60 വയസ്സൊന്നും പോയി നോക്കരുത് ഓൾഡ് ഏജ് ആയിട്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഏജ് 70 ആണ്. അപ്പം അത് നോക്കണം. വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് നോക്കണം. ഇത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒരു 70 വയസ്സ് കഴിയുമ്പോഴും ചിലപ്പം എനർജറ്റിക് ആയിട്ടിരിക്കുന്നവരുണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തൊരവസ്ഥ വരുന്നു അങ്ങനെയുള്ളവരെ. അപ്പൊ അവരുടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നോക്കണം. കമ്പൽസറി റിട്ടയർമെന്റ് ആവും. പ്രൈവറ്റ് മേഖലയിലാണെങ്കിലും 70 വയസ്സ് കഴിഞ്ഞ് പിന്നെ ഇല്ല. അപ്പൊ അതിന്റെ ഒരു വിഷമം ഉണ്ടാകും ചിലർക്കൊക്കെ കേട്ടോ. പിന്നെ റിട്ടയർമെന്റിനെ എങ്ങനെ കാണുന്നു? അപ്പൊ നമുക്കറിയാം 55 വയസ്സിൽ റിട്ടയർമെന്റ് ആവുന്നവരുണ്ട്, 58-ലാവുന്നവരുണ്ട്, മാക്സിമം പോയാൽ 60-ല്. അപ്പൊ ഈ റിട്ടയർമെന്റ് അവരെ എങ്ങനെ ബാധിച്ചു, അവരുടെ ചേഞ്ചസ്, ഈ ഇൻട്രസ്റ്റ്, വാല്യൂസ്, ലൈഫ് പാറ്റേൺസ് അതെല്ലാം നോക്കുന്നുണ്ട് കേട്ടോ. ദെൻ അറ്റൻഡൻസ് ഇട്ടോ മക്കളെ? മറുപടി പറയാ. ഞാൻ മറന്നുപോയായിരുന്നു. ഉച്ച കഴിഞ്ഞത്തെ അറ്റൻഡൻസ് കറക്റ്റ് ആയിട്ട് ഇട്ടോണം കേട്ടോ. മെറ്റീരിയൽ ഒന്ന് അയച്ചു തരാമോ? ഏതിന്റെയാ? ഓൾഡ് ഏജിന്റെ അയച്ചു തരാം. സ്കാൻ ചെയ്ത് അയച്ചു തന്നാ പോരെ? ഓൾഡ് ഏജിന്റെ ഞാൻ അയച്ചിട്ടുണ്ട്. ഈ ബുക്കിന്റെ പേജ് ആണെങ്കിൽ ഞാൻ അയച്ചു തരാം. അല്ല മാമേ, ഓൾഡ് ഏജിന്റെ ഇതിനകത്ത് ഇല്ല. മറ്റേ ഇപ്പൊ മാമ അയച്ചിരിക്കുന്ന പോലെ ബാക്കിയുള്ള നോക്കി കണ്ടില്ല. ഞാൻ ചോദിച്ചിട്ട്. ആണോ? ഓൾഡ് ഏജിന്റെ PDF കിട്ടിയിട്ടില്ല മാം. ഓൾഡ് ഏജിന്റെ PDF വന്നില്ല? ഇല്ല. ഓക്കെ, ഇപ്പൊ ഇടാട്ടോ. ഇട്ടേക്ക. അത് അറിയാതെ പോയതാണ്. ഇടാം. ഒരു സെക്കൻഡ് ഇടാവേ, കണ്ടുപിടിക്കട്ടെ. ഇത് എല്ലാ ദിവസവും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നത് കൊണ്ടല്ലോ മൊബൈൽ അങ്ങോട്ട് നിറയാണ്. ഓക്കെ, ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്റർവ്യൂ വിത്ത് 3 പേജ്. ഓക്കെ മാം, താങ്ക് യു മാം. ആ 16 PFന്റെ ബാക്കിയും കൂടി. ഏതിന്റെ ബാക്കിയാ? 16 PFന്റെ ബാക്കിയുണ്ടല്ലേ? അത് നോക്കിയിട്ട് ഇട്ട് തരാവേ, മറക്കില്ല. അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് പിന്നെ അതിനകത്ത് ഇട്ടാ മതിയേ. എന്താ വരാത്തെന്ന് അറിയില്ല, നോക്കിയിട്ട് ഇടാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഇല്ലെങ്കിൽ ഗ്രൂപ്പിൽ വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി. വോയിസ് മെസ്സേജ് ഞാൻ കേൾക്കും, എന്നിട്ട് ഞാൻ റിപ്ലൈ തരും. ഓക്കെ, ദെൻ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ അവരുടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ നോക്കുന്നു. അത് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. ദെൻ റിട്ടയർമെന്റ്, അത് ഇൻവോൾവ്സ് റോൾ ചേഞ്ചസ്, ചേഞ്ചസ് ഇൻ ഇൻട്രസ്റ്റ്, വാല്യൂസ്, ലൈഫ് പാറ്റേൺസ് ഒക്കെ. ദെൻ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് റിട്ടയർമെന്റ്, ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും. ദാറ്റ് മീൻസ് അവരുടെ ഒരു എക്കണോമിക് സ്റ്റാറ്റസ് ഉണ്ടാവും, ദെൻ ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാവും. ഇതിലൊക്കെ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. ഇത്രയും നാളും നല്ല രീതിയിൽ എന്ത് കിട്ടിക്കൊണ്ടിരുന്നതാണ്, എമൗണ്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് ഒരു ദിവസം അത് നിൽക്കുന്നു. അപ്പൊ ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് ഇൻ ഫാമിലി ലൈഫ് പാറ്റേൺസ്. റിട്ടയർമെന്റിനോടനുബന്ധിച്ച്
ഇൻകം, റെഡ്യൂസ്ഡ് ഇൻകം, റിലേഷൻഷിപ്പില്, ദെൻ ചേഞ്ചസ് ഇൻ സോഷ്യൽ ബിഹേവിയർ, ദെൻ സ്പോസുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതൊക്കെ. ദെൻ അഡ്ജസ്റ്റ്മെന്റ്, ഫാമിലി അഡ്ജസ്റ്റ്മെന്റ്, ലേഡീസ് ആണെങ്കിലും ജെന്റ്സ് ആണെങ്കിലും ഈ അഡ്ജസ്റ്റ്മെന്റിലെ പ്രശ്നങ്ങൾ വരുന്നത്, ലോൺലിനെസ് വരുന്നുണ്ടാവും, ദെൻ ഡിപ്പെൻഡൻസി വരുന്നുണ്ടാവും, പിന്നെന്താ വരിക, ഡിപ്രഷൻ വരുന്നുണ്ടാവും. അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലംസില് സ്പോസിൽ ആരെങ്കിലും ഒരാളെ കൂടെ ഉള്ളുവെങ്കിൽ അതിപ്പം ഡെത്ത് ആവാം, അല്ലെങ്കിൽ സെപ്പറേഷൻ ആവാം, ചിലപ്പോൾ കുട്ടികളോട് പോയി നിൽക്കുന്നതാവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നത്. ദെൻ സിംഗിൾ ആയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലംസ്, ഇത്രയും നാള് ഹാപ്പി ആയിരുന്നിട്ട് പെട്ടെന്ന് എല്ലാം വിട്ടുപോകുന്നത്, ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നത്. ദെൻ നെക്സ്റ്റ് ജോഗ്രഫിക്കൽ മൊബിലിറ്റി. ജോഗ്രഫിക്കൽ മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും ജോലി ചെയ്തിരുന്നിടത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്, അവിടുന്ന് പെട്ടെന്ന് നാട്ടിലേക്ക് മാറുന്നു. അപ്പൊ ആ ഒരു ഹൗ ടു മാർക്ക് അവർ അറ്റൻഡൻസ് ഫോർ ദിസ് ക്ലാസ് എന്ന് ആരോ ഇട്ടിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാന്ന് നോക്കിക്കേ. ഓക്കെ, അച്ഛനതിന് മറുപടി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി വരുന്നത് ജോഗ്രഫിക്കൽ മൊബിലിറ്റിയെ. അപ്പം നമ്മുടെ ഇവിടുത്തെ ആണ് ഈ എലിസബത്ത് ഹെർലോഗിന്റെ ബുക്ക് ഒന്ന് നോക്കുമ്പോൾ ഒരു വെസ്റ്റേൺ കൾച്ചർ ആയിരിക്കും. നമ്മൾ നമ്മളുടെ ഒരു കൾച്ചറിൽ നോക്കണം. നമ്മുടെ ഒരു കൾച്ചറിലാണെങ്കിൽ ജോലി ചെയ്യുന്നിടത്തുനിന്ന് അവര് റിട്ടയർമെന്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചു പോരുന്ന ഒരവസ്ഥ വരും. തിരിച്ചു വരുമ്പോ ഒരു സ്ഥലത്ത് നിൽക്കുന്നത്. ഇനി അതല്ല, റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് വേണം മക്കളുടെ കൂടെ പോയി താമസിക്കാൻ. മക്കളുടെ കൂടെ താമസിക്കാൻ പോകുമ്പോഴും അവർ ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ട് പോകേണ്ടി വരും. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് പോയി നിൽക്കേണ്ടതായിട്ട് വരും. അതൊക്കെ ഈ ഒരു ഏജ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെ ബാധിക്കുന്നുണ്ടാവും. പിന്നെ ആരും നോക്കാനില്ലാത്തൊരവസ്ഥ അതൊക്കെ വരുന്നുണ്ടാവേ. ഫാമിലി ലൈഫ് ഹസാർഡ്സ്, അതാണ് പറഞ്ഞ ആരും നോക്കാനില്ലാത്തൊരവസ്ഥയൊക്കെ വരുന്നത്. ദെൻ അവരുടെ ഹാപ്പിനെസ്, എങ്ങനെയൊക്കെയാണ് അവർക്ക് എവിടെയൊക്കെയാണ് സന്തോഷം കിട്ടുന്നത്, കണ്ടെത്തുന്നത്. എപ്പോഴെങ്കിലും ഓഫ്ലൈൻ ആയി പോയിട്ടുണ്ടെങ്കിൽ മെസ്സേജ് വിട്ടോളുക കേട്ടോ. കറണ്ട് പോയിരിക്കുകയാണ്, പറയാൻ പറ്റില്ല. ഇനി ഇത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നോക്കാവേ. ഞാനിപ്പോ നിങ്ങൾക്ക് ഇട്ട് തന്നിരുന്നേ, കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. കേൾക്കുന്നില്ലെങ്കിൽ എനിക്ക് അറിയാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നുവേ. യെസ് മാം, കേൾക്കുന്നുണ്ട്. ഓക്കെ, അതാ ഞാൻ നോക്കിയേ. ഇനി നമ്മൾ ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ അവരുടെ പെർമിഷനോടുകൂടി ഇന്റർവ്യൂ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഈ പെർമിഷനോടുകൂടി ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റാപ്പോ ബിൽഡ് ചെയ്യണം. റാപ്പോ ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ അവരെ ചിലപ്പോൾ വീട്ടിൽ വെച്ച് കാണാം, ചിലപ്പോൾ പാർക്കിൽ വെച്ച് കാണാം. എങ്ങനെയാണെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ മറ്റാരുടെയെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചായിരിക്കും അവരോട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരെ കയറി അവരുടെ പേര് ചോദിച്ചിട്ടായിരിക്കില്ല. അപ്പൊ കഴിവതും നമ്മൾ റെക്കോർഡാക്കാൻ നോക്കണം. ഇവര് പറയുന്നതെല്ലാം നമുക്ക് ഇങ്ങനെ ഇരുന്ന് എഴുതാൻ പറ്റിയെന്ന് വരില്ല. ഇത് പെർമിഷനോടുകൂടി റെക്കോർഡാക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോഴൊക്കെ നമ്മുടെ ഈ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ കൗൺസിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡാക്കാം. പേഴ്സണൽ യൂസിന് വേണ്ടി മാത്രം, ഒരിക്കലും മിസ്യൂസ് ചെയ്യരുതെന്നേ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ചില അബ്യൂസ് ഒക്കെ റിപ്പീറ്റ് ചെയ്യിപ്പിക്കില്ല ഒരിക്കലും. അതുകൊണ്ടിട്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന പറഞ്ഞതല്ല. അതുകൊണ്ട് ഈ പ്രായമായവരെ അവർക്കും ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞ എന്നാ ശ്രദ്ധിച്ചിരിക്കുന്നത് എന്നുള്ളത് അവർക്ക് തോന്നാം. പറയുന്നത് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കഴിയിലെ കഴിവതും റെക്കോർഡിക്കലായി വെക്കാൻ വേണ്ടി നോക്കണം. എന്നിട്ട് വേണം അത് മിസ്യൂസ് വേണ്ടിയിട്ടല്ല, അതേപോലെ കേൾക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും മിസ്യൂസ് ചെയ്യരുത്. അങ്ങനെ മിസ് ചെയ്താൽ പോയി കിടക്കാം ഒരുമിച്ച്. അപ്പൊ ആദ്യം റാപ്പോ ക്രിയേറ്റ് ചെയ്യാം. റാപ്പോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ചോദിക്കുന്ന ചോദ്യങ്ങൾ ശരിക്കും നമ്മളിൽ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻ ഇതുണ്ടെങ്കിലേ നമുക്കിത് അങ്ങോട്ട് മിങ്കിളാകാൻ പറ്റുള്ളൂ. ശരിക്കും നമ്മൾ തന്നെ നമ്മളെ തയ്യാറായിട്ട് വേണം പോവാന്. റാപ്പോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവരോട് ആദ്യം പേരെല്ലാം ചോദിക്കുക, ആരുടെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. ദെൻ അത് അവരുടെ വീട്ടിലേക്ക് എത്തി. ദെൻ വീട്ടിലേക്ക് എത്തുമ്പോൾ എത്ര മക്കളുണ്ട് എന്ന് ചോദിക്കുന്നതിന് പകരം മക്കളൊക്കെ എന്ത് ചെയ്യുന്നു,
എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വന്നു. അപ്പൊ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? അപ്പൊ അവര് പറയും എനിക്ക് 6 അല്ലെ 7 മക്കളുണ്ട്, 2 പെൺകുട്ടികളുണ്ട്, അവരെ കെട്ടിച്ചുവിട്ടു, അവർക്ക് ഇത്ര മക്കളുണ്ട്, ആൺകുട്ടികളെ ഇത്ര, അവർക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞ് ഇവര് പറയാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ഇതൊക്കെ എന്തായിട്ട് എടുക്കും? ഇതെല്ലാം നമ്മളുടെ കയ്യിൽ റെക്കോർഡിക്കലാക്കി വെക്കണം, അല്ലെങ്കിൽ നമ്മളിതൊന്നും ഓർത്തിരിക്കുകയില്ല. 6 മക്കളുണ്ട്, അവർക്ക് ഭാര്യമാരുണ്ട്, അവർക്ക് ഓരോരുത്തർക്കും 2-3 മക്കളുണ്ട്, ഇതൊന്നും നമ്മൾ ഓർത്തിരിക്കില്ല. അവർക്ക് എന്തൊക്കെ ചെയ്യുന്നു, അവരവരുടെ കാര്യങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടാവും, അതെല്ലാം പറയും. അത് കഴിഞ്ഞിട്ട് അപ്പൊ നമുക്കൊരു ഫാമിലി കിട്ടി, ഫാമിലി ട്രീ കിട്ടി. നമ്മൾ ആ ഫാമിലി ട്രീ വരയ്ക്കണം. അച്ഛൻ, അമ്മ, ദെൻ ഇത്ര മക്കൾ. അപ്പൊ ഇയാളോട് ചോദിക്കുന്ന നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ, ജ്യേഷ്ഠനിമാർ ആരെങ്കിലും ഉണ്ടോ, പെങ്ങളുണ്ടോ, അവരെവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇപ്പോഴും ഉണ്ടോ, അവരെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ. അപ്പൊ ആ ഒരു അസുഖത്തിന്റെ ഇതിലേക്ക് വരുമ്പോൾ ഈ വ്യക്തിയോടും ചോദിക്കാം, അത് ലേഡി ആണെങ്കിലും ജെന്റ്സ് ആണെങ്കിലും അവരോട് ചോദിക്കാം എങ്ങനെയായിരുന്നു. അപ്പൊ ഏജിങ് പ്രോബ്ലം കൂടി വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇപ്പൊ ലേഡീസിനോടാണെങ്കിൽ നമുക്ക് ആ ഏജിങ്ങിൽ വന്നിരിക്കുന്ന പ്രോബ്ലം, അപ്പം ഒരു 50 ഏജ് ഒക്കെ ആയപ്പം എന്താണ് ഫീൽ ചെയ്തിരുന്നത്, ഏജിങ് പ്രോബ്ലം നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഏജിങ്ങിനെ കുറിച്ച് ചോദിക്കാം. ഇപ്പൊ എന്നോടൊക്കെയാണ് ചോദിക്കുന്നത് 40-45 ഏജ് ആയപ്പം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അപ്പൊ ഒരു ഹോർമോണൽ ചേഞ്ച് ഉണ്ടായിരുന്നു, ആ സമയത്തൊക്കെ ഒരു അഗ്രസീവ് ബിഹേവിയർ വന്നിരുന്നു, അങ്ങനെ പറയും. അങ്ങനെ അപ്പൊ ലേഡീസ് ആണെങ്കിലും ജെന്റ്സ് ആണെങ്കിലും ഹോർമോൺ ചേഞ്ചിന്റെ ഉണ്ടാവും. അപ്പൊ ഇമോഷണൽ ചേഞ്ചസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫിസിക്കൽ ചേഞ്ചസ് വരുന്നുണ്ട്. ഇതൊക്കെ ഒരു ഏജിങ് പ്രോസസ്സിൽ വ്യക്തി ജീവിതത്തെ ബാധിക്കുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ നമുക്ക് ഇതൊക്കെ ചോദിക്കാം. പിന്നെ മുന്നോട്ട് വന്നിട്ട് ഏജിങ് ആയിക്കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്, അവ ചോദിക്കാം. എന്തെങ്കിലും സാധാരണഗതിയിലുള്ള എല്ലാ അസുഖങ്ങളും ഇതിനകത്ത് ഞാൻ എല്ലാം ഏകദേശം കൊടുത്തിട്ടുണ്ട്, അസുഖങ്ങളുടെ പേരുകൾ കുറെ കൊടുത്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾ ആ ഇൻഡിവിജ്വൽ ഡിഫറൻസിനനുസരിച്ചിട്ട് അവരോട് ചോദിക്കുക, എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, അല്ലെങ്കിൽ അതിന് എന്താണ് ചെയ്യുന്നത്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അസുഖവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. അസുഖങ്ങൾ മാത്രമല്ല ഉള്ളത്, ഇമോഷണൽ ആയിട്ട് ഇമോഷണൽ ആയിട്ടുള്ളതിന്റെ പേരിൽ ചിലപ്പോൾ ചിലർ ഓവർ ഈറ്റിംഗ് ചെയ്യുന്നവരുണ്ടാവാം. വിശന്നിട്ടല്ല, മനസ്സിനെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കുന്നവരുണ്ടാകും. അങ്ങനെ കഴിക്കുന്നവരുണ്ടാവും. അങ്ങനെ കഴിക്കുമ്പോഴും എന്താ വരുന്നത്, ശരീരം വല്ലാതെ വണ്ണം വെക്കുന്നു, അല്ലെങ്കിൽ വയറ് ചാടുന്നു, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇവർക്ക് വേറെ എന്തിലോ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ടാണല്ലോ ഫുഡിലെ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മൾ അതെല്ലാം നോക്കണേ. അവരെ ഓവറോൾ ആയിട്ട് നമ്മൾ നോക്കുന്നു. ദെൻ അവരുടെ ഒരു ഫാമിലി പ്രൊഫൈല് നമ്മൾ എടുത്തിരുന്നു. ദെൻ ഏജിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു. ഹെൽത്ത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിനകത്ത് നിങ്ങൾ നോക്കണേ. പിന്നെ വരുന്നത് അവരുമായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള നിമിഷം എന്തായിരുന്നു, ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് എവിടെയായിരുന്നു, നിങ്ങളുടെ ജീവിതത്തില് ഏറ്റവും സങ്കടം തോന്നിയ ഇൻസിഡന്റ് ഏതാണ്, ഇനി ജീവിക്കണ്ട എന്ന് തോന്നിയ ഏതെങ്കിലും ഒരു നിമിഷമുണ്ടോ, അല്ലെങ്കിൽ എപ്പോഴും ഒരു ഫ്രഷ് ആയിട്ടാണോ പോകുന്നത്, ജോബില് എവിടെയെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നോ, ഏതെങ്കിലും ഒരു നിമിഷത്തില് നിർത്തി പോന്നാൽ മതിയായിരുന്നു, എങ്ങനെയെങ്കിലും ഈ ജോലി ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. ചിലപ്പോഴൊക്കെ ബാങ്ക് ഓഫീസേഴ്സിനോട് ചോദിച്ചാൽ ചിലപ്പോൾ അവർ പറഞ്ഞേക്കാം, എങ്ങനെയെങ്കിലും ഒന്ന് ബാങ്കിൽ നിറഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു, എന്തോ ഒരു തലവേദനയായിരുന്നു. അപ്പൊ അങ്ങനെ ജോലി എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി കിട്ടിയാൽ മതിയായിരുന്നു. അത് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ടൈം എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു, ആദ്യത്തെ ഒരു 10 ദിവസം പോകാം, അത് കഴിഞ്ഞിട്ട് ടൈം എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു, അവിടെ നിങ്ങൾക്ക് വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ, ലോൺലിനെസ് അനുഭവപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തിയതായിട്ട് തോന്നുന്നുണ്ടോ, എന്തായിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ ചേഞ്ച് ആയിട്ട് വന്നിരുന്നത്, എവിടെ വെച്ചാണ് ഒരു ടേണിംഗ് പോയിന്റ് വന്നത് ജീവിതത്തിന്. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ പുതിയ തലമുറയ്ക്ക് കൊടുക്കാനുണ്ടോ, നിങ്ങളുടെ ഇത്രയും എക്സ്പീരിയൻസിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ. അപ്പൊ ഇങ്ങനെ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇൻഡിവിജ്വൽ ഡിഫറൻസിനനുസരിച്ച് എല്ലാ ക്വസ്റ്റ്യൻസും ചോദിക്കണം. അവരുടെ ഹോബീസ് എന്താണ്, ഇനി ഇപ്പോൾ അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഏതൊരു നിമിഷമായിരുന്നു ജീവിതത്തിൽ ഏറ്റവും പ്രൗഡായിട്ട് തോന്നിയിരുന്നത്, ഏറ്റവും ഓർമ്മപ്പെടുത്തുന്നത് എന്തെങ്കിലും ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ പറയാൻ മോനുണ്ടായതാണ് ഏറ്റവും മനസ്സിലെന്നും ഒരു ഏറ്റവും സന്തോഷവും ഏറ്റവും ഓർമ്മപ്പെടുത്തുന്നതുമായിട്ടുള്ള നിമിഷം, അങ്ങനെ അവർക്ക് പറയാം. അപ്പൊ അങ്ങനെ എന്താണ് അവരുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ചിലർക്ക് അത് ജോലി കിട്ടിയതായിരിക്കാം, ചിലർക്ക് കല്യാണം കഴിഞ്ഞ ആ ഒരു ഇതായിരിക്കാം ഏറ്റവും അതായിട്ട് റിമംബറിംഗ് ആയിട്ട് ഏറ്റവും വേദനിപ്പിക്കുന്ന ഓർമ്മ ഏതാണ്. അപ്പൊ അങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും ലിങ്ക് ചെയ്ത് നമ്മൾ കൊണ്ടുപോകണം. എന്നിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്, ഇത്രയും മാത്രം ചെയ്താൽ പോരാ, ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് അവര് ഈ ഇതുമായിട്ട് കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം.
കോപ്പിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലര് നമ്മളോട് പറയും ഞങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്, രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് അമ്പലത്തിൽ പോകും, അല്ലെങ്കിൽ വൈകുന്നേരം ഞങ്ങൾ അടുത്തുള്ളവരെല്ലാരും കൂടി ഒന്ന് അമ്പലത്തിൽ പോകും, ആൽത്തറയിൽ കുറച്ച് നേരം ഇരുന്നു. അപ്പൊ അവരോട് അവിടെ ഒരു കോപ്പിംഗ് സ്ട്രാറ്റജീസ് വന്നു, ഒരു റിലാക്സേഷൻ വന്നു നടക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ശരീരത്തിന് റിലാക്സേഷൻ വന്നു. 2-3 പേര് കൂടിയാണ് നടക്കുന്നത്. അപ്പൊ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഇന്റർപേഴ്സണൽ തെറാപ്പി അവിടെ നടക്കുന്നുണ്ട്. ദെൻ അവർ പോയി ഒരു ആൽത്തറയിൽ ഇരിക്കുന്നു. ആ ആലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് സമാധാനം കിട്ടുന്ന ഒന്നാണ് ഈ ആല്. അല്ലെ, നമുക്കറിയാലോ അങ്ങനെ ചില ട്രിക്സുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇവര് സ്ട്രെസ് എടുക്കുന്നുണ്ടെങ്കിൽ ആ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് അവര് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളും സ്വീകരിക്കണം. ഇനി അതല്ല, എന്താ പറയാ, അവിടുന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളും എടുക്കണം. അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുക്കുകയും ചെയ്യണം. ഇനി അവര് പറയുകയാണ് എനിക്ക് ഭയങ്കര വിഷമമാണ്, എന്റെ സമയം ഒന്നും പോകുന്നില്ല എന്ന് പറയുന്നവരോട് നമ്മൾ സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നിങ്ങൾക്ക് പ്രാണായാമ പറഞ്ഞു കൊടുക്കാം. എവിടെ എപ്പോഴും ഒരു ബുക്ക് കാണുന്നില്ല. പ്രാണായാമ പറഞ്ഞു കൊടുക്കാം. ദെൻ ചിലപ്പോഴൊക്കെ നമ്മൾ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി കൊടുക്കും. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി കൊടുക്കുന്നത് അവരുടെ തോട്ട്സിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അവരെന്തിനെ കുറിച്ചാണോ ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കുന്നത് ആ ഒരു ചിന്തയെ മാറ്റി കൊടുക്കണം നമ്മൾ. ഇപ്പം ചിലര് നടക്കാൻ പോകുന്നുണ്ടെന്ന് പറയും. ഇനി നടക്കാൻ പോകുന്നില്ലാത്തവരാണെങ്കിൽ നമ്മൾ അവരോട് പറയണം ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങി നടക്കണം. കോവിഡ് സിറ്റുവേഷനിൽ അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ പറഞ്ഞു കൊടുക്കാനേ. എന്നിട്ട് ഇതേപോലെ അമ്പലത്തിലോ പള്ളിയിലോ ഒന്ന് പോകാൻ പറയണം. ദെൻ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറയണം. ഇനി കൊച്ചു കുട്ടികളാണെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൽ കയറണ്ട, വാട്സാപ്പിൽ കയറണ്ടെന്ന് പറയും. ഇവരോട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ കയറിക്കൊള്ളാൻ തന്നെ പറയണം. കാരണം അവിടെ ഓരോ പഴയ ആൾക്കാരുമായിട്ട് അവർക്ക് മിങ്കിൾ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പൊ അതുമായിട്ട് മിങ്കിൾ ചെയ്യുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ. ദെൻ ഇനി എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആരോട് സംസാരിക്കണം. ഇനി ഒക്യുപ്പൈ ചെയ്യിപ്പിക്കാൻ ഒക്യുപ്പേഷണൽ തെറാപ്പി എങ്ങനെയാണ് അവരെ ഒക്യുപ്പൈ ചെയ്യിപ്പിക്കേണ്ടതെന്ന് നിങ്ങൾ നോക്കണം. വെറുതെ ഇരുത്തരുത് ഇവരെ. നമുക്ക് എന്തിനാ ദൈവം കൈയും കാലും ഒക്കെ തന്നിരിക്കുന്നത്, അതുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ എത്ര നടക്കാൻ പറ്റുന്നോ അത്രയും നാളും. വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആരെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല, അത് മനസ്സിലാക്കുക. എല്ലാവരും എത്ര ഏജ് ഉള്ളവരാണെങ്കിലും അവര് ഒരു ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടിരിക്കണം. അപ്പൊ അവരെ ഒക്യുപ്പൈ ചെയ്യിപ്പിക്കാൻ നോക്കണം. അതിപ്പം നടക്കുന്നതിലാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും എന്റർടൈൻമെന്റിലാണെങ്കിലും അതൊക്കെ ആസ്വദിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക്, നിരാശയിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരണം അവരെ. നമ്മുടെ അടുത്ത് ആൾ ഒരു നിരാശ പറയുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് കേട്ടിട്ട് അതിന് സൊല്യൂഷൻ കൊടുക്കാൻ. കാരണം നമ്മൾക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം, എങ്കിലേ നമുക്ക് അവർക്കത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവർക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊടുക്കണം. അവരെ ഏതൊരു സാഹചര്യമാണോ ആ സാഹചര്യത്തിൽ നിന്ന് പോസിറ്റീവ് ഉള്ള സാഹചര്യത്തിലേക്ക്. ചിലപ്പോൾ അവർ കുട്ടികളൊക്കെ വിദേശത്താണെങ്കിൽ ഭയങ്കര ലോൺലിനെസ് അനുഭവിക്കുന്നവരുണ്ടാവും. അപ്പൊ അത് മാറ്റി കൊടുക്കണം. അവരുടെ തോട്ടിനെ തന്നെ ബ്രേക്ക് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, പുതിയ ഒരു ഇതിലേക്ക്, പോസിറ്റീവിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് എത്തിക്കണം. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ നമ്മളിത് ചെയ്യുന്നത് വെറുമൊരു ഇന്റർവ്യൂ എന്ന രീതിയിൽ മാത്രമല്ല, ആ ഒരു കോപ്പിംഗ് സ്ട്രാറ്റജിയിലേക്ക്. കോപ്പിംഗ് സ്ട്രാറ്റജി എല്ലാം ഒന്നും എനിക്ക് പറഞ്ഞുതരാൻ പറ്റാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇപ്പൊ ലേഡീസ് ആണെങ്കിൽ അവരോട് എന്ത് പറയണം, ജെന്റ്സ് ആണെങ്കിൽ ചെയ്യുമ്പോൾ അറിയില്ലെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരും. അപ്പൊ ഈ ഒരു കോപ്പിംഗ് സ്ട്രാറ്റജീസും കൂടെ നോക്കണം. അപ്പൊ ഇത് എഴുതുമ്പം നിങ്ങൾ ആദ്യം ഇന്റർവ്യൂ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ എഴുതണം. ഓൾഡ് ഏജുമായിട്ടുള്ള പ്രോബ്ലംസും എല്ലാം മെൻഷൻ ചെയ്യണം. അത് കഴിഞ്ഞ് വേണം ഇന്റർവ്യൂ ചെയ്യാൻ. ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തൊരു 10-20 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസിനനുസരിച്ച് നിങ്ങൾ മാറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൊടുക്കാം. അങ്ങനെ നിങ്ങൾ കൊടുക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ഏതിലേക്ക് വരാന്, റിപ്പോർട്ടിലേക്ക് വരാൻ. റിപ്പോർട്ട് എഴുതുമ്പോൾ ഒരു 1.5 പേജ് റിപ്പോർട്ടായിട്ട് എഴുതണം. ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടല്ല എഴുതേണ്ടത്, റിപ്പോർട്ടായിട്ട് എഴുതണം. അപ്പൊ കോപ്പിംഗ് സ്ട്രാറ്റജീസ് അതിനകത്ത് ഉണ്ടാവണം. എന്താണ് കൊടുത്തത്, അവരോട് നടക്കാൻ പോകാൻ പറഞ്ഞോ, പ്രാണായാമം ചെയ്യാൻ പറഞ്ഞോ, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി കൊടുത്തോ, സോഷ്യൽ ഇന്ററാക്റ്റീവ് തെറാപ്പി കൊടുത്തോ, ഇന്റർപേഴ്സണൽ തെറാപ്പി കൊടുത്തോ, അങ്ങനെ അല്ലെങ്കിൽ ഒക്യുപ്പേഷൻ ചെയ്യാൻ വേണ്ടി, ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഒക്യുപ്പൈ ചെയ്യിപ്പിക്കാന്നുള്ള ഒക്യുപ്പേഷണൽ തെറാപ്പി കൊടുത്തോ. ദെൻ ആക്സെപ്റ്റ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറാപ്പി, ACT എന്ന് എഴുതും നമ്മളെ, ആക്സെപ്റ്റ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറാപ്പി. അതായത് ആ റിയാലിറ്റി അവരെ കൊണ്ട് അംഗീകരിപ്പിക്കുക. ആക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറാപ്പി.
ആ ഒരു റിയാലിറ്റിയെ അംഗീകരിച്ച് അതിനെ പോസിറ്റീവായിട്ട് കണ്ട് അതിൽ ജീവിക്കാനുള്ള ഒരു അതിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക. നമ്മൾ വെറുതെ അല്ല ഒരു ഇന്റർവ്യൂ ചെയ്യുന്നത്. നമ്മളൊരു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അതിന് പോസിറ്റീവ് വശം ഉണ്ടായിരിക്കും, നെഗറ്റീവ് വശം ഉണ്ടായിരിക്കും. ഇനി ഒത്തിരി പോസിറ്റീവ് ഉള്ളവരാണെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടും സ്വീകരിക്കാം. അവരെന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെയാണ് അവര്. ചിലർ ഒരുപാട് ഫ്രഷ് ആയിട്ടുള്ളവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരിൽ നിന്ന് നമുക്കും ഒരുപാട് കാര്യങ്ങൾ സ്വീകരിക്കാനുണ്ടാവും. കഴിഞ്ഞ ദിവസം എന്നോട് എന്റെ ഗ്രാൻഡ്മ പറഞ്ഞതുപോലെ, ഞാൻ കാണാൻ ചെന്നപ്പോ എന്റെ അമ്മയുണ്ട്, അവരുണ്ട്, അവർക്ക് 101 വയസ്സായി. എന്റെ എടി, ഞാനൊന്ന് മരിച്ചിട്ട് വേണ്ടേ ഇവർക്കൊക്കെ മരിക്കണമെങ്കിൽ. അപ്പൊ ശരിക്കും ഞാൻ ശരിക്കും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവര് വളരെ നോർമലായിട്ട് അവര് ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്, ഞാൻ മരിച്ചാലല്ലേ ഇനി. ദാറ്റ് മീൻസ് അവർക്ക് 101 വയസ്സായി, മറ്റുള്ളവർക്ക് 80 മുതൽ താഴോട്ടാണ് ബാക്കിയുള്ളവർ നിൽക്കുന്നത്. അപ്പൊ ഞാൻ മരിച്ചാലല്ലേ ഇനി അവർക്ക് മരിക്കാൻ പറ്റൂ. അപ്പൊ അവരും അടുത്ത കാലത്തൊന്നും മരിക്കില്ല. വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു. അപ്പൊ ഈ പോസിറ്റീവായിട്ട് പറയുന്ന ആൾക്കാരുമുണ്ട്. അവരിൽ നിന്ന് നമ്മൾ പോസിറ്റീവ് സ്വീകരിക്കാനും, നെഗറ്റീവായിട്ട് പറയുന്നവർക്ക് നമ്മൾ നെഗറ്റീവ് മാറ്റി പോസിറ്റീവ് കൊടുക്കാനും നമ്മൾ തയ്യാറാവണം. ഒരു ഏകദേശ രൂപം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കും. ഇന്ന് റിവൈസ് ചെയ്ത് പോകാൻ നിങ്ങൾ മിണ്ടിയിട്ട് എന്റെ കാര്യം നടക്കില്ല. നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും മിണ്ടിപ്പിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. യെസ് മാം, മനസ്സിലായി. ഓക്കെ, ഞാൻ ഇനി നിങ്ങളുടെ ഈ ഗൈഡ് ലൈൻസ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് അതിലൂടെ ഒന്ന് കണ്ണോടിച്ചു പോകാവേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവേ. നിങ്ങളുടെ നമ്മൾ ചെയ്തതനുസരിച്ച് പറഞ്ഞു പോകാം അല്ലേ? അതായിരിക്കും. ആദ്യം നമ്മൾ ചെയ്തത് ലോക്കസ് ഓഫ് കൺട്രോൾ ആയിരുന്നു. അത് പേഴ്സണാലിറ്റി ഡയമെൻഷനിൽ നിന്നാണ് നമ്മൾ ചെയ്തത്. പേഴ്സണാലിറ്റിയിലാണ് നമ്മൾ ചെയ്തത്. 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൽ 12 ക്വസ്റ്റ്യൻ ഫാൾസും 8 ക്വസ്റ്റ്യൻ ട്രൂവും ആയിരുന്നു. 12 × 5 60 അല്ലെ? 8 × 5 40. 100-ലായിരുന്നു മാർക്ക്. എന്നിട്ട് നമ്മൾ ആ മാർക്കിനെ ഡിവൈഡ് ചെയ്ത് എടുത്തിരുന്നു. ഇല്ലേ, നമ്മൾ മാർക്കിനെ ഡിവൈഡ് ചെയ്തിരുത്തിരുന്നു. മാർക്കിനെ ഡിവൈഡ് ചെയ്ത് എടുത്തിട്ട് മിഡിലിൽ വരുവാണെങ്കിൽ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളും, താഴേക്ക് വരികയാണെങ്കിൽ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളും, കൂടുതൽ താഴേക്ക് വരികയാണെങ്കിലോ ഇല്ലേ 0 to 15 തന്നിരുന്നു അല്ലേ? എന്റെ കയ്യിൽ നിന്ന് പേജൊക്കെ പോയി എന്ന് തോന്നുന്നു. ലോക്കസ് ഓഫ് കൺട്രോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു ഫാൾസും ട്രൂവും 100 മാർക്കിലായിരുന്നു. 0 മുതൽ 15 വരെയാണെങ്കിൽ വെരി സ്ട്രോങ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളും, 20 മുതൽ 35 വരെയാണെങ്കിൽ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളും, 40 മുതൽ 60 വരെയാണെങ്കിൽ ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, 60 മുതൽ 80 വരെ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, 85 മുതൽ 100 വരെ വെരി സ്ട്രോങ് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു. ലോക്കസ് ഓഫ് കൺട്രോൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണം, മറന്നു പോവരുത്. അതായത് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ള വ്യക്തികളാണെങ്കിൽ ദ ബിലീവ് ദാറ്റ് ദി എഫക്ട്സ് ഇൻ വൺസ് ലൈഫ് ആർ ലാർജ്ലി ഡ്യൂ ടു വൺസ് ഓൺ എഫോർട്ട്. അവരുടെ തന്നെ എഫോർട്ടിലാണ് അവർ വിശ്വസിക്കുന്നത്. അവരുടെ ബിഹേവിയർ എപ്പോഴും എന്ത് കോൺസിക്വൻസസ് ഉണ്ടായാലും ദെയർ ഓൺ ആക്ഷൻസ് അവരിൽ തന്നെയാണ് അവർ കണ്ടെത്തുന്നത്. ഞങ്ങളുടെ കഴിവ്, അവരുടെ പൊട്ടൻഷ്യലിന്റെ പരമാവധി അവർ ഉപയോഗിക്കും. അതേപോലെ തന്നെ അതിന്റെ എന്ത് കോൺസിക്വൻസ് വന്നാലും അവർ തന്നെ അത് ഏറ്റെടുക്കും. അതേസമയത്ത് എക്സ്റ്റേണൽ ആണെങ്കിൽ അവർ വിശ്വസിക്കുന്ന ചാൻസ്, ലക്ക്, ഫേറ്റ്, പവർഫുൾ ഫിഗേഴ്സ് ഇൻ അതോറിറ്റി, ഇതൊക്കെയാണ് അവരുടെ ബിഹേവിയറിൽ വരുന്നത്. അവർ അതിലാണ് വിശ്വസിക്കുന്നത്, വിധിയില്, ദൈവത്തില്, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്തതുകൊണ്ടാണ് അങ്ങനെ വിശ്വസിക്കുന്നത്. അപ്പം ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഏതാണ് നല്ലതെന്നും ഏതാണ് മോശമെന്നും നിങ്ങൾ തന്നെ നോക്കുക. പേഴ്സണാലിറ്റിയുടെ ഡയമെൻഷനാണ്. അതിനകത്ത് എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്, ആരാണത്, റോട്ടറിന്റെ ആണ്, അത് ഓർത്തിരിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ഓർത്തിരിക്കണം. പേഴ്സണാലിറ്റി എന്നാണ്. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ തിയറിയും ഒന്ന് മനസ്സിൽ കൂടി ഒന്ന് ഓടിച്ചിട്ട് പോകണം. ടൈപ്പ് തിയറി, ട്രൈറ്റ് തിയറി, അതിനിടയ്ക്ക് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് വന്ന് ആ അൺകോൺഷ്യസ് നമ്മളിലേക്ക് ഇങ്ങനെ ഇട്ട് തന്ന ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ പേഴ്സണാലിറ്റിയിലും ഇട്ട് തന്നിരിക്കുന്ന വ്യക്തിയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്നുള്ളത് ഓർക്കുക. ദെൻ സിഗ്മണ്ട് ഫ്രോയിഡ് എന്തൊക്കെ തന്നിട്ടുണ്ടെന്നുള്ളത് ഓർക്കുക. സിഗ്മണ്ട് ഫ്രോയിഡിനെ അങ്ങ് മാറ്റി വെക്കുക, കാരണം ആളെപ്പോഴും വ്യത്യസ്തനായി നിൽക്കുന്നതാണ്. ദെൻ ബാക്കിയുള്ളവരൊക്കെ ഒരു ലിങ്ക് ആയിട്ട് ഇങ്ങോട്ട് പോരുകയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ആലോചിക്കുക, അതൊക്കെ മനസ്സിൽ കൂടി ഒന്ന് പോവുക. പേഴ്സണാലിറ്റി എന്താണെന്ന് പറയുമ്പോഴും അതിന്റെ ഡയമെൻഷൻ എന്താണെന്ന് പറയുമ്പോഴും. ദെൻ രണ്ടാമത് നമ്മൾ പഠിച്ചത് അഡാപ്റ്റീവ് ഇന്റലിജൻസ് ആയിരുന്നു. അഡാപ്റ്റീവ് ഇന്റലിജൻസിൽ ആദ്യം ഇന്റലിജൻസ് എന്താണെന്നുള്ളത് അറിയണം,
അതിന്റെ ഡെഫിനിഷൻ വേണം നമുക്ക്. ഞാനത് പറഞ്ഞു തന്നിരുന്നു. നന്നായിട്ട് ഇന്റലിജൻസ് ഈസ് ദ ഗ്ലോബൽ കപ്പാസിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു ആക്ട് പർപ്പസ്ഫുള്ളി, ടു തിങ്ക് റാഷണലി ആൻഡ് ടു ഡീൽ എഫക്റ്റീവ്ലി വിത്ത് ഹിസ് എൻവയോൺമെന്റ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നിരിക്കുന്ന ഇന്റലിജൻസ് തിയറി രണ്ടെണ്ണം, ഒന്ന് സ്റ്റേൺബർഗിന്റെയും ഒന്ന് ഗാർഡനറുടെയുമാണ്. ഗാർഡനറുടെ ലാസ്റ്റ് ടു നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസും അതേപോലെ തന്നെ എസിസ്റ്റൻഷ്യൽ ഇന്റലിജൻസും, ഇപ്പുറത്ത് സ്റ്റേൺബർഗിന്റെ ഏത് ഇന്റലിജൻസ് ആയിരുന്നു നമ്മൾ എടുത്തത്? പ്രാക്ടിക്കൽ ഇന്റലിജൻസ്, അതായത് എക്സ്പെരിമെന്റൽ ഇന്റലിജൻസും കൂടെ എടുത്ത് കണക്ട് ചെയ്ത് അവരിപ്പോൾ എന്താണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? അഡാപ്റ്റീവ് ഇന്റലിജൻസ്. ബാക്കി ഏത് ഇന്റലിജൻസ് ഉണ്ടെങ്കിലും ഒരു കാര്യവുമില്ല, പ്രകൃതിയോട് ചേർന്ന് നിന്ന് അത് അക്വയർ ചെയ്യണം. അഡാപ്റ്റീവ് ഇന്റലിജൻസ് അക്വയർ ചെയ്ത് അല്ലെങ്കിൽ ലേൺ ചെയ്ത് ജീവിക്കാൻ പഠിക്കണം. COVID-19 പോലെയുള്ള ഒരു സിറ്റുവേഷനിൽ അഡാപ്റ്റീവ് ഇന്റലിജൻസിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടും ആ ഒരു ലേഖനം നിങ്ങൾ വായിക്കുക, നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, എന്നിട്ട് അത് എഴുതുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ചെയ്തത് ഹാലോ എഫക്റ്റ് ആണ്. ഒരു വ്യക്തിയുടെ ഒരു സ്വഭാവത്തെ കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബാക്കിയൊക്കെ അവർക്ക് ഉണ്ട് എന്ന് ഒരു ഹാലോ നമ്മൾ മേഡ് ചെയ്യാണ്, നമ്മൾ തന്നെ ചെയ്യാണ്. വിശുദ്ധന് കൊടുക്കുന്നത് പോലെ ഒരു രൂപം നമ്മളവിടെ ചെയ്യുകയാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്തത് ഹാലോ എഫക്റ്റ് കഴിഞ്ഞിട്ട്, ഹാലോ എഫക്റ്റ് എവിടെ നിന്നായിരുന്നു വന്നത്? സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി എന്നായിരുന്നു വന്നിരുന്നത് അല്ലേ? സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി അല്ലേ? ഹാലോ എഫക്റ്റ് വന്നത് സോഷ്യൽ സൈക്കോളജിന്ന് വന്നു. അഡാപ്റ്റീവ് ഇന്റലിജൻസ് തിയറി എന്ന് വന്നു. ലോക്കസ് ഓഫ് കൺട്രോൾ പേഴ്സണാലിറ്റി ഡയമെൻഷനിൽ നിന്ന് വന്നു. ബോബോഡോള് ലേണിംഗ് തിയറി എന്ന് വന്നു. ലേണിംഗ് തിയറിയിൽ തന്നെ സോഷ്യൽ ലേണിങ്ങും ബൈ ഇമിറ്റേഷനും പിന്നെ അതിനോട് അനുബന്ധിച്ച് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും വന്നു ആദ്യം. അത് 1961-ലും 63-ലും ബോബോഡോൾ ഡെവലപ്പ് എന്ന എക്സ്പെരിമെന്റ് അഗ്രഷൻ സിറ്റുവേഷനിൽ എങ്ങനെ ചെയ്യുന്നു എന്ന് നമ്മൾ എക്സ്പെരിമെന്റ് വഴി കണ്ടത്. അത് പിന്നീട് 1986-ല് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി ആയിട്ട് രണ്ടും ഡെവലപ്പ് ചെയ്തത് ഒരേ വ്യക്തി തന്നെയാണ്, ആൽബർട്ട് ബന്ദൂര. അത് ഓർത്തിരിക്കണം. അപ്പൊ ലേണിംഗ് തിയറിയിലൂടെ എല്ലാം ഒന്ന് തൊട്ട് പോണം കേട്ടോ. ഓക്കെ. ദെൻ 16 PF വന്ന് പേഴ്സണാലിറ്റിയുടെ എല്ലാ ഫാക്ടറിലൂടെയും നിങ്ങളൊന്ന് കടന്നു പോകണം. പേഴ്സണാലിറ്റിയുടെ തിയറികൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു? കാറ്റിന്റെ തിയറി 4ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്, അത് ഓർത്തിരിക്കണം. 16 ഫാക്ടേഴ്സ് കറക്റ്റ് ആയിട്ട് നല്ലതുപോലെ ആ ഫാക്ടേഴ്സ് പഠിച്ചു വെച്ചിരിക്കണം. 164 ഐറ്റംസ് ഉണ്ട് അതിനകത്ത്, അത് കൃത്യമായിട്ട് അറിയണം. നമ്മുടെ ഓൾഡ് ഏജില് ഇനി ഒന്നുകൂടിയേ. ആദ്യത്തേത് ഇൻട്രൊഡക്ഷൻ എഴുതണം. ഇൻട്രൊഡക്ഷനില് എക്സ്പെരിമെന്റൽ സൈക്കോളജി എന്താണെന്നുള്ളത് എഴുതണം. ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ ആദ്യം വന്നിരിക്കുന്നത് എക്സ്പെരിമെന്റൽ സൈക്കോളജിയാണ്. എക്സ്പെരിമെന്റൽ സൈക്കോളജിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സ്ട്രക്ചറലിസം പഠിച്ചിട്ടുണ്ട്. സ്ട്രക്ചറലിസത്തില് വില്യം ഊണ്ടും വില്യം ജെയിംസും ഉണ്ട് ഫങ്ഷണലിസം. പക്ഷെ വില്യം ഊണ്ടാണ് ആദ്യമായിട്ടൊരു ലാബോറട്ടറി സ്ഥാപിച്ചത്. ആളെ കുറിച്ച് എഴുതുക, എവിടെയാണ് സ്ഥാപിച്ചതെന്ന് എഴുതുക, എന്നാണ് സ്ഥാപിച്ചതെന്ന് എഴുതുക. ഞാൻ രാവിലെ പറഞ്ഞിരുന്നു, അത് എക്സ്പെരിമെന്റൽ സൈക്കോളജിയിൽ. എക്സ്പെരിമെന്റൽ സൈക്കോളജി എന്താണെന്നുള്ളത് എഴുതുക. അതിന്റെ താഴെ ആദ്യത്തേത് ബോബോഡോൾ എക്സ്പെരിമെന്റ്. നിങ്ങൾ എഴുതുമ്പോൾ എഴുതേണ്ടത് ഒന്നാമത്തേത്, ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, എക്സ്പെരിമെന്റൽ സൈക്കോളജി. ദെൻ ബോബോഡോൾ എക്സ്പെരിമെന്റ്. രണ്ടാമത്തേത് ഹാലോ എഫക്റ്റ്. ഹാലോ എഫക്റ്റ് നമ്മളോട് വീഡിയോ ആയിരുന്നു കാണാൻ പറഞ്ഞിരുന്നത്, പക്ഷെ നമ്മൾ കണ്ടത് നമുക്ക് അത് തന്നിട്ട് നമ്മളോട് വായിക്കാനാണ് പറഞ്ഞത്. അതിന് പകരം അപ്പം 2 എക്സ്പെരിമെന്റ് ആണ് ചെയ്തത്. എക്സ്പെരിമെന്റൽ സൈക്കോളജിയിൽ ബോബോഡോൾ എക്സ്പെരിമെന്റും ഹാലോ എഫക്റ്റും കേട്ടോ, മറക്കരുതേ. ദെൻ അടുത്തത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. ഞാൻ പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിന്റെ കൂടെ കുറച്ച് പോയിന്റ് വൈവയ്ക്ക് വരുന്നത് ഞാൻ പറഞ്ഞിരുന്നു, അതുകൂടെ ഒന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടേതായ രീതിയിൽ എഴുതുക. ദെൻ അതിന്റെ താഴെ വരുന്നത്, മൂന്നാമത് വരുന്നത് കാറ്റൽസ് 16 PF ആണ്. 16 PF എഴുതുക. ദെൻ നാലാമത് വരുന്നത് ലോക്കസ് ഓഫ് കൺട്രോൾ. ദെൻ നെക്സ്റ്റ്
ഇൻട്രൊഡക്ഷൻ കണ്ടന്റ് അനാലിസിസ്. ഫസ്റ്റ് ഇയറിൽ എന്റെ മക്കൾ കണ്ടന്റ് അനാലിസിസ് പഠിച്ചോ? കണ്ടന്റ് അനാലിസിസ് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കണ്ടന്റ് അനാലിസിസ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, എന്നിട്ട് അഡാപ്റ്റീവ് ഇന്റലിജൻസ് എഴുതുക. കണ്ടന്റ് അനാലിസിസ് എന്ന് കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അഡാപ്റ്റീവ് ഇന്റലിജൻസ് എഴുതുക. നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ ഇന്റർവ്യൂ മെത്തേഡ് എഴുതണം. ഞാൻ പറയാവേ, ഇന്റർവ്യൂ മെത്തേഡ് എന്ന് എഴുതുക. എന്നിട്ട് ഇന്റർവ്യൂ എന്താണെന്നും ഏതൊക്കെ ടൈപ്പ് ഇടാം കേട്ടോ, ഏതൊക്കെ ടൈപ്പ് ഇന്റർവ്യൂ ഉണ്ടെന്നുള്ളതും എഴുതുക. എന്നിട്ട് ഇതിനകത്ത് ഇതുണ്ടോ നോക്കിയതാ. ഇന്റർവ്യൂ വിത്ത് ഓൾഡർ അഡൽട്ട്, ലാസ്റ്റ് വൺ. ഇപ്പൊ എത്ര എണ്ണമായി? ഹെഡിങ് വന്നു. ആദ്യത്തേത് ഇൻട്രൊഡക്ഷൻ എക്സ്പെരിമെന്റൽ സൈക്കോളജി, അതിനുള്ളിൽ 2 എണ്ണം. ദെൻ ഇൻട്രൊഡക്ഷൻ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്, അതിനുള്ളിൽ കാറ്റൽസ്, സിസ്റ്റം തിയറിയും ലോക്കസ് ഓഫ് കൺട്രോളും. ദെൻ ഇൻട്രൊഡക്ഷൻ ടു കണ്ടന്റ് അനാലിസിസ്, അതിനുള്ളിൽ വന്നിരിക്കുന്നത് അഡാപ്റ്റീവ് ഇന്റലിജൻസ്. ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇന്റർവ്യൂ മെത്തേഡ്, ഇന്റർവ്യൂ വിത്ത് ഓൾഡർ അഡൽട്ട്. ഇത്രയുമാണ് വന്നിരിക്കുന്നത്. കണ്ടന്റ് അനാലിസിസ് എവിടെയാണ് കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബുക്കുണ്ട്, റിസർച്ച് മെത്തഡോളജിയുടെ 4ാമത്തെ ബുക്കാന്ന് തോന്നുന്നു. അതിനുള്ളില് കണ്ടന്റ് അനാലിസിസിന് നിങ്ങൾക്ക് എഴുതാനുള്ളത് കൊടുത്തിട്ടുണ്ട്. ഡിസ്കോഴ്സ് താഴെ കണ്ടന്റ് അനാലിസിസ്, കൺസെപ്റ്റ് ഓഫ് കണ്ടന്റ് അനാലിസിസ് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങളൊന്ന് എടുത്തിട്ട് നോക്കണേ ആ ബുക്ക്. ഇപ്പൊ കണ്ടന്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടന്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ 3-1 നമ്മളത് ചുരുക്കി എഴുതുക എന്നുള്ള രീതിയിൽ. അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കണ്ടന്റിനെ നമ്മളൊരു കുറച്ചുകൂടി ചുരുക്കി എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ചുരുക്കി എഴുതുക കേട്ടോ പറഞ്ഞത്. ഇത് കണ്ടന്റ് അനാലിസിസ് എന്താണെന്ന് നോക്കണമെന്നുണ്ടെങ്കിലാണ് പേജ് നമ്പർ 31 ആണ് എന്റെ കയ്യിൽ കിടക്കുന്നത്. നിങ്ങളുടെ റിസർച്ച് മെത്തഡോളജിയുടെ ബുക്കിൽ പേജ് നമ്പർ 31 കണ്ടന്റ് അനാലിസിസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കണ്ടന്റ് അനാലിസിസ് എന്താണെന്ന് എഴുതണം. നിങ്ങളുടെ തന്നെ ബുക്കിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ എന്തായി? ഇനി നിങ്ങൾ പറ. ഇത്രയും നേരവും ഞാൻ പറഞ്ഞു, ഇനി നിങ്ങളൊന്ന് പറഞ്ഞു. എന്തെങ്കിലും സംസാരിക്കും മക്കളെ. കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്? ഇൻട്രൊഡക്ഷൻ ടു കണ്ടന്റ് അനാലിസിസിന്റെ PDF ആയിട്ടോ അല്ലെങ്കിൽ മാം അത് സമ്മറൈസ് ചെയ്ത സാധനം ഇതിനകത്ത് ഗ്രൂപ്പിൽ ഇല്ല, അതൊന്നും ഇടാവോ? ഇല്ല, ഞാൻ അതിന് പകരം പറഞ്ഞത് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ റിസർച്ച് മെത്തഡോളജിയുടെ ബുക്കില് പേജ് നമ്പർ 31, 32 അത് കൊടുത്തിട്ടുണ്ട് കണ്ടന്റ് അനാലിസിസ് എന്താന്ന്. അവിടെ എഴുതിയാൽ മതി, നിങ്ങളുടെ ബുക്കിനകത്തുണ്ട് കേട്ടോ. ഈ പറഞ്ഞ ഈ ഓർഡറിലാണ് അപ്പൊ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെ? മൊത്തം റെക്കോർഡ് എഴുതേണ്ടത്. ഞാനത് അങ്ങോട്ട് ഇടുകയാണ്. കിട്ടിയോ? നോക്കിക്കോളൂ, ഇട്ടിട്ടുണ്ട്. അതിന്റെ അടിയിൽ ഞാൻ ഒരു പേജ് കൂടി ഇട്ടിട്ടുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പേജ് നിങ്ങൾ എടുക്കുമ്പം 16 PF പേജാണ്. ആ കൊച്ചതിനകത്ത് എഴുതി വെച്ച് ഇട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. സ്റ്റാൻഡേർഡ് 10 സ്കോർ എന്നാണ് ആ കൊച്ച് എഴുതിയിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് 10 സ്കോർ അല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്, നമ്മൾ റോ സ്കോർ ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ടൈറ്റില് കാണുന്നുണ്ടോ? ഞാൻ ഇപ്പൊ ഇട്ടത്. യെസ് ഓർ നോ പറ മക്കളെ. യെസ് മാം, കാണുന്നുണ്ട്. അടുത്ത് ലോ സ്കോർ ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് 10 സ്കോർ എന്ന് എഴുതിയിട്ടില്ലേ? അത് വേണ്ട. ആ സ്റ്റാൻഡേർഡ് 10 സ്കോർ എന്നുള്ളത് അങ്ങോട്ട് മാറ്റിയിട്ട് റോ സ്കോർ എന്ന് എഴുതാവുള്ളൂ കേട്ടോ. യെസ് മാം. ഓക്കെ. എഴുതി, ഇപ്പൊ ആരും എഴുതി അയച്ചിട്ടുണ്ട് റോ സ്കോർ എന്ന്. ഓക്കെ, അവിടെ നിങ്ങൾ റോ സ്കോർ എന്ന് എഴുതണേ, അല്ലെങ്കിൽ തെറ്റിപ്പോകും. റോ സ്കോർ ആണ് നമ്മുടെ 0 മുതൽ 4 വരെയുള്ളത്. ഇനി നിങ്ങൾ ഇപ്പൊ ഈ ലോക്കസ് ഓഫ് കൺട്രോൾ നിങ്ങൾ ഇന്ന് ക്ലാസ്സിൽ ഇരുന്ന് ചെയ്തു. പക്ഷെ എന്റെ മക്കള് അതെന്ത് ചെയ്യണം? ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. എന്നിട്ട് അതിന്റെ റിസൾട്ട് വേണം എഴുതാൻ. ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് വേണം ലോക്കസ് ഓഫ് കൺട്രോൾ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മനസ്സിനൊരു വിഷമമായിരിക്കും നിങ്ങളുടെ തന്നെ ഇടുമ്പോൾ. അത് വേണ്ട. പേഴ്സണാലിറ്റി ടെസ്റ്റും അതുപോലെ തന്നെ 16 PF അതുപോലെ തന്നെ വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് വേണം എടുത്തെഴുതാൻ. ഇത് രണ്ടും മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ചെയ്യണം. ചെയ്യുവോ? ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്യണേ. രാവിലെ പറഞ്ഞതൊക്കെ എഴുതി എടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാം സൈക്കോളജിക്കൽ ടെസ്റ്റിന്റെ ഒക്കെ ഒരു ഗൈഡ് ലൈൻസ് ഞാൻ തന്നിരുന്നു. അതെ. അപ്പൊ ഇനി വൈവ ചോദിക്കുന്നതും കൂടി ഇത് പറഞ്ഞേക്കാവേ. ഇതിൽ വിട്ടുപോകുന്ന സംശയം ചിലപ്പോ.
മൈവ ചോദിക്കുമ്പം ഇവര് ഇപ്പൊ ഉച്ച കഴിഞ്ഞത്തെ എക്സ്പെരിമെന്റ്, ബോബോഡോളിന്റെ എക്സ്പെരിമെന്റ് അതിന്റെ ഹിസ്റ്ററി ചോദിക്കാം, ആരാണ് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ സോഷ്യൽ ലേണിംഗ് തിയറി ചോദിക്കും. സോഷ്യൽ ലേണിംഗ് തിയറി ചോദിക്കുമ്പോൾ പാവ്ലോവിന്റെ തിയറി വരും. അപ്പൊ പാവ്ലോവിന്റെ തിയറി ചോദിക്കും. അപ്പൊ പാവ്ലോവിന്റെ തിയറിയോട് ബന്ധപ്പെടുത്തി തന്നെ ഒപ്പാരന്റ് കണ്ടീഷനിങ് എന്താണെന്ന് ചോദിക്കാം. അപ്പൊ ഒപ്പാരന്റ് കണ്ടീഷനിങ് എന്താണെന്ന് അറിയണം, അത് ആരുടെയാണെന്ന് അറിയണം. ദെൻ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് പറയണം. എവിടെയൊക്കെ കണ്ടീഷനിങ് നമ്മുടെ ജീവിതത്തിൽ വരുന്നു. കണ്ടീഷനിങ് ജീവിതത്തിൽ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊക്കെ ഇവിടുന്ന് എറണാകുളത്തിന് വരുമ്പോൾ കയറിയിരുന്നു, അപ്പോഴേ ഉറങ്ങി. കറക്റ്റ് ആലുവ കഴിയുമ്പോൾ എണീക്കും. അവിടെ ഒരു കണ്ടീഷനിങ് വന്നു. നമ്മുടെ ജീവിതത്തിൽ കണ്ടീഷനിങ് ഉണ്ട്, നമ്മൾ അറിയാതെ തന്നെ ചില കണ്ടീഷനിങ് വരുന്നുണ്ട്. അപ്പൊ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ആ തിയറി അവിടെ അപ്ലൈ ആയി, നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ആയി. അതേപോലെ കണ്ടീഷനിങ്. ദെൻ ഇത് കഴിഞ്ഞിട്ട് സോഷ്യൽ കോഗ്നിറ്റീവ്, സോഷ്യൽ ലേണിംഗ് തിയറി ഇമിറ്റേഷൻ ആണ് എന്നൊക്കെ വന്നു. എന്നാലും സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി ഡെവലപ്പ് ചെയ്തതും അതിന്റെ ഫാക്ടേഴ്സ് എന്താണെന്നും കൂടി പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അത് നിങ്ങൾ തന്നെ പഠിക്കണം കേട്ടോ, നോക്കണം നിങ്ങൾ തിയറികൾ. ലേണിംഗ് തിയറിയിൽ എവിടെ എന്ത് ചോദിച്ചാലും അത് ലേണിംഗ് തിയറി ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. ലേണിംഗ് എന്താണ്, ഡെഫിനിഷനും അറിയണം ലേണിംഗ് എന്താണ് എന്നുള്ളത്. അപ്പം ബോബോഡോളിന്റെ എക്സ്പെരിമെന്റ് ലേണിംഗ് തിയറിയുമായി ബന്ധപ്പെട്ടാണ്. ഈ ലേണിംഗ് തിയറിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒരു വ്യക്തിയിൽ തന്നെയാണ് ഈ ലേണിങ്ങും ഐക്യവും പേഴ്സണാലിറ്റിയും എല്ലാം കിടക്കുന്നത്. അപ്പം അവിടെ കോൾബർഗിന്റെ തിയറിയും വരുന്നുണ്ട്, മോറൽ ഡെവലപ്മെന്റും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എറിക് എറിക്സന്റെ തിയറിയും കൂടെ അതിനകത്ത് മിങ്കിള് ചെയ്ത് വരുന്നുണ്ട്. മറക്കരുത്, കോൾബർഗിന്റെ തിയറി ഓർത്തിരിക്കണം, എറിക് എറിക്സന്റെ തിയറി ഓർത്തിരിക്കണം. ദെൻ ആൽബർട്ട് ബന്ദൂരയുടെ 2 തിയറിയും ഓർത്തിരിക്കണം. അതോടൊപ്പം നമ്മുടെ ബിഹേവിയറിസ്റ്റിന്റെ തിയറിയും വരണം. അപ്പൊ ഈ ലേണിങ്ങിനോട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പം ചോദിക്കുന്ന വ്യക്തിക്ക് ലേണിങ്ങിന്റെ എന്ത് വേണമെങ്കിലും ചോദിക്കാമെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. കാരണം നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ലേണിംഗ് തിയറി എല്ലാം പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ വായിച്ചിട്ടുണ്ട്. എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കുക, ആ തിയറികളിലെല്ലാം ഒന്ന് നോക്കുക കേട്ടോ. ഉച്ച കഴിഞ്ഞ് വരുന്നതിനകത്ത് പിന്നെ 16 PF വരുന്നുണ്ട്. 16 ഫാക്ടേഴ്സ് അറിഞ്ഞിരിക്കണം, മറക്കരുത്. 16 ഫാക്ടേഴ്സ് അറിഞ്ഞിരിക്കണം. 16 ഫാക്ടേഴ്സിനോടനുബന്ധിച്ച് പേഴ്സണാലിറ്റി തിയറികളെല്ലാം 16 ഫാക്ടേഴ്സിനോടനുബന്ധിച്ചുള്ള തിയറികളാണ് ബാക്കി തിയറികൾ. ഏതാ? ആൽപോർട്ടിന്റെ തിയറി, കാറ്റലിന്റെ തിയറി. കാറ്റലിന്റെ തിയറിയെ തിരിച്ചും മറിച്ചും ചോദിക്കാം, ഓർത്തോളൂ. പിന്നെ 16 ഫാക്ടേഴ്സ് അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാൻ. 16 ഫാക്ടേഴ്സ്, ആ ഫാക്ടർ ഏതൊക്കെയാണ് എന്നുള്ളത് ആ 16 എണ്ണം ഒന്ന് മനസ്സിലൊന്ന് ആ അക്ഷരങ്ങൾ വെച്ചിട്ട് ഒന്ന് ഓർത്തിരിക്കുക. ഏതൊക്കെ അക്ഷരങ്ങൾ എവിടെയാണ് വരുന്നതെന്ന് വെച്ചിട്ടൊന്ന് ഓർത്തിരിക്കുക. ദെൻ ഓൾഡ് ഏജ് എലിസബത്ത് ഹർലോക്കിന്റെ ബുക്കിനകത്ത് നിന്ന് പഠിക്കണം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ട് ചോദിച്ചേ, ഞാനൊന്നും വിട്ടുപോയിട്ടില്ലെന്നാണ് എന്റെ ഓർമ്മ. എന്തെങ്കിലും ചോദിക്കാനുണ്ട് ചോദിക്കും മക്കളെ. മാം, എക്സാമിന്റെ അന്ന് എന്തായിരിക്കും ആക്ച്വലി നടക്കുക? ലൈക്ക് ഈ പറഞ്ഞതൊക്കെ ഞാനിപ്പോ ഈ ചോയ്സ് ഇപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇതുപോലെ തന്നെ സ്റ്റേൺബർഗിന്റെ തിയറി, ട്രാക്കിക് തിയറി പറയാൻ പറഞ്ഞാൽ പറയണം. അത് എക്സ്റ്റേണൽ ആയിട്ട് ചോദിക്കുക മാത്രമേ ഉള്ളൂ, നമുക്ക് എഴുതിയും തരണ്ട്. ഓൺലൈൻ ആണെങ്കിൽ ചോദ്യം മാത്രമേ ഉള്ളൂ മോളെ. ഓൺലൈൻ ആയിരിക്കും. ഇപ്പൊ കഴിഞ്ഞ ബാച്ചിന്, കഴിഞ്ഞ സെക്കൻഡ് ഇയേഴ്സിന് ഓൺലൈൻ ആണ് നടന്നത്. അപ്പൊ എങ്ങനെ നടക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങൾ ഞങ്ങൾക്ക് ഈ റിപ്പോർട്ട് എഴുതി അവിടെ സബ്മിറ്റ് ചെയ്യും. നോട്ടം എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുവന്ന് വെക്കും. ഇത് നിങ്ങൾ ചോദിച്ചില്ല എന്നോട് സ്പൈറൽ ബൈൻഡ് ചെയ്യുമോ എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ നിങ്ങളത് അവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിപ്പം ഒരു എക്സ്റ്റേണലിന് 20 പേരെയാണ് കൊടുക്കുന്നതെങ്കിൽ ഈ 20 ബുക്ക് എടുത്തുകൊണ്ട് പോയി എക്സ്റ്റേണലിന് കൊടുത്തിരിക്കുക. അവർ തലേദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പോ ഈ ബുക്ക് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ എത്തിച്ചിരിക്കും അവരുടെ വീട്ടില്. അപ്പൊ അവർ ആ ബുക്ക് എടുത്ത് മുമ്പിൽ വെച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ എഴുതിയ ബുക്ക് അവരുടെ കയ്യിലുണ്ട്, എക്സ്റ്റേണലിന്റെ കയ്യിലുണ്ട്. ഞങ്ങൾ സൈൻ ചെയ്ത് ഞങ്ങൾ യൂണിവേഴ്സിറ്റി വെച്ച് പോരുവാണല്ലോ. അപ്പൊ ഈ എക്സ്റ്റേണൽ കൊണ്ടുപോവുകയാണ് പതിവ്. കൊടുത്തു വിടും. കാരണം ആരെങ്കിലും കൊണ്ടുപോയി കൊടുക്കും അവരുടെ വീട്ടിൽ, അല്ലെങ്കിൽ അവർ വന്ന് കൊണ്ടുപോകും. എങ്ങനെയാണെങ്കിലും അവരുടെ ടേബിളിലുണ്ടാവും ചോദ്യം ചോദിക്കുന്ന സമയത്ത്. അപ്പൊ നിങ്ങൾ ഒരാൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ എഴുതിയിരിക്കുന്നത് എടുത്ത് വെച്ചിട്ടാണ് അവർ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിനകത്ത് ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ എല്ലാം എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങളോട് ചോദ്യം ചോദിക്കും. അത് വെച്ച് ചോദ്യം ചോദിക്കുക എന്ന് പറയുമ്പോൾ ലേണിംഗ് തിയറി ആൾക്ക് എന്ത് വേണേലും ചോദിക്കാം. അപ്പൊ ബന്ദൂരയുടെ ലേണിംഗ് തിയറി മാത്രമേ ഞാൻ പഠിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലേണിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ ഡെഫിനിഷൻ കൊടുത്താല് ആ ചോദിക്കുന്ന വ്യക്തി
അവരെന്തും ചോദിക്കും, അതിനനുസരിച്ച് വേഗം വേഗം മറുപടി പറഞ്ഞു പോവുക. ഒരാൾക്ക് ചിലപ്പോൾ 10 മിനിറ്റ് ആയിരിക്കാം, അത് എക്സ്റ്റേണലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എങ്ങനെയാണെന്നുള്ളത്. ആൾക്ക് വേണമെങ്കിൽ കൂടുതൽ ടൈം ചോദിക്കാം. ഇപ്പൊ 10 to 12 ഇത്ര കുട്ടികൾ, ഒരു കുട്ടിയോട് ചിലപ്പോൾ കൂടുതൽ ചോദ്യം ചോദിച്ചെന്നിരിക്കാം, ഒരാളോട് ചിലപ്പം 1-2 ചോദ്യം ചോദിച്ച് വിട്ടെന്നിരിക്കാം. അതൊക്കെ അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ അവർ ഈ 50 മാർക്കിന്റെ മിനിമം 10 മിനിറ്റ് എങ്കിലും ഒരാളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ 10 മിനിറ്റ് എന്ന് പറയുന്നത് ചോദ്യം ചോദിക്കാൻ വേഗം കഴിയും. അത് വീഡിയോ കോൾ ആയിരിക്കുമല്ലോ. പിടുത്തം കിട്ടിയോ? യെസ് മാം. മനസ്സിലായി. ഇരിക്കുന്നവർ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അറിയത്തില്ലെങ്കിൽ അറിയില്ല എന്ന് മാത്രം പറയണം. തർക്കത്തിന് പറയാൻ നിൽക്കരുത്, എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ കൊടുക്കരുത്. കാരണം ഇവരൊക്കെ 10-30 വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷം ഇരിക്കുന്നവരാണ്. അത് നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക. നമ്മൾ ഒരിക്കലും അവരോട് ആർഗ്യൂ ചെയ്യാൻ നിൽക്കരുത്. ഞാനത് പ്രത്യേകിച്ച് മോൻസൺ സാറ്, രശ്മി മാം ഒക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ ആരെന്നില്ല, അവരൊക്കെ തന്നെ ഈ റിട്ടയർഡ് ആയവരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അവർക്ക് ദേഷ്യം വരിക എന്നുള്ളതല്ല, അവര് നിങ്ങൾ പറയുന്നതിന് മുമ്പേ നിങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാകും. നിങ്ങളുടെ ഒരു പിക്ചർ അതിനകത്ത് വരുമ്പോ തന്നെ ആളെ അസസ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും ഇരിക്കുന്നതെന്ന് ചുരുക്കം. മനസ്സിലായില്ലേ? അപ്പൊ ഒരിക്കലും നമ്മള് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് അറിയാം, അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിട്ടേരെ, നമ്മൾ വിട്ടുകൊടുത്തു. ആ രീതിയിൽ വളരെ നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു തരികയാണെങ്കിൽ നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ റെക്കോർഡ് ഷീറ്റിൽ എഴുതിയിട്ട് സ്കാൻ ചെയ്ത് അയച്ചു തന്നാൽ മതി. എനിക്ക് അയച്ചു തരുമ്പോ നിങ്ങൾ അതിനകത്ത് എഴുതുമ്പോൾ അയച്ചു തന്നാൽ മതി. എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ മാറ്റാൻ പറയും. അപ്പം ഒരു ദിവസം പിന്നെ ഒരു കാര്യം കൂടെ ചിന്തിക്കുക, ഇങ്ങനെ എല്ലാവരും ഒത്തിരി കുട്ടികളുണ്ട് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, പ്രാക്ടിക്കൽ മാത്രമല്ല നിങ്ങൾ അയക്കുന്നത്, നിങ്ങൾ ഇന്റേൺഷിപ്പ് അയക്കുന്നുണ്ടാവും, ചില സിനാപ്സിസും പ്രോജക്റ്റും ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ നോക്കിയില്ലെങ്കിൽ ഒരു ദിവസം, അന്നേ ദിവസം നോക്കിയില്ലെങ്കിൽ പിറ്റേ ദിവസം ഒരു വോയിസ് മെസ്സേജ് ഇടുക, ഒന്ന് നോക്കി തരുമെന്ന് പറഞ്ഞേ. അങ്ങനെ സെൽഫിഷ് ആയിട്ട് നോക്കാതിരിക്കുന്ന ആകുകയല്ല. ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം മരണ വീട്ടിൽ പോയി അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി, അപ്പൊ ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാകില്ല. അത് മുഴുവൻ അവിടെ പെൻഡിങ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചോളുക, ഒന്ന് നോക്കി തന്നേക്കെന്ന് പറഞ്ഞു കേട്ടോ. അതിലൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നോക്കിയില്ലെങ്കിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക, എന്റെ നോക്കിയില്ലല്ലോ, ഒന്ന് നോക്കി തരൂ എന്ന് പറഞ്ഞാൽ മതി. അതൊരു ഫുൾ ഡേ നോക്കിയിട്ടില്ലെങ്കിലേ പറയാവുള്ളേ. ചിലപ്പോൾ രാവിലെ ഇതുപോലെ ഞാൻ ക്ലാസ്സിൽ കയറി ഞാൻ വൈകുന്നേരമാണ് ഇറങ്ങുന്നതെങ്കിൽ ഞാൻ പിന്നെ എനിക്ക് കൗൺസിലിംഗ് ഉണ്ടാകും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ 4 മണിക്ക് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാൽ ഉടനെ അവിടെ അടുത്ത സ്റ്റെപ്പ് ഇരിക്കും. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടേ നോക്കുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ഓർമ്മിപ്പിക്കണം. ഒരു ദിവസത്തെ ഗ്യാപ്പ് എനിക്ക് തരിക, അതിനുശേഷം നിങ്ങൾ നോക്കുക കേട്ടോ. പറയാ മാം, ഇത് എത്ര ടൈമിന്റെ ഉള്ളിലാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്? എന്തോ എത്ര ടൈമിന്റെ ഉള്ളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ റിപ്പോർട്ട്, ഫൈനൽ റിപ്പോർട്ട്? എങ്ങനെയാ നിങ്ങളോട് വന്നിരിക്കുന്നത്? 2 ആഴ്ചയോ? നിങ്ങൾ കഴിവതും വേഗം എഴുതുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ മറന്നു പോയെന്നിരിക്കാം. എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യുക. അത് ചിലപ്പോൾ പറയുമായിരിക്കും. കൺവീനിയൻസ് അനുസരിച്ച് ചെയ്യും മോളെ. അല്ലാതെ ഇപ്പൊ ഞാൻ അതിന് ഇത്ര പർട്ടിക്കുലർ ടൈം എന്ന് പറയുന്നില്ല. പക്ഷെ അത് എഴുതി വെക്കണം. യൂണിവേഴ്സിറ്റി ഒരു ദിവസം പറയുന്നുണ്ടാവും, ഫെയർ റെക്കോർഡ് ഇന്ന ദിവസം യൂണിവേഴ്സിറ്റി സബ്മിറ്റ് ചെയ്യുന്നത്. അതിനു മുമ്പ് തന്നെ എഴുതി കാണിക്കണം. ഏതായാലും 2 ആഴ്ച സമയം തോന്നുന്നു കേട്ടോ. നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞ് 2 ആഴ്ച സമയമാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ഗൈഡ് ലൈനിൽ വായിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങൾ എഴുതുക. എഴുതിയിട്ട് തരുമ്പം എഴുതുമ്പോൾ എല്ലാം കൂടി എഴുതി അയക്കണമെന്നൊന്നുമില്ല. 16 PF ഒക്കെ ആണെങ്കിൽ അതിന്റെ റിസൾട്ടും ഡിസ്കഷനും കൺക്ലൂഷനും മാത്രം അയച്ചാൽ മതി. മൊത്തത്തിൽ അയക്കണമെന്നൊന്നുമില്ല. ബാക്കി അതിനകത്തുണ്ടല്ലോ. അതിനകത്തുനിന്ന് കോപ്പി ചെയ്തത് അപ്പാടെ എനിക്ക് അയച്ചു തരണമെന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മാം, ഈ ബോബോഡോൾ എക്സ്പെരിമെന്റും ഹോളോ എഫക്റ്റും അതിന് എക്സ്പെരിമെന്റൽ സൈക്കോളജിയുടെ ഇൻട്രഡക്ഷൻ രണ്ടിനും കൂടി ഒന്ന് കൊടുത്താൽ മതി. സെപ്പറേറ്റ് എഴുതണം. അത് ആ ഇൻട്രൊഡക്ഷന്റെ അണ്ടറിലാണ് 2 എണ്ണം വരുന്നത്. ദെൻ അടുത്ത 2 എണ്ണം വരുന്നത് സൈക്കോളജി 16 PF. അപ്പൊ 1ഉം 2ഉം, പിന്നെ അത് കഴിഞ്ഞ് ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ 3ഉം 4ഉം, ദെൻ അത് കഴിഞ്ഞിട്ട് ഏതാണ് കണ്ടന്റ് അനാലിസിസ് അല്ലേ? അതെ. കണ്ടന്റ് അനാലിസിസ്. പിന്നെ ആ കണ്ടന്റ് അനാലിസിന്റെ താഴെ ഏതാണോ വന്നത് അത് എഴുതുക. ദെൻ അടുത്തത് ഇന്റർവ്യൂ, ദെൻ ഇന്റർവ്യൂവിന്റെ താഴെ ഓൾഡ് ഏജ്. അങ്ങനെ കേട്ടോ. ഞാൻ തന്നിട്ടുണ്ടല്ലോ. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്ക്. ഞാൻ നാളെ ഇതിങ്ങനെ ക്ലാസ്സിൽ കയറിക്കൊണ്ടിരിക്കുകയല്ലേ. നിങ്ങളുടെ കഴിഞ്ഞ ഉടനെ സെക്കൻഡ് ഇയറിന് തുടങ്ങും, സെക്കൻഡ് ഇയറിന് കഴിഞ്ഞാൽ BA PC തുടങ്ങും. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇപ്പൊ തന്നെ ക്ലിയർ ആക്കി പോകാം. എന്താണെങ്കിലും ചോദിച്ചോ. എഴുതിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ മാമിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ?
കോണ്ടാക്ട് ചെയ്യുന്നത് വോയിസ് മെസ്സേജേ ഇടാവുള്ളേ മോളെ. ഇതുപോലെ വിളിച്ചാൽ ഞാൻ എടുക്കില്ല. എടുക്കില്ല മീൻസ് എടുക്കായികയല്ല, ഞാൻ തിരിച്ചു വിളിക്കും, അത് ഉറപ്പ്. പക്ഷെ ആ തിരിച്ചു വിളിക്കുന്ന സമയം ചിലപ്പോൾ 10 മണിയൊക്കെ ആയിരിക്കും എന്ന് മാത്രം രാത്രി. ഞാൻ ഫ്രീ ആവണ്ടേ? അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ. ആരുടെ കോൾ വന്നാലും ഞാൻ തിരിച്ചു വിളിക്കും. അന്നേരം എടുത്തില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വിളിക്കും ഞാൻ ഫ്രീ ആവുന്ന സമയത്ത്. പക്ഷെ വോയിസ് മെസ്സേജ് ആണെങ്കിൽ എനിക്ക് എന്റെ ടൈം അനുസരിച്ച് മറുപടി ഇടാം. അപ്രോച്ചബിൾ ആണ്, അതോർത്ത് പിടിക്കാം. മാം, ഇനി 5 മിനിറ്റ് ഉണ്ട്. എന്തെങ്കിലും ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോഴേ ഏകദേശം എത്ര പേജ് ഇൻട്രൊഡക്ഷൻ മാത്രം ഉദ്ദേശിക്കുന്നത്? അത് കൂടരുത് കേട്ടോ മാം. ഒരു പേജോ? 1.5 പേജ്, അതിൽ കൂടരുത്. ഓക്കെ ഓക്കെ, മാക്സിമം 1.5 പേജ്, അതിൽ കൂടരുത് കേട്ടോ. അപ്പൊ മാഡം ഇതെല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോയാൽ പോരെ? ഇങ്ങനെ വേറെ 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 സെപ്പറേറ്റ് എഴുതണ്ടല്ലോ? കണ്ടിന്യൂസ് സ്റ്റാർട്ടിങ് ഓരോന്നായിട്ട് ഇങ്ങനെ എഴുതി പോയാൽ പോരെ? അതെ, ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ എക്സ്പെരിമെന്റൽ സൈക്കോളജി, അത് കഴിഞ്ഞാൽ ആ പേജ് അവിടെ നിർത്തുക. അതിന്റെ അടിയിൽ കൊണ്ടുപോയിട്ട് എക്സ്പെരിമെന്റൽ നമ്പർ 1 എന്നും പറഞ്ഞ് എഴുതരുതെന്ന് മാത്രം. ആദ്യം എക്സ്പെരിമെന്റൽ സൈക്കോളജി അതൊരു പേജിൽ എഴുതി, ദെൻ അടുത്ത പേജില് ബോബോഡോൾ സ്റ്റാർട്ട് ചെയ്തു. എവിടെ ബോബോഡോൾ ഫിനിഷ് ചെയ്യുന്നോ അവിടെ ഒരു ഹാഫ് പേജ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് അവിടെ നിർത്തുക. റെഫറൻസ് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും എഴുതരുത്. പിന്നെ അടുത്ത പേജില് അടുത്തതായിരുന്നു രണ്ടാമത് ചെയ്തത് ഹാലോ എഫക്റ്റ് അല്ലേ? അങ്ങനെ രണ്ടാമത്തത് എഴുതുക. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മിഡിൽ വെറുതെ ഒരു പേജ് വെച്ചോ, അപ്പൊ പ്രശ്നം തീർന്നില്ലേ? ഒരു ബ്ലാങ്ക് പേജ് വെച്ചോ ഓരോന്നും കഴിയുമ്പോൾ. പക്ഷെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ബ്ലാങ്ക് പേജ് ഒന്നും വെക്കരുതേ. ഇപ്പൊ നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് എന്താ മുള്ളൂട്ടി കേട്ടില്ല? എയിം നമുക്ക് തന്നിട്ടുള്ളത് തന്നെ എഴുതിയാ പോരാ, എക്സ്പ്ലെയിൻ ആയിട്ടൊന്നും ചെയ്യണ്ടല്ലോ. ഈ ഇൻട്രൊഡക്ഷനിൽ മാറ്റം വരും. വേറെ മാറ്റം വരുന്നത് റിസൾട്ട് ഡിസ്കഷനിലാണ് മാറ്റം വരുന്നത്. സൈക്കോളജിക്കൽ ടെസ്റ്റിന്റെ ഇതൊക്കെ മാറ്റം വരുന്നുണ്ടോ അവിടെ മാത്രം മാറ്റം വരുത്തിയാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ നിങ്ങൾ ആരൊക്കെ കേറി അല്ലെങ്കിൽ ആരൊക്കെ ഇതിനകത്തുണ്ട് ഇതൊന്നും കണ്ടിട്ടില്ല. ഇനി ഞാൻ ഇതിനകത്ത് നോക്കുമ്പോഴേ ഇതൊക്കെ കാണുള്ളൂ. പരിചയമൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം ഫ്രീ ആയിട്ട്. അക്കാഡമിക് കൗൺസിലർ അല്ലേ, അവരോട് വേണ്ടേ ചോദിക്കാൻ. അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്ത് ചോദിച്ചാലും മറുപടി പറയും. ഒഫീഷ്യൽ കാര്യങ്ങളിൽ ഒന്നിലും മറുപടി പറയില്ല കേട്ടോ, കാരണം അറിയത്തില്ല. അതുകൊണ്ട് സാവകാശം എഴുതിയാൽ മതി എന്നായിരുന്നു പ്രേമ മാം പറഞ്ഞത്. നിങ്ങൾക്ക് ഇപ്പം ഇത് എഴുതണ്ടേ? എന്നതാണ് അസൈൻമെന്റ് എഴുതി വെക്കണ്ടേ? അല്ലേ? മാം സെക്കൻഡ് ഇയർ അസൈൻമെന്റിന്റെ ഡേറ്റ് ആയിട്ടുണ്ടോ മാം? അത് കിട്ടിയിട്ടില്ല. എല്ലാ അസൈൻമെന്റും ഒരേപോലെയല്ലേ വെക്കേണ്ടത്? നിങ്ങൾ എഴുതി വെക്ക ഏപ്രിൽ 30 എന്നാ എഴുതി വെക്കേണ്ടത്? എനിക്കറിയില്ല കൃത്യമായിട്ട്. നോക്കിക്കേ അതിനകത്ത് എന്നാ വെക്കണ്ടേന്ന്. നെറ്റ് കയറി നോക്കിയാൽ അറിയാലോ. മാം, പ്രോജക്റ്റിന്റെ എന്തേലും പറഞ്ഞിട്ടുണ്ടോ? പ്രോജക്റ്റിന്റെ നിങ്ങൾ സിനോപ്സിസ് വെക്കേണ്ട പിള്ളേരല്ലേ? പ്രോജക്റ്റ് എഴുതേണ്ട പിള്ളേരായോ? സിനോപ്സിസ് വെക്കേണ്ട ഡേറ്റ് അല്ലേ മോളെ? ഏപ്രിൽ 30 തോന്നുന്നു സിനോപ്സിസ് വെക്കേണ്ടത്. അതിനി നീട്ടിക്കൊണ്ട് പോകുമെന്ന് എനിക്കറിയില്ല. എന്റെ അറിവനുസരിച്ച് ഏപ്രിൽ 30 ആയിരിക്കും സിനോപ്സിസ് വെക്കേണ്ട ഡേറ്റ്. പിന്നെ സിനോപ്സിസ് വെച്ച് അപ്രൂവൽ ആയവർക്കും പ്രോജക്റ്റ് വെക്കേണ്ട ഡേറ്റും ഏപ്രിൽ 30 ആയിരിക്കും. സിനോപ്സിസ് വെക്കേണ്ട ഡേറ്റ് ഏപ്രിൽ 30 ആയിരിക്കും. സിനോപ്സിസ് വെച്ചിട്ട് സിനോപ്സിസ് അപ്രൂവലായി കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രോജക്റ്റ് വെക്കേണ്ട ഡേറ്റ് ഏപ്രിൽ 30 ആണ്. ആദ്യം സിനോപ്സിസ് ആണ്. ഗൈഡിനെ കണ്ടെത്തണം, സിനോപ്സിസ് വെക്കണം. ഗൈഡിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട് ഇഗ്നോയ്ക്ക്. ഇഗ്നോയുടെ ലിസ്റ്റ് ഉണ്ടാവും. അക്കാഡമിക് കൗൺസിലേഴ്സ് അല്ലാതെ ഒരു ലിസ്റ്റ് ഉണ്ട്, ഒരു 10-20 പേരുടെ. ആ ലിസ്റ്റിനുള്ളിൽ നിന്ന് ഗൈഡിനെ കണ്ടെത്തുന്നതാണ് എപ്പോഴും നിങ്ങൾക്ക് നല്ലത്. അപ്പൊ ശരി, ഞാൻ നിർത്തിക്കോട്ടെ. Okay, ma'am. Thank you. Okay. Thank you so much. Thank you, ma'am.